5 star answer. ഓക്കെ, എല്ലാവരും ഒന്ന് വീഡിയോ ഓൺ ചെയ്യാം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? Yes. യെസ്, വെരി ഗുഡ്. ആരൊക്കെയാന്ന് നോക്കട്ടെ. അമ്ന ഉണ്ട്, ബാസിലുണ്ട്. അമ്ന ക്ലാസ്സിൽ വീഡിയോ ഓൺ ചെയ്യാത്ത ആളാലോ, ഒന്ന് കാണട്ടെ. കാണട്ടെ അമ്ന. ഒളിച്ചിരിക്കണ്. ഓക്കെ, പിന്നെ ജംഷീർ ഉണ്ട്, സഫ്ന ഉണ്ട്, ഷഹ്ന ഉണ്ട്. ദെൻ ഇനിയും കുറെ പേര് വീഡിയോ ഓൺ ചെയ്യാനുണ്ടല്ലോ. ഇത് ഇത്ര കുറച്ച് പേര്. രാത്രിയും ട്രെയിനിങ് ഉണ്ടോ നിങ്ങൾക്ക്? ഓക്കെ, ഷംല ഒക്കെ വീഡിയോ ഓൺ ചെയ്യുന്ന മുത്താണ്. പിന്നെ കണ്ണട എവിടെ പോയി? ഇന്ന് വീഡിയോ ഓഫ് ആക്കുന്നുണ്ട്, പല്ലുവേദന ഉണ്ട്. ആണോ? കണ്ണട എവിടെ പോയി? അന്ന് ക്ലാസ്സിൽ ഇരിക്കാത്തോണ്ട് ഞാന് കണ്ണട വെച്ചിട്ടില്ല. ഓക്കെ, ശരി. കേൾക്കാൻ വിചാരിച്ചെന്റെ വീഡിയോ ഓഫ് ആക്കിട്ട് കേൾക്കാം. ഓക്കെ, ശരി. ശ്രീദേവിനെ ഒന്നും ഞാൻ കണ്ടിക്കേ ഇല്ലാന്ന് തോന്നുന്നുണ്ടല്ലോ. കണ്ടിട്ടുണ്ടോ? അറിയാം. ശരി, വെരി ഗുഡ്. ദെൻ റിസാനെ അറിയോ നോക്കട്ടെ. സമീറാൻ അറിയോ നോക്കട്ടെ. ഷംല. ദെൻ സൂം യൂസർ. ഹു ഇസ് സൂം യൂസർ? ഓക്കെ, ഫൈൻ. എന്തൊക്കെയുണ്ട് വിശേഷം? ഹായ് സമീറ, സുഖം? പോയോ? സുഖമായിട്ടിരിക്കുന്നു, വെരി ഗുഡ്. ശരി, അപ്പൊ അങ്ങനെയൊക്കെ കാര്യങ്ങൾ. എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഒന്ന് ചിരിച്ചേ, നന്നായിട്ട് ചിരിച്ചേ. എന്താണ്? ഓക്കെ, ചിരിക്കാൻ മടിയുണ്ടോ? ഓക്കെ, എന്നും ചിരിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, എന്താ പറയാ, ഒച്ചത്തിൽ ഞാൻ അട്ടഹസിച്ച് ചിരിക്കുമെന്ന് വേണ്ട. പിന്നെ സ്ഥലം മാറും. അപ്പൊ അതുകൊണ്ട് എപ്പോ ഹാപ്പി ആയിട്ടിരിക്കുക, പ്ലസന്റ് ആയിട്ടിരിക്കുക. ഓക്കെ, ഇപ്പൊ രാവിലെ എണീച്ചോ പാടുന്ന എന്താ പറയാ, എന്താ പറയാ, നമ്മൾ നെഗറ്റീവ് ആയിട്ടിങ്ങനെ എന്നുള്ള ആ രീതിയിൽ എണീച്ചെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അന്നത്തെ എല്ലാം ഒരു മാതിരി ആയിരിക്കും. അല്ലെ? ശരിയല്ലേ? അതായത് പൊതുവെ എഴുന്നേക്കുന്ന ടൈമിൽ നിന്ന് ഒരു അരമണിക്കൂർ ലേറ്റ് ആയി എന്ന് വിചാരിക്കുക. ചെറുതായിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ മുതൽ നമുക്ക് നെഗറ്റിവിറ്റി വന്നു തുടങ്ങും അല്ലെ? ഷോ, എന്റെ കുട്ടികളെ സ്കൂൾ അല്ലോ, പണി, അത് ഇത് എല്ലാം. അന്ന് രാവിലെ തൊട്ട് രാത്രി വരെ ഈ ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. ശരിയല്ലേ? എല്ലാ കാര്യങ്ങളോടും ആ ഒരു നെഗറ്റിവിറ്റി ഉണ്ടാവും. ഒലക്കമ്മല സ്കൂള്, ഒലക്കമ്മല യൂണിഫോം, ഒരു സോക്സ് ഇടാൻ കഴിയുന്നില്ലെങ്കിൽ ഇതൊന്നും മറിച്ചാലും കിട്ടൂല, അല്ലെ? തിരിച്ചിടാനും കിട്ടൂല. ഈ ടൈം ഓഫ് മെന്റാലിറ്റിയിലേക്ക് നമ്മൾ വരും അല്ലെ? കുറച്ചൊന്ന് ലേറ്റ് ആയി എന്നുണ്ടെങ്കിൽ, ലേറ്റ് ആയതിന്റെ പ്രശ്നം നിങ്ങളുടെ മൈൻഡിന്റെ പ്രശ്നമാണ്. അത് നമ്മൾ വളരെ എന്താ പറയാ, അതിനൊരു പോസിറ്റീവ് ആയിട്ട് എടുത്തിട്ട് ഓക്കെ, ഇത്രയല്ലേ ലേറ്റ് ആയിട്ടുള്ളൂ, ചടപടേന്നൊക്കെ സെറ്റ് ആക്കാം, നല്ല ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്നത്. അന്നത്തെ ദിവസം ഫുൾ ഹാപ്പി ആയിട്ടും പോകും. മനസ്സിലായില്ലേ? അപ്പൊ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക, എനർജറ്റിക് ആയിട്ടിരിക്കുക, പോസിറ്റീവ് ആയിട്ടിരിക്കുക. അല്ലേ റിസാന? ശരിക്കോ? റിസാനെ കാണുമ്പോ അത് സങ്കടമുള്ള പോലെ ഉണ്ടല്ലോ. പിന്നെ എന്ത് പറ്റി? സങ്കടമുണ്ടോ? ഓക്കെ, എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കട്ടെ, എപ്പോഴും ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുക. ഓക്കെ, ശരി. അപ്പൊ അങ്ങനെയൊക്കെ കാര്യങ്ങള്. ഇന്ന് നമ്മൾ റിവിഷൻ അല്ലായിരുന്നോ പറഞ്ഞേ? കംപ്ലീറ്റ് ആയിട്ടില്ല നമ്മുടെ ചാപ്റ്റർ. കംപ്ലീറ്റ് ആയിട്ടില്ല മിസ്, ഒരു പോർഷൻ ബാക്കിയുണ്ട് മിസ്. ഒരു ചെറിയൊരു പോർഷൻ അവിടെ പേടിക്ക് വെച്ചതാ തോന്നുന്നു. ഏറ്റവും ലാസ്റ്റത്തെ ആണോ? ലാസ്റ്റ്. അടിപൊളി. അവിടുത്തെ ടെക്നിക്സും ട്രിക്സ് ഒക്കെ പറഞ്ഞായിരുന്നോ? കുറച്ച് പറഞ്ഞു. ഓക്കെ, ബ്രോഡ്കാസ്റ്റ് ഉണ്ടാക്കിയൊക്കെ വെക്കണം എന്നൊക്കെ പറഞ്ഞു തന്നു അല്ലേ? ഓക്കെ, ശരി. അപ്പൊ അത് കഴിഞ്ഞു. എങ്ങനെ? ബാക്കി ഐഡിയാസിന് ഞങ്ങൾ വെയിറ്റിംഗിലാണെന്ന് പറയാം. ഓക്കെ, ഐഡിയാസ് ഇനി അധികം ഇല്ല. ഇനി ബാക്കിയൊക്കെ നിങ്ങളുടെ കയ്യിൽ ആണ്. നിങ്ങളുടേതായ ഐഡിയാസ് ആണ് ഇനി വരേണ്ടത്. മനസ്സിലായില്ലേ? ഒക്കെ നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നു. അതുപോലെ നിങ്ങൾക്ക് എന്ത് പഠിപ്പിക്കാൻ കിട്ടിയാലും, ഇപ്പൊ ഏത് കോൺസെപ്റ്റ് ആണ് കുട്ടികൾക്ക് കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിലും, ഇപ്പൊ ഒരു അക്ഷരം വേണ്ട, ആനിമൽസ് ആൻഡ് ദ ബേബീസ്, ആരോ ഇവിടെ തന്നെയാണോ പറഞ്ഞത് എനിക്ക് അറിയില്ല. അങ്ങനെ ഒരു സംഭവം കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ കൊണ്ട് മാക്സിമം ആക്ടിവിറ്റീസ്, ഓക്കെ, വർക്ക് ഷീറ്റ്സ്, കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരു കോൺസെപ്റ്റിന് ഒരു വർക്ക് ഷീറ്റ് അങ്ങനെയല്ല. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, ആനിമൽസ് ആൻഡ് ദ ബേബീസ് ഷാനാണോ ചോദിച്ചേ? ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് കൊടുക്കാം? നിങ്ങളുടെ ഐഡിയാസ് കേൾക്കട്ടെ. എങ്ങനെ കുട്ടികളെ പഠിപ്പിക്കാം? ഏതൊക്കെ മെത്തേഡ്സ് യൂസ് ചെയ്യാം?
ഓക്കെ. പറയും. എന്തൊക്കെ മെത്തേഡ്സ് ആണോ? എങ്ങനെയൊക്കെ കുട്ടികളെ പഠിപ്പിക്കാം? പിക്ചർ ഡ്രോ ചെയ്തിട്ട് ഞാൻ ക്ലിയർ ആയി കേട്ടില്ല. ഞാൻ വേറെ എന്തോന്ന് ആലോചിച്ച. എനിക്ക് തോന്നി എവിടെയോ റിലേ പോയിട്ടുണ്ട് എന്നുള്ള കാര്യം. കാര്യം പറയാനുണ്ട്. സർപ്രൈസ് കഴിഞ്ഞിട്ട് പറയാ വിചാരിച്ചിട്ടാ. ഓ മൈ ഗോഡ്, സർപ്രൈസ്. ഓക്കെ, ശരി. എന്തോ ട്രെയിനിങ് കിട്ടിയ അനുഭവം ആയിരിക്കും. ഓക്കെ ഫൈൻ. അതായത് ഒരു നമ്മുടെ ക്ലാസ്സിലോട്ടേക്ക് നമുക്ക് നാളെ പഠിപ്പിക്കാൻ നിങ്ങൾക്കൊക്കെ തരുവാണ്. നാളെ നിങ്ങൾ ട്രെയിനിങ്ങിന് പോകുന്നതിന് മുമ്പ് ടീച്ചർ പറയാണ്, മക്കളെ കുട്ടി അല്ല ടീച്ചറെ, നാളെ കുട്ടികൾക്ക് കൊടുക്കേണ്ടത് ആനിമൽസ് ആൻഡ് ദ ബേബീസ് എന്നൊരു കോൺസെപ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, നാളത്തേക്ക് അതൊന്ന് പ്രിപ്പയർ ആയിട്ട് വരാവോ എന്ന് പറയാണ്. അന്ന് ട്രെയിനിങ്ങിന് പോകുന്ന ആളാ, നല്ല ടെൻഷൻ ആയിരിക്കും, നല്ല എന്താ പറയാ, ഒരു പ്രിപ്പയർഡ് ആയിട്ടൊക്കെ പോണ്ടല്ലേ. അതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ വന്ന് എന്തൊക്കെ സെറ്റിങ്സ് ആയിരിക്കും ചെയ്യാ നാളേക്ക്? ചാർട്ടില് പിക്ചർ ഒട്ടിക്കാം. ഓക്കെ, വെരി ഗുഡ്. അത് പറഞ്ഞു കൊടുക്കും. പിന്നെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവുമല്ലോ, പൂച്ച കുഞ്ഞിനൊക്കെ എന്തായാലും മക്കളെ കണ്ടിട്ടുണ്ടാവുമല്ലോ, അതൊരു എക്സാമ്പിൾ ആക്കി പറഞ്ഞു കൊടുക്കാം. പിന്നെ കൗലാന്റെ അത് പറഞ്ഞു അങ്ങനെയൊക്കെ. വെരി ഗുഡ്. Then വേറെന്താ, വേറെന്താ, കഴിഞ്ഞു? ഏതെങ്കിലും ഒരു ടീച്ചറോ സ്റ്റുഡന്റോ സ്കൂളുണ്ടെങ്കിൽ പിന്നെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഒക്കെ കൊടുക്കാലോ അല്ലെ മിസ്സി? ആക്ടിവിറ്റീസ് കൊടുക്കാം. വാട്ട് കൈൻഡ് ഓഫ് ആക്ടിവിറ്റീസ്? ഞാൻ പറഞ്ഞു കൊടുക്കും. മാച്ച് ദ ഫോളോയിങ്. വെരി ഗുഡ്. മാച്ച് ദ ഫോളോയിങ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് വേ. അത് നല്ലൊരു വഴിയാണ് നമുക്ക് എന്തെന്ന് പറയുന്നത്, മാച്ച് ദ ഫോളോയിങ് എന്ന് പറയുന്നത്. ലൈക്ക് ഇപ്പുറത്ത് മോംസിനെ വരക്ക്, ഇപ്പുറത്ത് കിഡ്സിനെ വരക്ക്, ആ ഒരു ബേബീസ് ലൈക്ക് അങ്ങനെ കൊടുക്കാം. നല്ലൊരു ആക്ടിവിറ്റി ആണ്. മറ്റൊന്ന് എന്ത് കൊടുക്കാം? മറ്റൊന്ന് വഴി കാണിച്ചു കൊടുക്കാം. അല്ലെ, അമ്മക്ക് കുഞ്ഞിന്റെ അടുത്തേക്ക് എത്തണം. ഓക്കെ, അത് ഭയങ്കര എഫക്റ്റീവ് ആയിരിക്കും. അപ്പൊ ആ കുട്ടിക്ക് പഠിക്കാൻ, അതപ്പോ നിങ്ങൾ വെറുതെ കൊടുത്തിട്ട് അങ്ങ് പോവാന്നുള്ളതല്ല. എന്ത് ചെയ്യാം, ഇപ്പൊ കാറ്റ് കിച്ചൺ അല്ലെ, അതാണെന്നുണ്ടെങ്കിൽ ഈ കാറ്റിന് എങ്ങനെ കിച്ചന്റെ അടുത്ത്, കിച്ചന്റെ അടുത്ത് എങ്ങനെ കാറ്റിന്റെ അടുത്ത്, കാറ്റ് പാവല്ലേ കിച്ചന്റെ അടുത്ത്, ഇങ്ങനെ കാറ്റ് കിച്ചൺ ആ കുട്ടി കേൾക്കണം, കേട്ടോണ്ടിരിക്കണം. അതാ നമ്മുടെ ഉദ്ദേശം. ഈ വഴി കാണിച്ചു കൊടുക്കലല്ല. നമുക്കറിയാം ഇത് കുട്ടിക്ക് പഠിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ മൈൻഡിൽ ഇവിടെ. പലപ്പോഴും ടീച്ചേഴ്സ് എന്താ ചെയ്യാ, ഈ കുട്ടി എങ്ങനെയെങ്കിലും അവിടെ എത്തിച്ചാൽ മതിയെന്നായിരിക്കും നമ്മുടെ മൈൻഡിൽ ഉണ്ടാവുക. അത് മണ്ട ടീച്ചർമാരാ. നമ്മുടെ ഉദ്ദേശം അവിടെ എത്തിക്കുക എന്നുള്ളതല്ല, ഈ കുട്ടിക്ക് ഈ ഒരു കോൺസെപ്റ്റ് കിട്ടുക എന്നുള്ളതാ. മനസ്സിലായില്ലേ? എങ്ങനെ, ഇതമ്മ, ഇത് കുഞ്ഞ് അല്ലെ, കാറ്റ് ആൻഡ് കിച്ചൺ. നീ കുടിച്ചു കഴിഞ്ഞാൽ ഇത് മാൻ കൊടുക്കുക. കക്കെ വെച്ചു കൊടുത്താൽ വേഗം കുടിക്കും. സോറി. ഓക്കെ, സൂം യൂസർ ആരാണ്? സൂം യൂസർ എന്ന് പറയാൻ എനിവേ പറഞ്ഞു വന്ന എന്തായിരുന്നു? ഓക്കെ, ഈ രീതിയില് വഴി കാണിച്ചു കൊടുക്കാം. പിന്നെ പസിൽ പോലെ, പസിൽ ലൈക്ക് നമ്മള് പസിൽസ് ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കുന്ന ലൈക്ക് അങ്ങനൊരു സംഭവം ഉണ്ട്. പോയോ? ക്ലാസ്സിലാ ദീദി വിളിക്കാം, ക്ലാസ് കഴിഞ്ഞിട്ട് വിളിക്കാം. ചക്കര വാവാ, ബൈ. ക്ലാസ്സിലാവും മിക്ക. ഞാൻ ഷഹാനന്റെ സർപ്രൈസിനായിട്ട് വെയിറ്റ് ചെയ്യും. പേജ് നമ്പർ എത്രയാ? പ്രത്യേകിച്ചൊന്നും ഇല്ലടാ. പിന്നെ അവിടെ ടീച്ചറായിട്ട് ജോയിൻ ചെയ്യുന്നതായിരിക്കും. പേജ് നമ്പർ എത്രയാ? അത് ലാസ്റ്റ് ആണടാ, ആ 5th ചാപ്റ്ററിൽ നമ്മുടെ ടെക്സ്റ്റിനെറ്റ് ലാസ്റ്റിലേക്കുള്ള പോർഷനാ അല്ലേ? അങ്ങനെ തന്നെയല്ലേ എന്റെ ഇല്ല? ഹലോ, കേൾക്കാലോ അല്ലെ? അപ്പൊ ഈ രീതിയിൽ പസിൽസ് പോലെ സെറ്റ് ചെയ്യാം. പസിൽസിന് ഓരോന്നിനും ഓരോ ഷേപ്പ് കൊടുക്കാം. ലൈക്ക് ഇങ്ങനെ സിഗ്സാഗ് പോലെ ഒന്നിന് കൊടുക്കാം, അതിന് മാച്ച് ആയിട്ട് സിഗ്സാഗ് പോലെ അതിന് കുഞ്ഞിന് കൊടുക്കാം, കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. മറ്റൊന്ന് ഇങ്ങനെയൊക്കെ ആയിട്ട് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിന് പസിൽസ് പോലെ ചെയ്തു കൊടുക്കാം. അതിന് ഇതെല്ലാം ഓരോ പീസ് ആക്കിയിട്ട് കുട്ടികളെ കൈ കൊടുക്കാം. ദെൻ ഇതെന്ത് ചെയ്യണം, ഇവരെ കണക്ട് ചെയ്യണം. മനസ്സിലാകുന്നുണ്ടോ പറയുമ്പോ? ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇങ്ങനെ ഞാൻ പറഞ്ഞൊന്നും അങ്ങനെ പഠിപ്പിക്കലല്ല. എന്റെ എന്താ പറയാ, എന്റെ ഏരിയ അല്ല പഠിപ്പിക്കുന്നത്, എങ്ങനെയാ നിങ്ങൾക്ക് പറഞ്ഞു തരാന്നുള്ളത്. പക്ഷെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഹെൽപ്പ് ആവുന്നതായിരുന്നു. ഒരാൾ ചോദിച്ചു എന്ത് ചെയ്യണം മിസ്സേ എന്നുള്ള കാര്യം. അപ്പൊ ഞാൻ പറയുമ്പോ നിങ്ങള് ഒരു നോർമൽ ടീച്ചറെ പോലെ
ലൈക്ക് ഒരു കോൺസെപ്റ്റ് കൊടുക്കാൻ ജസ്റ്റ് ഒരു സോങ് അതുപോലെ ഒരു സ്റ്റോറി കൊണ്ട് മാത്രം പോവരുത്. ഓക്കെ, ഒരു ഇത് മാത്രമായിട്ട് പോവരുത്. എന്തും കൂടെ വേണം ഇതുപോലുള്ള കുട്ടികൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കൊടുക്കുക. അത് ഭയങ്കര സൂപ്പർ ആയിരിക്കും, മക്കൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട്. മനസ്സിലായില്ലേ? അങ്ങനെയൊക്കെ ചെയ്യുക, കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആരും എന്റെ അടുത്ത് ചോദിച്ചു, മിസ്സേ കുട്ടികളുടെ ഈ പെൻസിൽ ഗ്രിപ്പ് ലൈക്ക് ആ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം? ആദ്യമൊക്കെ അവർക്ക് ഒരു ഇൻട്രസ്റ്റ് വരണം അല്ലെ, നല്ലൊരു ഇഷ്ടം വരണം അല്ലെ. ജസ്റ്റ് ബോർഡില് തിരിഞ്ഞു നോക്കിയിട്ട് സർക്കിളൊക്കെ വരക്കാൻ വേണ്ടി പറയാം. ആരുടെയാണ് കറക്റ്റ് സർക്കിൾ ആവുന്നേ? ഓക്കെ, സർക്കിൾ അവിടെ കുട്ടിക്ക് സർക്കിൾ എന്നുള്ള കോൺസെപ്റ്റും കിട്ടി. പിന്നെ എന്ത് കിട്ടുന്നുണ്ട്? കുട്ടിക്ക് പെൻസിൽ ഗ്രിപ്പ് അതുപോലെ ആ സാധനങ്ങളൊക്കെ സ്റ്റാർട്ടിങ്ങിൽ കിട്ടും. വെറുതെ കുട്ടികൾ ഓരോ ആളെ കൊണ്ട് നല്ല രസമായിരിക്കും, അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. കാണാതെ വരക്കുക, ആരതാണ് അടിപൊളി ആവാ, കറക്റ്റ് സർക്കിൾ ആവാന്നൊക്കെ ഉള്ളത്. ഒരാളെ വിളിച്ച എന്താ? ക്ലാസ് ഒന്നായിട്ട് വരും മിസ്. ഞാനൊരു ലെറ്റർ എഴുതിപ്പിച്ച എനിക്ക് ലാസ്റ്റ് മിസ്സേ ഞാൻ എഴുതിയവരെന്നെ എന്റെ ലാസ്റ്റ് ആർക്കും കൊടുത്തില്ല. എന്ത് ചെയ്യണം പറയാം, അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ അടിപൊളി ഐഡിയ പരമായിട്ട് നീങ്ങണം. എല്ലാവർക്കും ഓരോ നമ്പർ കൊടുക്കുക. 1, 2, 3 അങ്ങനെ 10 സ്റ്റുഡൻസ് ആണ്. 10 നമ്പർ മിസ് വിളിക്കുന്ന നമ്പർ ആണ് വരണ്ടേന്ന് പറയാം. ഓക്കെ, മിസ് വിളിക്കുന്ന നമ്പേഴ്സ് വന്നിട്ട് ഇവിടെ സർക്കിൾ വരക്കണം. അങ്ങനെയൊക്കെ ചെയ്യണം. നമ്മൾ കുറെയൊക്കെ നമ്മൾ ചോക്ക് എടുത്താണ്ട് പോയാൽ മതി, ബോർഡിലേക്ക് പോയാൽ നമ്മളെ ബാക്കിൽ വരി കെട്ടിയിട്ടുണ്ടാവും. ഞാൻ അടുത്തെന്ന് അറിഞ്ഞോണ്ട് ശരിക്കും പറഞ്ഞാലില്ലേ, ഇത് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി ക്ലാസ് റൂം മാനേജ്മെന്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സിവിയിൽ എഴുതിയായിരുന്നോ? ആ സാധനമാണ് ഇപ്പൊ ഇല്ല നിങ്ങൾ പറയുന്നത് കേട്ടാ. അതാണ് വേണ്ടത്. ഈ കുട്ടികളെ കൈകാര്യം ചെയ്യുക, അതായത് അവരെ വിഷമിപ്പിക്കാണ്ട് വേദനിപ്പിക്കാണ്ട് ഇത് മാനേജ് ചെയ്യലാണ് ഒരു ടീച്ചറുടെ ഏറ്റവും വലിയ സ്കിൽ. ഈ ട്രെയിനിങ്ങിൽ നിങ്ങൾ അത് നേടിയെടുക്കണം. കാരണം നിങ്ങൾ സിവിയിൽ അത് എന്തായാലും കൊടുത്താലേ നിങ്ങൾക്ക് അത് ഹൈലൈറ്റ് ആയിട്ട് കിട്ടുള്ളൂ. മനസ്സിലായില്ലേ? ക്ലാസ് റൂം ഈ മിസ്സാണോ വലിയ ക്ലാസ് റൂം മാനേജ്മെന്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് വന്നേ, വലിയ മൂലം പോലെ തായിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിക്ലറേഷൻ വരെ കൊടുത്തിട്ടുണ്ട്, ഇതൊക്കെ സത്യമാണെന്നും പറഞ്ഞിട്ട്. അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങൾ കറക്റ്റ് ക്ലാസ് റൂം മാനേജ്മെന്റ് ആണ് ഈ ഒരു ട്രെയിനിങ്ങിലൂടെ കാര്യമായിട്ട് നിങ്ങൾ പഠിക്കേണ്ട സാധനം കേട്ടോ. അതായത് ഞാൻ പറഞ്ഞ മെത്തേഡ് ഒന്ന് അപ്ലൈ ചെയ്യാം, ശരിയാകുന്നില്ലെങ്കിൽ വേറെ മെത്തേഡ്സ് നിങ്ങൾ കണ്ടെത്താം. ഓക്കെ, ആർക്കാണ് ഇപ്പൊ ആസിയയും ഞാൻ ഒരുമിച്ച്, ഞാൻ ടീച്ചറാണ് ആസിയ സ്റ്റുഡന്റ് ആണ്. ആസിയക്കാണ് നാളെ ട്രെയിനിങ്ങിന് പോകേണ്ടത്, എനിക്കാണോ? അല്ല. അപ്പൊ ഈ പ്രശ്നത്തിന് സൊല്യൂഷൻ കാണേണ്ടത് എന്നെക്കാൾ ആവശ്യകത ആർക്കാണ്? ആസിയക്കാണ്. ഓക്കെ, ഇനിയിപ്പോ ഞാൻ ഇന്ന് ആസിയക്ക് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല, എനിക്കൊന്നും നേരിടേണ്ട ആവശ്യമില്ല. പക്ഷെ ഇത് ഫേസ് ചെയ്യേണ്ട ആളാരാ? ആസിയാണ്. അതുകൊണ്ട് ആസിയക്ക് പെട്ടെന്ന് സൊല്യൂഷൻസ് വരും. എന്താണ് ഇനി എന്ത് ചെയ്യണം, ഇങ്ങനെ കുട്ടികളെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വാട്ട് ഈസ് നെക്സ്റ്റ്. ഈ സാധനം എപ്പോഴും ടീച്ചറെ കയ്യിലുണ്ടായിരിക്കണം. വാട്ട് ഈസ് നെക്സ്റ്റ്, ഇത് കയ്യിൽ നിന്ന് പോകും, കുറെയൊക്കെ പോകും. അതായത് ആസിയൊക്കെ ചിലപ്പോൾ അടിപൊളിയായിട്ട് ചിലപ്പോൾ ഈ 1, 2, 3 മെത്തേഡ് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും, സക്സസ് ആവുമായിരിക്കും. അതേ സമയത്ത് ഈ സെയിം സാധനം ആർക്ക് സക്സസ് ആവില്ല? ജസീലാക്ക് സക്സസ് ആവണമെന്നില്ല. അപ്പൊ നിങ്ങൾ വേറെ എന്തെങ്കിലും മെത്തേഡ് കണ്ടുപിടിക്കുക. ഓക്കെ, അങ്ങനെ ചെയ്താണെങ്കിൽ നിങ്ങൾ അടിപൊളിയായിട്ട് ഇതാണ് ക്ലാസ് റൂം മാനേജ്മെന്റ്. നിങ്ങൾ പഠിക്കുന്നതിനേക്കാളും എന്താ വേണ്ടത്? ആദ്യം പഠിപ്പിക്കാൻ ആർക്കും പറ്റും. ഏതൊരു വീട്ടിലും ഉമ്മമാരെയും വിളിച്ചിട്ട് ഒന്ന് ഇവർക്ക് ABCD പഠിപ്പിച്ചു കൊടുക്കോ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ മക്കൾക്ക് ആൽഫബറ്റ്സ് പഠിപ്പിക്കാൻ ടീച്ചർ ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് പഠിപ്പിച്ചൂടെ? സൗണ്ട്സ് പഠിപ്പിക്കാൻ അറിയില്ലേ? അതിപ്പോ PPTDC എടുത്തോണ്ടാണോ അറിയുന്നേ? ആണോ? അതിനു മുന്നേ നമുക്കൊക്കെ അറിയാം. CAT CAT ആണ്, 1+3 ഇങ്ങനെ ഓരോന്നും നമുക്കറിയാം. ചെറിയ ബേസിക്സ് അറിയാത്ത ഒരു പാരന്റ്സ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ കാലഘട്ടത്തിൽ ഇല്ല. പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ അതുകൊണ്ട് ഒരു ടീച്ചർ എന്ന് പറയുന്നതിന് ഏറ്റവും വേണ്ട സാധനമാണ് എന്ത് ടീച്ചിങ് ആയിട്ട് അവര് ക്ലാസ് മാനേജ്മെന്റ് അതിന്റെ പേരിന് അങ്ങനെയാണ്, ക്ലാസ് റൂം മാനേജ്മെന്റ്. അത് നിങ്ങളൊക്കെ CV എടുത്ത് നോക്കിയോ, ചുമ്മാ ആരുടെയോ കോപ്പി പേസ്റ്റ് ചെയ്തതായിരിക്കും. ജസ്റ്റ് നോക്കി കഴിഞ്ഞാൽ അറിയാം, അതില് ഹൈലൈറ്റ് ചെയ്തിട്ട് എഴുതിയ സാധനമാണ് എന്ത് ഷാന? ക്ലാസ് റൂം മാനേജ്മെന്റ്. അതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലോണം വേണ്ടത്. നോക്കട്ടെ ആർക്കായിരിക്കും ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുക എന്നൊക്കെ ഉള്ളത്. നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ എന്നെ അറിയിക്കണം കേട്ടോ. അപ്പൊ ഇതാണ് ക്ലാസ് റൂം മാനേജ്മെന്റ്. ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് മെത്തേഡ്സ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഒരു സാധനം പഠിപ്പിക്കാൻ ഒരു 10 മെത്തേഡ്സ്, ഒരു A പഠിപ്പിക്കാൻ ഒരു 10 മെത്തേഡ്സ് എങ്കിലും കുറഞ്ഞത് പഠിച്ചിട്ട് പോകണം. എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും?
ഓക്കെ, ജസ്റ്റ് മുറ്റത്തൊക്കെ കുട്ടികളെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്ന സ്കൂളാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഇതാക്കാനൊക്കെ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ കുറച്ച് ബോട്ടിലില് വെള്ളം അല്ലെങ്കിൽ ഒരു മഗ്ഗിൽ ഒരു കപ്പില് വെള്ളം എടുത്തിട്ട് ഓരോ കുട്ടികളെയും ഇങ്ങനെ വെള്ളം കൊണ്ട് എഴുതിപ്പിക്കുക. ഭയങ്കര എഫക്റ്റീവ് ആണേ. വെള്ളം കൊണ്ട് നമ്മൾ ഉണങ്ങിയ തറയിൽ മീൻസ് സിമെന്റ് ഇട്ടതോ അല്ലെങ്കിൽ മണ്ണോ ആയിട്ടുള്ള തറയിലൊക്കെ വെള്ളം കൊണ്ട് എഴുതിപ്പിച്ചാല് ഭയങ്കര എഫക്റ്റീവാ. അതുപോലെ വെട്ടി ഒഴിക്കുക. എന്താ ശാല? ഇപ്പൊ ഫുള്ള് ടൈൽസ് ആണ് മിസ്സേ, അതൊന്നും ഇല്ല നമ്മൾ പഠിക്കുന്ന സമയത്ത് അതൊക്കെ. ഇപ്പൊ ആണല്ലേ, അതൊന്നും ഇല്ല. ശരി. അത് അകത്തല്ല ഞാൻ ഉദ്ദേശിച്ച, പുറത്ത് അല്ലെങ്കിൽ പ്ലേ ഗ്രൗണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇറക്കാനുള്ള പെർമിഷൻ ഉണ്ടെങ്കിൽ, ട്രെയിനിങ്ങിനൊക്കെ പോകുമ്പോൾ നമുക്ക് അത് കുറച്ച് റിസ്ക്കാ. ഞാൻ ക്ലാസ് എടുക്കും, നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പറയുക കേട്ടോ. അതുപോലെ കുട്ടിയുടെ അടുത്ത് പറയാ എന്തെങ്കിലും ഐറ്റംസ് വെച്ചിട്ട് ലൈക്ക് എയുടെ ബാക്ക്ഗ്രൗണ്ട് മീൻസ് ആ ഒരു ഔട്ട്ലൈൻ വരച്ചിട്ട് അതിൽ എന്തെങ്കിലും ഫില്ല് ചെയ്തിട്ടൊക്കെ കൊണ്ടുവരാൻ വേണ്ടി പറയാം വീട്ടിൽ നിന്ന്. ഓക്കെ, എന്തെങ്കിലും കടുകോ എന്താ ചായപ്പൊടിയോ. അപ്പൊ പാരന്റ്സ് പറയും ചിലപ്പോ ഇത് ഫുഡ് വേസ്റ്റ് ആക്കാൻ വേണ്ടി പറ്റില്ലല്ലോ, ഇപ്പൊ മൈദപ്പൊടിയോടെ കൊണ്ടൊക്കെ ചെയ്യാൻ വേണ്ടി. ഇപ്പൊ ബ്ലാക്ക് നിങ്ങൾ മാക്സിമം മൈദ വെച്ച് ചെയ്യാൻ വേണ്ടിട്ടൊക്കെ പറയാം കേട്ടോ. ലൈക്ക് ബ്ലാക്ക് പേപ്പറോ അല്ലെങ്കിൽ ഡാർക്ക് പേപ്പറിൽ മൈദ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി പറയാം. ഇത് പറയുന്നതിനെ കൊണ്ടുള്ള ഗുണം അവർ പറയുവാണ്, ഇപ്പൊ ഫുഡ് ഐറ്റംസ് വേസ്റ്റ് ചെയ്യാൻ പറ്റൂലല്ലോ എന്ന് പറയുവാന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ശരിക്കും ഇത് വേസ്റ്റ് ചെയ്യുവാണോ ചെയ്യുന്നേ? വേസ്റ്റ് ചെയ്യാണോ ചെയ്യുന്നത്? അല്ല. അല്ല. ഇത് കുട്ടിക്ക് ലൈഫ് ലോങ്ങിലേക്ക് നമ്മൾ ഫിക്സേഷൻ നടത്താനുള്ള കാര്യം ചെയ്യുന്നത്. ഇതിനേക്കാൾ നമ്മൾ കഴിച്ചാൽ എന്താ, അത് മൈദ കഴിച്ചാൽ നമുക്ക് ഗുണമാണോ, യൂസ്ഫുൾ അല്ല. ആണോ? അല്ല. അല്ല. പക്ഷെ ഈ കുട്ടിക്ക് ഇത് പഠിപ്പിച്ചാലോ അത് ബെറ്റർ ആണ്. ഈ ഒരു സംഭവം നിങ്ങൾക്ക് പാരന്റ്സിന്റെ അടുത്ത് പറയാം. അവിടെ ആരും ബബ്ബ അടിച്ചു പോവരുത്. മനസ്സിലായില്ലേ? മിസ്സേ മറ്റേ അപ്പൊ പാരന്റ്സ് ഒന്നായിട്ട് നമ്മളൊരു ബന്ധമില്ല. ഇത് ട്രെയിനിങ് അല്ലേടാ, ട്രെയിനിങ്ങിൽ ഒന്നും ഇല്ല. ഓക്കെ, ട്രെയിനിങ് നിങ്ങൾ പോകുന്നു ജസ്റ്റ് വരുന്നു അത്രേ ഉള്ളൂ. ചിലരൊന്നും ക്ലാസ് എടുക്കാൻ വരെ സമ്മതിക്കൂല, ജസ്റ്റ് നോക്കി നിന്നാ മതി എന്നൊക്കെ ആയിരിക്കും പറയാ. ഓക്കെ, ആ അപ്പൊ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തന്നെ വലിയ കിട്ടലാ. അങ്ങനെ ഓക്കെ, ഉണ്ടായിരുന്നു ഒരാൾ. ഒന്നാമത് എക്സാമിനോട് അടുത്ത് നിൽക്കുന്ന ടൈമാ അല്ലെ, ഡിസംബറിൽ എക്സാം ഒക്കെ വരുന്നോണ്ട് കുറെയൊക്കെ അവര് എന്താ പറയാ അതിനുള്ള പ്രിപ്പറേഷൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ വലിയ കിട്ടലാന്ന് മാത്രം വിചാരിക്കുക അല്ലെ. ഇപ്പൊ പ്രൈവറ്റ് സ്കൂൾസ് ആണെങ്കിൽ സെമസ്റ്റർ 1 അല്ലെ, ഫസ്റ്റ് സെമസ്റ്ററിന്റെ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് പലയിടത്തും, പിന്നെ സെക്കൻഡിലോട്ടേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. അങ്ങനെയൊക്കെ ആവുമ്പോൾ അവർക്ക് തരാനൊരു മടിയുണ്ടാവും മക്കളെ. നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ വലിയ ഹൈറാന്ന് വിചാരിക്കും ഈ ഒരു ടൈമിൽ കേട്ടോ. ഓക്കെ, എനിക്ക് കിട്ടില്ല. ഓക്കെ. അപ്പൊ ഒരു കുട്ടി കഴിഞ്ഞ വർഷം എന്ത് ചെയ്തു, എന്റെ അടുത്ത് പറഞ്ഞു മാം ഞാൻ ഇപ്പൊ ചെയ്യുന്നില്ല, എന്ത് ചെയ്തോളൂ ഞാൻ ഒരു ഫെബ്രുവരിയിലൊക്കെ ഞാൻ പോയിക്കോളാന്ന് പറഞ്ഞപ്പോ അപ്പോഴേ ഞാൻ പറഞ്ഞു കിട്ടൂല, ഫെബ്രുവരി ആരും തരൂല. അവർക്ക് എക്സാമിലേക്കുള്ള റിവിഷനോ അതും ഇതൊക്കെ പോകുന്ന സമയമാണ്, റഷ് ആയിട്ടിരിക്കുന്ന ടൈമിൽ നമുക്ക് തരാൻ അവർക്ക് ധൈര്യം കാണൂല. എങ്ങനെയെങ്കിലും അവരുടെ സബ്ജക്ട് സക്സസ് ആക്കണം എന്നായിരിക്കും അവർക്ക് ഉണ്ടാവും. അപ്പൊ നിങ്ങളൊരു ബിഗിനറാ, നിങ്ങൾ എന്താന്ന് അവർക്ക് അറിയില്ലല്ലോ. എന്നിട്ട് ആ കുട്ടിയെ അവിടെ ഇരുത്തുക ചെയ്തേ. ക്ലാസ് എടുക്കണ്ട, നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ക്ലാസ് എടുക്കാണ്. 15 ദിവസം പോയി നോക്കാൻ മാത്രമേ പറ്റിയിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് കിട്ടിയതിന് ഒരു ചാൻസ് ആയിട്ട് കണ്ടിട്ട് മാക്സിമം നിങ്ങൾ ഇപ്പൊ ഞാൻ പറയുമ്പോൾ നിങ്ങൾ പഠിക്കേണ്ടത് എന്താ, ക്ലാസ് റൂം മാനേജ്മെന്റ്. നിങ്ങളുടെ ഉള്ളിൽ വേണ്ടത് നിങ്ങൾ പഠിക്കാൻ ഇനി ബാക്കിയുള്ള ഒറ്റ സാധനമേ ഉള്ളൂ, എന്ത്, ക്ലാസ് റൂം മാനേജ്. അത് നമുക്ക് ഓൺലൈനിൽ നിങ്ങൾക്ക് തരാൻ വേണ്ടി പറ്റൂല അല്ലെ. ഇപ്പൊ ഓൺലൈനായിട്ട് ഞാൻ ഇപ്പൊ ബാസില നാളെ കുട്ടികളെ നല്ലോണം ഇതാക്കി മാനേജ് ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് പറയാനല്ലാണ്ട് കാണിച്ചു തരാൻ പറ്റൂല ഓൺലൈൻ ആയതുകൊണ്ട്. ഇനിയിപ്പോ ഓഫ്ലൈൻ ആണെങ്കിൽ നമുക്ക് അത്ര പോസിബിൾ അല്ല. ഈ സാധനമാണ് നിങ്ങൾ ഈ ട്രെയിനിങ്ങിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധനം. അതേസമയം നിങ്ങളുടെ മൈൻഡിൽ വേറെ ഒന്ന് വേണ്ടത് എന്താ, നിങ്ങളുടെ മാക്സിമം ലെവൽ കാണിച്ചു കൊടുക്കുക എന്നുള്ളത് നിങ്ങളുടെ രണ്ടാമത്തെ ടാസ്ക്. ഒന്നാമത്തെ ടാസ്ക് മാനേജിങ് പഠിക്കുക, രണ്ടാമത്തെ ടാസ്ക് നിങ്ങളുടെ ബെസ്റ്റ് വേർഷനെ കാണിച്ചു കൊടുക്കുക. മനസ്സിലായില്ലേ? ഓക്കെ, ഇതൊക്കെ അപ്ലൈ ചെയ്യുന്നവർക്ക് സക്സസ്, അല്ലാത്തവർക്ക് ഇങ്ങനെ നോക്കിയിരിക്കാം. ഓക്കെ ഓക്കെ. അതുപോലെ നിങ്ങൾ ഭയങ്കര സീരിയസ് ക്യാരക്ടർ, നിങ്ങൾക്ക് ഇതുവരെ സീരിയസ് ക്യാരക്ടർ ആ ഒരു ഫേസ് അങ്ങനെയാണ്, ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഒക്കെ ഒരിക്കലും ഒരു ഇത് വരാത്ത ആൾക്കാരുണ്ടാവും, ഒരഴവില്ലാത്ത, അത് അവരുടെ പ്രശ്നമല്ല. അവിടെ ലൈഫിലെ സിറ്റുവേഷൻസ് ആയിരിക്കും അവർ അങ്ങനെ ആക്കിയിട്ട് ഭയങ്കര ഒരു ബോൾഡ് ഇങ്ങനെ നിൽക്കുള്ളൂ. എന്ത് പറഞ്ഞാലും എല്ലാവരും എടുത്ത് നോക്ക്, കുട്ടികളോടെല്ലാം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏടെ എത്തൂല. നിങ്ങൾ അവിടെ ഇരുന്ന ടീച്ചർ ആവാൻ വേണ്ടി പറ്റും നിങ്ങൾക്ക്. ഒരു നോർമൽ ടീച്ചറായിട്ട് എന്നും തുടരേണ്ടി വരും. ഒരു അടിപൊളി ടീച്ചർ ഉണ്ടാവില്ലേ കുട്ടികൾക്ക്, പാരന്റിനെ പോലെ, ചിലപ്പോ അതിനേക്കാൾ അടിപൊളി. അയ്യോ എത്ര രസമായിരിക്കും അല്ലെ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാ, അങ്ങനെ ഒരു ടീച്ചർ ആവാനായിരിക്കണം നിങ്ങളുടെ മൈൻഡിൽ സെറ്റ് ആക്കണ്ടേ കേട്ടാ. എപ്പോഴും ബെസ്റ്റ്. അങ്ങനെയൊക്കെ ആയിരുന്നു പ്ലാനേ. അതിനൊക്കെ പ്രിപ്പയർ പോയല്ലോ ഞങ്ങളിൽ പലരും. പക്ഷെ സ്കൂളിൽ എത്തിയതോട് കൂടെ അതൊക്കെ സൗണ്ട് ഒന്നും ഇല്ല, മാനേജ് ചെയ്യാൻ ഭയങ്കര പ്രയാസം.
അതാ ഞാൻ പറഞ്ഞേ, അതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഈ സൗണ്ട് ഒക്കെ സെറ്റ് ചെയ്യാനും എവിടെ മോഡുലേഷൻ കൂട്ടണം, എവിടെ കുറക്കണം. യെസ്, ശരിക്കും നിങ്ങളുടെ തൊണ്ടയുടെ എന്ത് പൊട്ടും ആ മാക്സിമം ലെവൽ പുറത്തു പോകും. അതെന്ന് വെച്ചാല് അതാണ് മാനേജിങ്. അതിനെ എങ്ങനെ ആ തൊണ്ട പൊട്ടാതെ എങ്ങനെ സെറ്റ് ആക്കാം. അപ്പൊ നിങ്ങൾ ആദ്യത്തിൽ അതിനൊരു ബുദ്ധിമുട്ട് വരുമ്പോ നിങ്ങളെ പുതിയ സൊല്യൂഷൻ കാണൂലേ, എന്ത് ചെയ്യാം. യെസ്, ഇതാണ് നിങ്ങൾ പഠിക്കേണ്ട സാധനം. ഇതിനാണ് നിങ്ങൾ ട്രെയിനിങ്ങിന് വിടുന്നത് കേട്ടാ. ഓക്കെ, നിങ്ങളൊക്കെ അടിപൊളി ടീച്ചറാണ് നമുക്കറിയാം. പക്ഷെ ഈ മാനേജ്മെന്റ് ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. Okay. പക്ഷെ മിസ്സേ, ഞാൻ പോയ സ്കൂളിലില്ലേ LKG ആ. UKG എടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ LKGയിലെ ടീച്ചറും UKGയിലെ ടീച്ചറും അത്ര വലിയ സൗണ്ടിൽ എടുക്കുന്നില്ല. അപ്പൊ ഞാൻ വലിയ സൗണ്ടിൽ എടുക്കുമ്പോ കുട്ടികളെ പറയാ ചെവി പൊട്ടുന്ന മിസ്സേ, ഒന്ന് സൗണ്ട് കുറക്ക്. അത് പഠിച്ച് അത് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഇത് വരുന്ന കേട്ടോ. എല്ലാരും സൗണ്ട് എടുത്തിട്ട് തൊണ്ട പൊട്ടിന്നാ പറയാ. ഓക്കെ, കൊള്ളാം. അപ്പൊ ഓക്കെ, ഞാൻ എനിക്ക് മിസ്സിനോട് ഇതുപോലെ ചോദിച്ചു, ആ മിസ്സിനോട് ചോദിച്ചു എന്റെ സൗണ്ട് ഓവർ ആകുന്നുണ്ടോ എന്ന്. പറയില്ല, കുഴപ്പമില്ല, കുട്ടികൾ നമ്മളിങ്ങനെ ചെറുങ്ങനെ എടുത്തോണ്ട് അങ്ങനെ ശീലായി പോയതുണ്ടാന്ന് പറഞ്ഞേ. അടിപൊളി. ഞാനല്ലേ, ഞാൻ പൊതുവെ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുമ്പോ ഡോറെല്ലാം അടച്ച് പൂട്ടിയിട്ടായിരിക്കും ക്ലാസ് എടുക്കാം. ഒന്നാമത് എന്റെ ഉമ്മ പറയും, പൊതുവെ ഇങ്ങനെ അപ്പുറത്തെ വീട്ടിലെ പട്ടിന്റെ സൗണ്ട് കൊണ്ട് ശല്യം എന്നെല്ലാം പറഞ്ഞായിരിക്കും പഞ്ചായത്ത് പോയിട്ട് പരാതി കൊടുക്കാം. അപ്പുറത്തെ കുട്ടിനെ കൊണ്ട് ഭയങ്കര ശല്യം എന്ന് പറഞ്ഞിട്ടായിരിക്കും പരാതി കൊടുക്കാതെ എന്റെ ഉമ്മ പറയും. അത്ര ഒച്ചത്തില് ഞാൻ ക്ലാസ് എടുക്കാം. ഉമ്മ അറിഞ്ഞാ നിന്റെ ഇതെല്ലാം കഴിയുമ്പോഴേക്ക് ഞാൻ മിക്കവാറും ടീച്ചർ ആവുന്നു. ഉമ്മ അപ്പുറത്ത് ക്ലാസ് കേൾക്കുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു സംഭവം. സൗണ്ട് വേണം. സൗണ്ട് ഇല്ലായ്മയും സൗണ്ട് ഉള്ളതും ക്ലാസ് രണ്ട് ടൈപ്പാ. മനസ്സിലായില്ലേ? നല്ലോണം കൺവേ ആവും നമ്മൾ സൗണ്ട് എടുത്ത് ക്ലാസ് എടുത്താല്. ഇതേ സമയം സൗണ്ട് കുറഞ്ഞ, അതായത് ഞാനിപ്പോ നിങ്ങൾക്ക് ഓക്കെ, നമ്മൾ സൗണ്ട് കുറയുന്നതിനനുസരിച്ച് നമ്മുടെ ആക്റ്റീവ്നെസ് കുറയും. മനസ്സിലായില്ലേ? സൗണ്ട് കുറയുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? ആക്റ്റീവ്നെസ്സും കുറയും. അപ്പൊ ആക്റ്റീവ് ആയിട്ട് ഫുൾ എനർജറ്റിക് ആയിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ രാത്രി വന്നിട്ട് കിടന്ന് ഉറങ്ങിയോ? നിങ്ങൾ ടയർഡൊക്കെ തീർത്തോ? പക്ഷെ LKG UKGയിലൊക്കെ നല്ല ആക്റ്റീവ് ആയിട്ട് ക്ലാസ് എടുത്താൽ തന്നെ ഉള്ളൂ നല്ലോണം കുട്ടികൾക്ക് ഉറങ്ങാൻ മനസ്സിലാവാം. പറ്റുന്നില്ല. ടീച്ചിങ് എയ്ഡ്സ് എല്ലാം ഉണ്ടാക്കണ്ടേ? Wow, great. പിറ്റേന്ന് ലേക്കുള്ളതാ. ഞാൻ പറഞ്ഞിട്ടില്ലേ, ആരെ പറഞ്ഞത്? നമ്മുടെ APJ അബ്ദുൽ കലാം പറഞ്ഞിട്ടുണ്ട് അല്ലെ, നിങ്ങളുടെ ഡ്രീം എന്ന് പറയുന്നത് എന്താ വരുത്? ഉറക്കി കാണുന്ന സ്വപ്നം അല്ല നിങ്ങളുടെ സ്വപ്നം. ഏതാ? നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നതായിരിക്കണം നിങ്ങളുടെ സ്വപ്നം അല്ലേ? അതല്ലേ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നേ? അതാണ് സത്യം. ടീച്ചിങ് എയ്ഡ്സ് ഉണ്ടാക്കണം, പിന്നെ ലെസൺ പ്ലാൻ എഴുതിയിട്ട് കൊണ്ടുപോകണം. എന്റെ ഒക്കെ ഉണ്ടല്ലോ. ആ ഒരു ടൈം എന്ന് പറയുമ്പോ ഞാൻ ബാത്റൂമിൽ കുളിച്ചോണ്ടിരിക്കുമ്പോ ആലോചിക്കും, നാളെ എന്ത് കൊടുക്കാം. ഓക്കെ, എന്ത് കിട്ടിയാലും ഇത് വെച്ചൊരു ഇത് കൊടുക്കാം. ഇന്റെ അവസ്ഥ തന്നെയാണ്. ഉറങ്ങിയൊരടക്കും ഉറങ്ങിയതിനു ശേഷം ആലോചിക്കും, ആലോചന നാളത്തെ എന്താന്നുള്ളത്. അപ്പൊ ഇന്നലെ നീച്ചാ 2 മണിക്കാട്ടോ ഉറങ്ങിയത്. പലപ്പോഴും ഞാൻ എന്ത് ചെയ്തു, എനിക്ക് കുട്ടികൾക്ക് ബ്ലാക്ക് കളർ എങ്ങനെയെങ്കിലും ബ്ലാക്ക് വൈറ്റ് ആ കളർ കോൺസെപ്റ്റ് കൊടുക്കണം. ഡേ സെലിബ്രേഷൻ ഒക്കെ കൊടുക്കുന്നുണ്ട്. അതൊന്നും കുട്ടികൾ അത്ര ക്യാച്ച് ചെയ്യുന്നില്ല. 2 വയസ്സുള്ള മക്കളല്ലേ. ഞാൻ എന്ത് ചെയ്തു എന്നറിയോ? ഞാൻ കുറെ ആലോചിച്ച് എന്ത് ചെയ്യാൻ. ഓൺലൈൻ ആണ്. അതാ നിങ്ങളെ പോലെ ഓഫ്ലൈൻ ആവുമ്പോൾ നമുക്ക് ഈസിയാ. ഓൺലൈൻ ആവുമ്പോൾ ഭയങ്കര റിസ്ക് ആ കുട്ടിക്ക് ഫിക്സേഷൻ കൊടുക്കാനായിട്ട്. അപ്പൊ എനക്കാണെങ്കിൽ പെർഫെക്ഷനിസം എന്ന് പറഞ്ഞ പ്രാന്ത്. ഞാൻ പഠിപ്പിച്ച കുട്ടിയെ കിട്ടിയില്ലെങ്കിൽ അവർ ഉമ്മാനെക്കാളും വിഷമം എനക്കായിരിക്കും. ഓക്കെ, അപ്പൊ എന്താക്കി, ആദ്യം കുട്ടികൾക്ക് ബ്ലാക്ക് കാണിച്ചു കൊടുത്തു. ഞാൻ കുറെ ആലോചിച്ച്, എന്നിട്ട് എന്റെ മോളെ കൊണ്ട് ഞാൻ ചെയ്യിച്ച്. ആദ്യം ഒക്കെ ഒരു ബ്ലാക്ക് കളർ ഐറ്റം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഈ കളറിലുള്ള ഇതാണ് ബ്ലാക്ക് 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 എന്ന് കുറെ പറഞ്ഞിട്ട് എന്ത് ചെയ്തു, മോൾ ഇതേ കളറിലുള്ള കുറെ ഐറ്റംസ് 10 എണ്ണുമ്പോഴേക്ക് എത്ര ഐറ്റംസ് കൊണ്ടുവെക്കും നോക്കട്ടെ ബ്ലാക്ക് കളറിൽ. അപ്പൊ ഓൾ ഓരോന്ന് എടുക്കുമ്പോൾ ഞാൻ ബ്ലാക്ക്, യെസ് ബ്ലാക്ക് ബ്ലാക്ക്, അങ്ങനെ ഇങ്ങനെ ഒക്കെ ബ്ലാക്ക് ബ്ലാക്ക് എന്നുള്ളത് കേൾപ്പിച്ചുകൊണ്ട് നിന്നു. ഓള് കണ്ടുകൊണ്ട് നിന്നു. ഓക്കെ, അങ്ങനെ എനിക്ക് മനസ്സിലായി ഇത് ക്ലാസ്സിൽ അപ്ലൈ ചെയ്യാം. ഞാൻ കുട്ടിയെടുത്ത് പറഞ്ഞു, ഞാനിത് ഇത്ര ടൈം വേണ്ടുമ്പോഴേക്കും മിസ്സിന്റെ മക്കളെ എത്ര കളർ എത്ര ഐറ്റംസ് കൊണ്ടുവരുന്നുള്ളത്. അതായത് ഒരു മിനിറ്റ്, ടാലന്റ് തീരാറായിടോ? ടേല പോയാ? ഓക്കെ, അതായത് അതുപോലെ ഞാൻ ഹിന്ദി ക്ലാസ് എടുത്ത് കൊടുക്കും കേട്ടോ. ബേസിക്സ് കൊടുക്കും. ബേസിക്സ് കൊടുത്തിട്ട് എന്താ പറയാ, ഭയങ്കര റിസൾട്ട് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം. കാരണം എന്താ വെച്ചാല് അബ്രോഡിലുള്ള ഒരു വലിയ ടീച്ചറെ മോള് ഉണ്ടായിരുന്നു എന്റെ ഒരു സ്റ്റുഡന്റ്, ഹിന്ദി ബേസിക്സ് പഠിക്കാനായിട്ട്. ഓക്കെ, അപ്പൊ അബ്രോഡിലുള്ളവർക്ക് അറിയാം ഈ നെസ്റ്റോല് അവിടെ ഇവിടെയൊക്കെ വലിയ ഇങ്ങനെ പ്രോഗ്രാംസ് ഉണ്ടാവും. മലയാളി മങ്ക എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം കേട്ടോ. ഈ കുട്ടിക്ക് ഞാൻ ആകെ 15 ദിവസമേ ക്ലാസ് എടുത്തിട്ടുള്ളൂ. ഓക്കെ, ഞാൻ ഹിന്ദി വെള്ളം പോലെ ആക്കി കൊടുത്തിട്ടുള്ളൂ. എവിടെ പോയാലും ഇപ്പൊ ഹിന്ദി ഏറ്റവും ഫേവറേറ്റ് സബ്ജക്ട് എന്ന് പറയും. അപ്പൊ അവിടുന്ന് സ്റ്റേജിൽ നിന്ന് ചോദിച്ചു കേട്ടോ, ആരാണ് ഏത് സബ്ജക്ട് അല്ല ആരാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചർ എന്ന് ചോദിച്ചപ്പോ ഈ പാരന്റ് വിചാരിച്ച് ഈ പാരന്റിനെ പറയുന്നുള്ള. കുട്ടി എന്നും ടീച്ചറായിട്ട് കാണുന്ന പാരന്റിനല്ലയോ, അവരിങ്ങനെ ആകാംക്ഷയുടെ എന്റെ പേരിപ്പൊ പറയുന്ന വിചാരിച്ചപ്പോ ഈ കുട്ടി പറഞ്ഞത് ഷഹാന മിസ് എന്നാ. ഓക്കെ, അപ്പൊ എനിക്ക് ഭയങ്കര ഭയങ്കര
ടച്ചിങ് ആയിട്ടുള്ള സംഭവം. 15 ദിവസത്തെ ക്ലാസ് കൊണ്ട് അല്ലെ ആ കുട്ടിയായിട്ടുള്ള ഒരു ബോണ്ടിങ് അത്. അപ്പൊ ഇതാണ് നിങ്ങൾക്ക് പഠിപ്പിക്കുക എന്നതിലുപരി അവരിലുള്ള ഒരു സ്ഥാനം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നിങ്ങളുടെ ഒരു വലിയ എന്തായിരിക്കണം ഗോൾ ആയിരിക്കണം. ഓക്കെ, അപ്പോ ഇതാണ്. കാലം ചോദിച്ചാൽ ഈ കുട്ടി എന്ത് പറയണം? മൈ ഫേവറേറ്റ് മിസ്സസ് ബാസില അല്ലെങ്കിൽ മൈ ഫേവറേറ്റ് മിസ്സസ് റിസാന, ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് കുട്ടി സെറ്റ് ആണ്. മനസ്സിലായില്ലേ? മനസ്സിലായോ? ആയി എന്ന് വിചാരിക്കുന്നു. ശരി, ഞാൻ വലിയ ഷോളെല്ലാം ഇട്ടിട്ട് വരുമ്പോ ഇനിയിപ്പൊ നിങ്ങൾ വിശ്വസിക്കുന്നൊന്നുമില്ല. നിങ്ങളുടെ അടുത്ത് തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം പിടിക്കപ്പെട്ടത് അല്ലല്ലേ? ഞങ്ങളൊക്കെ കൂതറ ലുക്കില മിസ്സേ. അല്ലടാ, ഞാൻ ടീഷർട്ട് ഇട്ടാലായിരിക്കും മിക്കവാറും ഷോളൊക്കെ. നിങ്ങൾ എനിക്ക് അടിപൊളി ചുരിദാറും ഷോളെല്ലാം ഇപ്പൊ മനസ്സിലായി. നിങ്ങളല്ലല്ലേ ഏതോ ഒരു ബാച്ചിൽ നമ്മളൊക്കെ കരുതി മിസ് എവിടെയോ പോവാൻ വേണ്ടി ഒരുങ്ങിയതാണ്. കുറച്ച് ഞാൻ മനസ്സിലാക്കിയ ടീഷർട്ട് എന്റെ ഹസ്ബൻഡ് മിസ്സേ വൈഫ് കോട്ടിന്റെ കൂടെ ലുങ്കി ഇട്ട പോലെ ആയല്ലോ മിസ്. എന്റെ മോളെ ഇതൊക്കെ നമുക്ക് നടന്ന കഥയാട്ടോ. മിസ്സേ എല്ലാ ടീച്ചേഴ്സും ഈ ലുക്കിലാ വരവ്. ഒരു ഷാൾ ഇട്ട് എല്ലാം റെഡിയായി, പക്ഷെ അതിന്റെ പുറത്തുള്ള കോമഡി കേൾക്കണോ? എനിക്ക് വലിയൊരു അടിയിലൊന്നും ഇല്ല അല്ലേ മിസ്സേ? മിസ് ഏതോ ഒരു സെഷൻ ആട്ടോ, ഏതോ ഒരു സെഷൻ, മെയിൻ സെഷൻ ആവുമ്പോ നമ്മൾ കോട്ട് നിർബന്ധമായിട്ട് ഇടണം. എനക്കാണെങ്കിൽ ഈ സെഷൻ ഉള്ളതേ ഓർമ്മയില്ല. ഞാൻ ഈ ക്ലീനിങ് ടൈമിൽ ഉമ്മാന്റെ മാക്സി എടുത്തിടും. എല്ലാവർക്കും ഉള്ള സ്വഭാവമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഉമ്മാന്റെ അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട്. എനിക്ക് സ്വന്തമായിട്ടുള്ള മാക്സി ഇല്ല, ഞാൻ ഉമ്മാന്റെ എടുത്തിടാം. അപ്പൊ എന്തായിരിക്കും എന്റെ കോലം ഞാൻ ഊഹിക്കാലോ. അപ്പൊ എന്താ, ഉമ്മാന്റെ നൈറ്റ് എടുത്തിട്ട് പെട്ടെന്ന് ക്ലാസ്, അതിന്റെ ഉള്ളിൽ കോട്ട്. ഉമ്മ പറഞ്ഞു ഞാൻ ഇപ്പൊ ഫോട്ടോ എടുത്തിട്ട് അയച്ചു കൊടുക്കും. നൈറ്റിന്റെ മേലെ കോട്ടിട്ടല്ലോ. ശരിക്കും നല്ല ലുക്കാണ്. മിസ്സിന്റെ പകുതി മാത്രം കാണുന്നോണ്ട് രക്ഷപ്പെട്ട്. എന്തായാലും കൊള്ളാം. അതുപോലെ പറഞ്ഞു വന്നത് ഇതൊക്കെയാണ്. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നമുക്കിത് കുറച്ച് ടൈമുള്ളതുകൊണ്ടാണ് ഇത്രയും ഡിസ്കഷൻ വന്നത്. മറ്റേ ഉച്ചക്കത്തെ ബാച്ചറിൽ കയറിയിട്ടില്ലല്ലോ, അപ്പൊ അവർക്ക് ഇതൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. ഉച്ചക്കത്തുണ്ട്. ഉച്ചക്ക് കയറാൻ പറ്റാത്തോണ്ട് രാത്രി വന്ന. അവിടെ പറയരുതിട്ടാ, ഉച്ചക്ക് ചിലത് കയറിയില്ല. അവിടെ പറയുന്നത് ഇവിടെയും കിട്ടുന്നില്ല. അപ്പൊ ഈ ബാസിലൊക്കെ വിചാരിക്കും നമ്മള് ഭയങ്കര ലക്കാണ് ഗായ്സ് അല്ലെ? മിസ് നമ്മള് ലക്കിയാ. നമ്മക്ക് പറയാത്തല്ലോ മിസ് ഇവിടെ കൊടുക്കുന്നുണ്ടല്ലേ. ഇവിടെ മിസ് ഇന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്താ സപ്പോർട്ട് നോക്ക്. പക്ഷെ ചിലത് അവിടെ പറയുന്നത് ഇവിടെയും പറയാൻ പറ്റുന്നില്ല കേട്ടോ. അത് ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ്. അപ്പൊ അത് അങ്ങനെ. നമുക്ക് ഇവിടെ നോക്കാം. കുഞ്ഞേ, മിസ്സിന് ഇങ്ങനെ കാണുമ്പോ ഏതോ കല്യാണത്തിനായിട്ടും പോകാൻ ഒരുങ്ങിയ പോലെ ഉണ്ട്. മിസ് പറഞ്ഞിട്ടില്ലെങ്കിൽ അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. അടുത്തത് നമുക്ക് നോക്കാം. രക്ഷാകർത്താക്കളും ക്ലാസ് ടീച്ചറും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ നമ്മൾ നേരത്തെ പറഞ്ഞ കുറച്ച് ടിപ്സും ട്രിക്സ് ഒക്കെ അല്ലേ, അത് തന്നെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അതായത് ക്ലാസ് ടീച്ചർ, ഞാൻ എപ്പോഴും പറയുമ്പോ ക്ലാസ് ടീച്ചർ ആയിരിക്കണം ഏതൊരു കുട്ടിക്കും ഏതൊരു പാരന്റിനും ദ ബെസ്റ്റ് ടീച്ചർ. ആ സ്കൂളില് ഏറ്റവും ബെസ്റ്റും ക്ലോസും ആയിട്ടുള്ള ടീച്ചർ ആരായിരിക്കണം? തന്റെ കുട്ടിയെ പഠിപ്പിക്കുന്ന ക്ലാസ് ടീച്ചർ ആയിരിക്കണം. ഇപ്പൊ ബാസില ക്ലാസ് ടീച്ചറാണ്, ആസിയ ഇംഗ്ലീഷ് ടീച്ചറാന്ന് വിചാരിക്കുക. പക്ഷെ ബാസിലാനെക്കാളും ഇഷ്ടം ആസിയാനെയാണ് കുട്ടിക്കും പാരന്റിനും എന്നുണ്ടെങ്കിൽ ഇത് ആരുടെ കുറവാ? ആരുടെ കുറവാ? എന്റെ കുറവ്, എന്റെ മാത്രം കുറവ്. ബാസിലയുടെ കഴിവ് കുറവെന്നേ അതിൽ പറയാൻ വേണ്ടി പറ്റുള്ളൂ. കാരണം ഒരു ക്ലാസ് ടീച്ചർ അത്രയും ബോണ്ടഡ് ആയിരിക്കണം ആരുമായിട്ട്? പാരന്റും കുട്ടിയും ആയിട്ട്. മനസ്സിലായോ? മനസ്സിലായി. അങ്ങനെ വിട്ടുകൊടുക്കരുത് ബാസില. ഓക്കെ, പക്ഷെ നമ്മള് പിടിച്ചെടുക്കാനും നോക്കരുത്. ചില ടീച്ചേഴ്സ് എന്ത് ചെയ്യുന്നറിയോ? അതിനേക്കാളും ബെസ്റ്റ് ഞാനാവണം, അങ്ങനത്തെ സ്വഭാവമുള്ള കുറച്ച് അങ്ങനത്തെ ടൈപ്പ് ആൾക്കാരുടെ എല്ലാം നിങ്ങൾ അറിയണമല്ലോ. ചില ടീച്ചേഴ്സ് എന്ത് ചെയ്യും? എനക്ക് അവിടെ മെയിൻ ആവണം എന്നതിൽ അങ്ങനത്തെ ഒരു തോട്ട് വേണ്ട. വിജയിക്കുന്നവര് വിജയിക്കട്ടെ, നിങ്ങൾ നിങ്ങളായിട്ട് നിന്നാ മതി. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം കുട്ടിയെ എങ്ങനെ ഇംപ്രൂവ് ചെയ്യിപ്പിക്കാം എന്നതിനെ പറ്റി ടീച്ചർ രക്ഷാകർത്താവുമായി ചർച്ച ചെയ്യുക. അതായത് സ്വന്തം ഇപ്പൊ എന്റെ മോള് ഏറ്റവും ബെസ്റ്റ് ആവണം, എന്റെ മോള് നന്നായിട്ട് ഇംപ്രൂവ് ആവണം, എന്റെ മോൾക്ക് നല്ല ഡെവലപ്മെന്റ്സ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ലോകത്തെ ഒരേ ഒരു വ്യക്തി അതാരായിരിക്കും? ഏറ്റവും നല്ല രീതിയിൽ ആഗ്രഹിക്കുന്ന ഒരാള് അത് ഞാനാണ്. എന്റെ കുഞ്ഞിനെ കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു എന്റെ ഹസ്ബൻഡ് പോലും അത്ര ബോധേഡ് ആയിരിക്കൂല ഈ ഒരു കാര്യത്തില് അല്ലെ? പക്ഷെ
അമ്മമാര് പാരന്റ്സ് എന്ന് പറയുമ്പോ എപ്പോഴും എന്താ പാരന്റ്സ് എന്ന് പറയുമ്പോൾ അമ്മനെ എടുത്തു പറയാം. ഈ സ്കൂളിന്റെ ഇത് വെച്ച് നോക്കുമ്പോ എന്തായിരിക്കും, എന്റെ കുട്ടി ബെറ്റർ ആണെന്ന് ഒരു അമ്മ ആഗ്രഹിച്ചതിനപ്പുറം വേറെ ആരും ആഗ്രഹിക്കില്ല. പക്ഷെ ഇവിടെ എന്ത് ചെയ്യണം, നമ്മളും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാണ്. ഇപ്പൊ ഞാൻ പറയാം, ബാസില മോൻ സൂപ്പർ ആണ്, നമുക്ക് മോൻ മാത്സിൽ സൂപ്പർ ആട്ടോ, നമുക്ക് അബാക്കസ് ഒക്കെ ഒന്ന് കൊടുത്തു നോക്കിക്കഴിഞ്ഞാൽ മോൻ ബ്രില്യന്റ് ആവും. അപ്പൊ ബാസില് തോന്നണം, വാവ് എനക്ക് എന്റെ മോനോട് എങ്ങനെയാണോ അതേ ഒരു കണക്ഷൻ ആണ് ആർക്ക്, ടീച്ചർക്ക് കുട്ടിയായിട്ട്. ഓക്കെ, ഇന്ന് എന്റെ ഇതിൽ പെട്ടിരിക്കുന്ന ആസിയും ബാസിലും ഒക്കെയാണ് കേട്ടോ. അതാ ഞാൻ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കണേ. ഷാനയൊക്കെ താഴെ കിടക്കുന്നത്. നേരത്തെ ഷാന മുന്നിൽ വന്നപ്പോ ഷാനെ കുറെ ട്രോളി. അടുത്ത ആൾക്കാർ നോക്കാം. അപ്പൊ അത് മനസ്സിലായില്ലേ? അവരുടെ ഉന്നമനത്തിന് വേണ്ടി നിങ്ങളും കൂടി കുറെ ചർച്ചകൾ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒന്നും വേറൊന്നും ചെയ്യണ്ട, വാക്കാലെ പറഞ്ഞാൽ മതി. അത് അവർക്ക് ഭയങ്കര കിട്ടലായിരിക്കും, നിങ്ങൾ കണക്ഷൻ കൂട്ടും. പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെ പറ്റി ടീച്ചർ രക്ഷാകർത്താവിനെ പറഞ്ഞു ബോധ്യപ്പെടുത്തുക. പലർക്കും ഉള്ള പ്രശ്നമാണെന്ന് ഞാൻ മുന്നേ ക്ലാസ് പറഞ്ഞതാ. പ്രീ സ്കൂളിനോടൊരു പുണ്യം അത് വേണ്ട. ഓക്കെ, അതിന്റെ ഇമ്പോർട്ടൻസ് നന്നായിട്ട് പറഞ്ഞു കൊടുക്കുക, എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് പ്രീ സ്കൂൾ പഠനം എന്നുള്ളത്. അതൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാ, കുറെ പറയുന്നില്ല. അടുത്തത്, രക്ഷാകർത്താവിനെ മറ്റ് രക്ഷാകർത്താക്കളുമായി ബന്ധപ്പെടുത്തുന്നതിന് അവസരം ഉണ്ടാക്കി കൊടുക്കുക. ക്ലാസ്സിലെയും സ്കൂളിലെയും പൊതുകാര്യങ്ങളെ പറ്റി അവർ ചർച്ച നടത്തുകയും ചെയ്യുക. അത് അവരോട് ഗ്രൂപ്പ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. നിങ്ങളും ഉള്ള ഒരു ഗ്രൂപ്പ് കേട്ടോ. സൗണ്ട് ഓർത്ത് കുഞ്ഞാ. മനസ്സിലായില്ലേ? എന്തായിരുന്നു അവർക്കൊരു ഗ്രൂപ്പൊക്കെ അവർക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് ഒരു ഗ്രൂപ്പ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. അവർ ഡിസ്കസ് ചെയ്യട്ടെ, അവരുടെ ആവശ്യങ്ങൾ പറയട്ടെ നിങ്ങളോട്, അങ്ങനെയൊക്കെ. ഇനി അവർക്ക് അതിനുള്ള പെർമിഷനും കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളായിട്ട് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തോളൂ എന്നുള്ളൊരു പെർമിഷനും കൊടുക്കുക കേട്ടോ. ദെൻ അടുത്തത്, തത്വവും. ഈ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്താലുള്ള ഗുണം എന്താ പറയുക, ഇവര് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് മാറ്റങ്ങൾ അത് കൂടുതൽ ചർച്ച ചെയ്യുമ്പോൾ ഈ പാരന്റ്സിന്റെ ഇടയിൽ ഇങ്ങനെ ചർച്ച ചെയ്യാ, ടീച്ചറോ നമുക്ക് ഇങ്ങനെ പറഞ്ഞാലോ, ടീച്ചർ മാം ഇങ്ങനെ ആവണം, നമ്മൾ ഒന്നുകൂടി ബെറ്റർ ആക്കി കുട്ടിയൊക്കെ ബെസ്റ്റ് ആവാനല്ലേ പാരന്റ്സ് നോക്കുള്ളൂ. അപ്പൊ നമുക്ക് നല്ല ഒരുപാട് നിർദ്ദേശങ്ങൾ കിട്ടും, മാറ്റങ്ങൾ ചേഞ്ചസിന് വേണ്ടിയിട്ടുള്ള ഹെൽപ്പിംഗ് ഒക്കെ കിട്ടും. അടുത്തത്, തത്വവും പ്രയോഗവും സുസാധ്യമാക്കുക. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, അവർ പറയുന്ന കാര്യങ്ങൾ, അവർ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ അപ്പപ്പോ പ്രാപ്തമാക്കുക. മീൻസ് അപ്പപ്പോ എന്താ പറയാ, പ്രായോഗത്തിൽ വരുത്തുക എന്നല്ലേ, നടത്തിക്കുക. അതാണത്. നിങ്ങൾ ആ പോയിന്റ് അതുപോലെ തന്നെ എഴുതുന്നതായിരിക്കും ബെറ്റർ കേട്ടോ. ഇംഗ്ലീഷിലുള്ളവർക്ക് ഞാൻ പറഞ്ഞു തരും, മലയാളത്തിലുള്ളവർ ഇതിങ്ങനെ തന്നെ എഴുതാൻ മതി കേട്ടോ. കുട്ടികളെ പറ്റി ഒരിക്കലും ടീച്ചർ രക്ഷാകർത്താക്കളോട് മോശമായി പറയാതിരിക്കുക. ഞാൻ പറഞ്ഞു തന്ന ഒരു കാര്യമാണ്. അത് എങ്ങനെ നമ്മൾ അവരിലേക്ക് അവതരിപ്പിക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നായിരുന്നല്ലോ. ഓക്കെ, അതൊക്കെ ഭയങ്കര പോയിന്റ് ആണ്. അതൊക്കെ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മിസ്സായതാ. ഓക്കെ, അങ്ങനെ ചെയ്യുക. രക്ഷാകർത്താക്കളുമായി സ്വതന്ത്രമായും ഏറ്റവും അടുത്തും പെരുമാറുക. അതായത് പാരന്റ്സ് ആയിട്ട് നല്ലൊരു ബോണ്ടിങ് നിങ്ങൾ ഉണ്ടാക്കണം. നല്ലൊരു എന്താ പറയാ, നല്ല ഒരു റാപ്പോ ബിൽഡ് ചെയ്യാന്നൊക്കെ പറയത്തില്ലേ, ഭയങ്കര ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം. അടുത്ത എന്താണ്, കുട്ടികളുടെ പുരോഗതിക്ക് ടീച്ചർ നല്ല പോലെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നൊരു മതിപ്പ് രക്ഷാകർത്താക്കൾ ഉണ്ടാക്കുക. അതായത് നിങ്ങൾ എന്താണ് ചെയ്യുന്നുണ്ടാകും. സ്കൂളിൽ നിന്ന് ഉറപ്പായിട്ട് നമ്മുടെ ഉദ്ദേശവും എന്താണ്, നല്ല കുട്ടി ബെറ്റർ ആവുക, ബെസ്റ്റ് ആവുക, നല്ല റിസൾട്ട് ഈ കുട്ടിയിൽ ഉണ്ടാക്കുക എന്നുള്ളത് ഏതൊരു ടീച്ചറും ആഗ്രഹിക്കുക. പക്ഷെ ഇത് പാരന്റ് അറിയുന്നുണ്ടോ? നിങ്ങൾ ക്ലാസ്സിൽ നിന്ന് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് അവർ അറിയുന്നുണ്ടോ? ചിന്തിക്കുന്നത് അവർ അറിയുന്നുണ്ടോ? അറിയോ? ഇല്ല, പറഞ്ഞാലേ അറിയൂ. അതുകൊണ്ട് എന്ത് പറയാം, ഞാൻ ഇതുവരെ നല്ല പോലെ ഇത് ചെയ്യുന്നുണ്ട്, ഇൻഷാ അല്ലാഹ് നല്ലൊരു റിസൾട്ട് ഉണ്ടാകും, നമുക്ക് ട്രൈ ചെയ്യാം എന്നങ്ങനെയൊക്കെ പറയുമ്പോ ഉണ്ടല്ലോ, ഈ പാരന്റിന്റെ ഉള്ളിൽ ആരായി മിസ് ഭയങ്കര സംഭവമായിരിക്കും. ആ മിസ് അത്ര അടിപൊളിയാ. നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും നിങ്ങളെ കൊണ്ടുള്ള കമന്റ് ഇതായിരിക്കണം എന്നാണ് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവേണ്ടത്. ബെസ്റ്റ് ടീച്ചർ, അടിപൊളി ടീച്ചറാ. ഓക്കെ, അതായത് മൗത്ത് പബ്ലിസിറ്റി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇപ്പൊ ഇവിടത്തെ ഒരു സ്കൂളുണ്ട്, ആ സ്കൂളിൽ ഒരു LKG ടീച്ചർ ഫ്രീജാന്നോ അങ്ങനെ എന്തോ ആണ്. ആ മിസ്സിനെ അറിയാത്ത ആരും ഉണ്ടാവില്ല നമ്മുടെ നാട്ടില്. അത്രയും മൗത്ത് പബ്ലിസിറ്റി കൊണ്ട് അറിയപ്പെട്ട ഒരാളാണ്. എന്റെ കുടുംബത്തിലൊന്നും ഒരു കുട്ടികൾ അവിടെ പഠിച്ചിട്ടില്ല. അനിയത്തി പഠിച്ചിട്ടുണ്ടായിരുന്നു 2 കൊല്ലം മാത്രം, LKG UKG. അപ്പോഴേ എനിക്ക് ഇഷ്ടമായി. പക്ഷെ നമ്മുടെ നാട്ടിൽ മൊത്തം ഈ ടീച്ചർക്ക് ഒരു പേരാ, ബെസ്റ്റ് ടീച്ചർ, അടിപൊളി. LKG UKG ആടെന്നെ പഠിപ്പിച്ചാൽ മതി എന്ന് പറയും. കാരണം ആ ഒറ്റ ടീച്ചറെ കൊണ്ട് ഒരു സ്കൂളിൽ കിട്ടുന്ന അഡ്മിഷൻ നോക്കണം. അപ്പൊ ആ രീതിയിൽ നിങ്ങളെ കൊണ്ട് അറിയപ്പെടണം. ഓക്കെ, ഇപ്പൊ ആ മിസ്സിന് എന്നെ അറിയോ? എന്നെ ചിലപ്പോ അറിയില്ലായിരിക്കും, ഞാൻ കുറച്ച് ഇങ്ങോട്ടാ. എന്നെ അറിയാൻ ചാൻസ് വളരെ കുറവാ. ഞാൻ എന്റെ നാട്ടിൽ അങ്ങനെ ഭയങ്കര പബ്ലിസിറ്റി ആഗ്രഹിക്കുന്ന ഒരാളോ അല്ലെങ്കിൽ ആർക്കും എന്നെ അങ്ങനെ അറിയപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളേ അല്ല. ബിക്കോസ് എന്റെ
എന്റെ കുടുംബം ഇങ്ങനെ ആയതുകൊണ്ടാട്ടോ, വേറെ ഇഷ്യൂസ് ഒന്നും അല്ല. എന്താ പറയാ, ഇങ്ങനെ ഒരു കുടുംബത്തിന് ഇവളിങ്ങനെ ഭയങ്കര ക്ലാസ് ഒക്കെ എടുക്കണോ, ലൈവായിട്ട് ക്ലാസ് കൊടുക്കുന്നൊക്കെ പറയുമ്പോ വരുന്ന ഒരു നെഗറ്റീവ് സംഭവം നിങ്ങൾക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. പക്ഷെ ഈ പ്രീജ മിസ്സിനെ എനിക്കറിയാലോ, അറിയാലോ, ഇപ്പൊ നിങ്ങൾക്കും അറിയാലോ. പറയൂ, നിങ്ങൾക്കും അറിയാം. ഇപ്പൊ ഇതാണ്, അതായത് എനിക്ക് എത്ര പേരെ അറിയാം, ഇതെനിക്ക് ഭയങ്കര കണക്ട് ആയിട്ടുള്ള സാധനമാണേ. ഓക്കെ, എനിക്ക് എത്ര പേരെ അറിയാം എന്നുള്ളതിലല്ല കാര്യം. ഇപ്പൊ ബാസിലാക്ക് എത്ര പേരെ അറിയാം എന്നുള്ളതല്ല കാര്യം. അതൊരു 10-300 പേരെ അറിയാന്ന് വിചാരിച്ചോ. ഓക്കെ, പക്ഷെ ബാസിലാനെ എത്ര പേർക്ക് അറിയാം എന്നതിലാണ് കാര്യം. മനസ്സിലായോ? മനസ്സിലായില്ലേ? ഇപ്പൊ തന്നെ ഞാനൊരു 1000 പേരുടെ ഒക്കെ സെഷൻ ഞാൻ കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പൊ പണ്ടില്ലേ നമ്മുടെ പ്രാക്ടീസ് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രീ ക്ലാസ് കൊടുക്കണം, നമുക്ക് ഒരു പേയ്മെന്റും കിട്ടത്തില്ല, 0 പേയ്മെന്റ്. നിങ്ങൾക്കറിയാലോ, ഒരു 1000 പേര് കേറുന്ന ഒന്നും വേണ്ട, നിങ്ങളുടെ അടുത്ത് ഞാൻ ജസ്റ്റ് ഒരു ചാപ്റ്റർ ഒന്ന് പ്രസന്റേഷൻ ചെയ്യാൻ പറഞ്ഞപ്പോ തന്നെ ഞാൻ കണ്ടായിരുന്നു ഇങ്ങനെ കിടന്ന് വിറക്കുന്നത് അല്ലെ. ആകെ 10-15 പേരാണ് ഇതിൽ കേറാ, കൂടിപ്പോയ ഒരു 20 അല്ലെ, അത്ര പേരെ ഇതിൽ കേറുള്ളൂ. അവിടെ പ്രസന്റേഷൻ ചെയ്യാനുള്ള പ്രഷർ എത്രത്തോളം ഉണ്ട് നിങ്ങൾക്ക് അറിയാലോ, ഉണ്ടോ? അറിയില്ലേ? എത്രത്തോളം നിങ്ങൾ പ്രിപ്പയർ ആവും തലേന്ന് ഇരുന്നിട്ട്. ഇത് തന്നെ ആയിരിക്കും പണി. ഉമ്മ എനിക്ക് ടെൻഷനാന്ന്, ഭർത്താവിനോടല്ലോ ഒന്ന് അടങ്ങിയിരുന്ന് നിങ്ങളാരും ഭാര്യ വലിച്ചു തിന്നോ, അതല്ലായിരിക്കും പറയും. ഞാൻ എങ്ങനെയെങ്കിലും ഇത് പ്രിപ്പയർ ആവട്ടെ എന്നായിരിക്കും നിങ്ങളുടെ ടെൻഷൻ. ഇങ്ങനെയുള്ള ഇതേ ആളല്ലേ ഞാൻ, എനിക്ക് എക്സ്ട്രാ ബ്രെയിൻ ഒന്നും ഇല്ലല്ലോ. ഓക്കെ, അപ്പൊ ഞാൻ പറയാം, ആ സമയത്ത് നമുക്ക് ഒരു പേയ്മെന്റും ഇല്ലാണ്ട് ഈ 1000 പേർക്ക് ഞാൻ സെഷൻ കൊടുക്കണം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു പേയ്മെന്റ് വാങ്ങുന്നില്ല. പേയ്മെന്റ് വാങ്ങുന്നത് നമുക്ക് എന്ത് വിചാരിക്കാം, എഫേർട്ട് ഇടുന്നതിന് നമുക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടെന്നല്ലേ. അപ്പൊ എല്ലാവർക്കും ഈ ചാൻസ് വന്നു. ആരെടുക്കും എന്നായിരുന്നു ക്വസ്റ്റ്യൻ. നമ്മൾ 10 സെലക്ടഡ് മെന്റേഴ്സ് ഉണ്ടായിരുന്നു, ആരെടുക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോ എല്ലാരും ബാക്ക് അടിച്ചു. പേയ്മെന്റ് ഇല്ലാണ്ട് പ്രാന്ത് ഉണ്ടാവായിട്ട് അലക്കാൻ അങ്ങനെ ഇങ്ങനെ. ഞാനും ആദ്യം ബാക്ക് അടിച്ചു, ഉള്ളത് പറയാം, ഞാനും ആദ്യം ബാക്ക് അടിച്ചു. കാരണം എഫേർട്ട്, ടെൻഷൻ, സ്ട്രെസ്, ഈ സാധനമൊക്കെ കൂടിയ സാധനമല്ലേ വിതൗട്ട് പേയ്മെന്റ് എന്നുള്ളത്. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെയാണ് ഞാൻ ഈ ഒരു ടോക്ക് എവിടെയോ കേട്ടതിന് ശേഷം ഞാൻ ഉറപ്പിച്ച് അല്ലെ. ഇനി എത്ര പേർക്ക് അറിയാന്നുള്ളതാണ് ഇനി എന്റെ സംഭവം. ഞാൻ ഇറങ്ങി, ഏതായാലും പൈസ ഒന്നും കിട്ടുന്നില്ല. ആരും വന്ന് പറയില്ലെങ്കിൽ പൈസ തന്നിട്ട് നീ എന്താ കൊളാക്കിയെന്നൊന്നും പറയൂലല്ലോ. പൈസ തരാത്തോണ്ടാണ് കൊളാക്കിയെന്ന് പറയുന്നു. അപ്പൊ എന്താക്കി, രണ്ടും കൽപ്പിച്ചിറങ്ങി. അന്ന് ഞാൻ എടുത്ത സെഷൻസിന് കയ്യും കണക്കുമില്ല, അത്രയും ഞാൻ എടുത്തു. അപ്പൊ എല്ലാരും എന്റെ കൂടെയുള്ളവരൊക്കെ പറയും പ്രാന്തുണ്ടാ പൈസ ഇല്ലാണ്ട് ഇങ്ങനെ പട്ടിപ്പണി എടുക്കാന്. പിന്നെ എന്താ പറയാ, പള്ളിപ്പണി ഉണ്ടല്ലോ, പള്ളിയിൽ നിന്ന് പണിയെടുക്കുമ്പോൾ ആരും ഒന്നും തിരിച്ച് കിട്ടണമെന്ന് പ്രതീക്ഷിക്കൂല അല്ലെ, പൈസ കിട്ടണമെന്ന് പ്രതീക്ഷിക്കൂലല്ലോ, പള്ളിപ്പണി എന്ന് പറയും. എന്റെ ഹസ്ബൻഡ് ഒക്കെ പറയും പ്രാന്തുണ്ട് പള്ളിപ്പണി എന്നൊക്കെ പറയുമ്പോ എനിക്ക് തന്നെ ഭയങ്കര സങ്കടാവേ. ചേടാ, എന്നാലും ഞാൻ വിചാരിക്കും ഇല്ല, എന്തെങ്കിലും റിസൾട്ട് ഉണ്ടാവും. ഈ ഒരു പോയിന്റ് എന്റെ മൈൻഡിലുണ്ടല്ലോ. ഇപ്പൊ വന്നിട്ട് പേയ്മെന്റോട് കൂടെ ഞാൻ സെഷൻ എടുക്കുന്നത്. പക്ഷെ അന്ന് സെഷൻ എടുക്കാത്തവർ ഇപ്പോഴും കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, LKG UKG കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ എനിക്കിപ്പോ ആൾക്കാർ ഇങ്ങോട്ട് ഓരോ കമ്പനിയിൽ നിന്ന് ഇങ്ങനെ വരും, ഒരു സെഷൻ തരുമോ, ഇത്ര പേയ്മെന്റ് തരാം. അങ്ങനെ എനിക്ക് ഇങ്ങനെ വരുമ്പോ ഞാൻ ആലോചിച്ചൊരു കാര്യം, അന്ന് നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ സക്സസിന് നിങ്ങൾ എപ്പോഴും ആദ്യം എന്ത് ചെയ്യേണ്ടി വരും, സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ആദ്യത്തെ സാക്രിഫൈസ് ജോലിയുടെ കാര്യത്തിലാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് സാലറി ഇല്ലാതെ പണിയെടുക്കേണ്ടി വരും എന്നുള്ളതായിരിക്കും. അപ്പൊ തന്നെ കുറെ ആള് ബാക്കപ്പ് അടിക്കും, പെട്ടിയും കിടക്കൊക്കെ എടുത്തിട്ട് മതി, എന്നെ കൊണ്ട് പറ്റൂല, പൈസ ഇല്ലാതെ ഞാൻ പണിയെടുക്കൂല. പല സ്ഥലത്തും 6 മാസം വരെ പ്രൊബേഷൻ പീരീഡ് ആയിരിക്കും. 6 മാസം വരെ പൈസ ഇല്ലാണ്ട് നിങ്ങൾ ഇങ്ങനെ പണിയെടുപ്പിക്കുമ്പോ അതിൽ പിടിച്ചു നിൽക്കുന്നവരുണ്ടാവും. അവരുടെ അടുത്ത് കുറച്ച് ലേറ്റ് ആയിട്ട് നോക്കുമ്പോൾ അങ്ങ് എത്തിയിട്ടുണ്ടാവും. ബാക്കി അന്ന് എഴുതിക്കുന്ന 3 മാസം കൊണ്ട് ഇറങ്ങിയ ആൾക്കാര് അടുക്കളയിൽ ഇരിക്കുന്നുണ്ടാവും. കുറച്ച് സാക്രിഫൈസ് ചെയ്യാൻ നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ സക്സസ് ആവും അല്ലെ. ഇപ്പൊ തന്നെ നിങ്ങളൊരു സ്കൂളില്, ഇതിപ്പോ നമ്മുടെ പോയിന്റ്സ് കഴിഞ്ഞല്ലോ അല്ലെ. അതായത് ഇപ്പൊ തന്നെ ഒരു സ്കൂളിൽ നിങ്ങൾ ജോയിൻ ചെയ്യാന്ന് വിചാരിച്ചോ, ഇതൊക്കെയായിരിക്കും നിങ്ങൾക്ക് എപ്പോഴും യൂസ്ഫുൾ ആവാട്ടോ, ടെക്സ്റ്റ് പഠിച്ചതിനേക്കാളും. അപ്പൊ ഒരു സ്കൂളിൽ ജോയിൻ ചെയ്തതിന് ശേഷം മറ്റ് ടീച്ചേഴ്സ് ഒക്കെ വന്ന് പറയൂ അല്ലെ, ഇവിടെ സാലറിയിൽ കുറവ്, പ്രാന്തുണ്ടാ, അങ്ങനെ ഇങ്ങനെ നിങ്ങളെ നെഗറ്റീവാക്കി തളർത്താൻ കുറെ ആൾക്കാരുണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും. 100% ഉറപ്പ്. ഒരാളും ചെയ്യുന്ന ജോലിയെ കൊണ്ട് നല്ലത് പറയാൻ ഒരു മടി തന്നെയാണ്. വളരെ ഒരു 90% ആളും എപ്പോഴും അതിനെ കുറിച്ച് കുറ്റമേ പറയുള്ളൂ. ഒരു സാലറി കുറവ്, പണി, അത് ഇതെന്നേ പറയുള്ളൂ. ഇതൊന്നും ചെവി കൊള്ളരുത്. എനിക്കിത് അനുഭവം ഉള്ളതാണ്. എനിക്ക് കരച്ചിൽ വരുന്ന സത്യം പറഞ്ഞ എന്താ വെച്ചാലുണ്ടല്ലോ, നമ്മൾ അങ്ങനെ കഷ്ടപ്പെട്ട് എപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ ഞാൻ എന്റെ ബെസ്റ്റ്. നിങ്ങൾക്ക് ഈ നെഗറ്റീവ് സാധനം വന്നാലുണ്ടല്ലോ, നിങ്ങളുടെ വർക്കിനെ ഇത് എഫക്ട് ചെയ്യും. നിങ്ങളുടെ വർക്കിനെ എഫക്ട് ചെയ്യും. എന്തിനാണ് ഈ പൈസക്ക് നിങ്ങൾ
കുറച്ച് ലോ ലെവലിലേക്ക് പോകും. നമ്പർ 1 അത്. അപ്പൊ ഇവരിൽ നെഗറ്റീവ് പറയുമ്പോ ഈ കമ്പനിക്ക് എന്ത് കുറയും? സപ്പോർട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലെ? അപ്പൊ ഈ മുതലാളി നിങ്ങളും തമ്മിലുള്ള ഗ്യാപ്പ് കൂടുന്ന സമയത്ത് നിങ്ങൾ 6 പേരാന്ന് വിചാരിക്കുക ടീച്ചേഴ്സ് ആയിട്ട്. ഇപ്പൊ ഞാൻ സ്ക്രീനിൽ കാണുന്ന ഒരു 6 പേരാണ് എന്തെന്ന് പറയാ ഒരു സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സ്. ഓക്കെ, ഇതിൽ 5 പേര് കമ്പനിക്ക് എതിര്. പക്ഷെ ഒരാള് മാസ്റ്റർ ആയിട്ട് അവിടെ നിൽക്കുകയാണ്. ഇല്ല, ആരെന്ത് പറഞ്ഞ ഞാൻ കമ്പനിന്റെ കൂടെയാന്ന് പറഞ്ഞാല് കമ്പനി ഇനി എത്ര വളർന്നാലും ആരെ മറക്കൂല? ആരെ മറക്കൂല? ഈ ഒരാളെ നമ്മളെ മറക്കില്ല. മറക്കൂല. അവരെങ്ങനെ അവർ ഒഴിവാക്കൂല. ഇനി അവരെന്ത് നെഗറ്റീവ് ചെയ്തോട്ടെ, ഒന്നും അറിയാത്ത ടീച്ചർ ആയിക്കോട്ടെ, പക്ഷെ ആ ബന്ധത്തിന്റെ പുറത്ത് നിങ്ങൾക്ക് എന്ത് നഷ്ടപ്പെടൂല? ആ ജോലി നഷ്ടപ്പെടൂല. നിങ്ങളുടെ പോസ്റ്റ് ഇനിയും ഉയരത്തിലേക്ക് പോകും. എന്താ ചെയ്യാ? നിങ്ങളുടെ സാലറി കൂടും, ഉയരങ്ങളിൽ പോകും. നമ്മൾ വീഴ്ചയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്തവരാണ് നമുക്ക് വേണ്ടത്. മനസ്സിലായില്ലേ? ഇതാണ് നോക്കുന്നത്. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് ഭയങ്കര പോയിന്റാ. എനിക്കുണ്ടായ അനുഭവം പറയട്ടെ. ഞാനൊരു സ്ഥലത്ത് വർക്ക് ചെയ്യുമ്പോ നമുക്ക് ഇതുപോലെ സാലറി വലിയൊരു എമൗണ്ട് പറഞ്ഞു. സ്റ്റാർട്ടിങ് സാലറി ആട്ടോ. എത്ര ഉണ്ടാവും നിങ്ങൾക്ക് ഊഹിക്കാം. ഓൺലൈനൊക്കെ ആകുമ്പോൾ എത്ര ഉണ്ടാവും ആലോചിക്കാം. ഐ തിങ്ക് അവര് നമ്മുടെ അടുത്ത് 10 പറഞ്ഞേ. എന്നിട്ട് കിട്ടിയത് വെറും 4000 ആയിരുന്നു. ഓക്കെ, 4000. നമുക്കാണെങ്കിൽ പണി എന്ന് പറഞ്ഞാൽ പണിയോട് പണിയേ. അപ്പൊ നമ്മുടെ ഗ്രൂപ്പിൽ ഈ നെഗറ്റിവിറ്റി തുടങ്ങി. അവസാനം ഞാനാണ് സാറിന്റെ അടുത്ത് ബോൾഡ് ആയിട്ട് സംസാരിക്കാൻ ഒരാളുള്ളൂ. എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു നമ്മളെല്ലാം നിന്നെ സപ്പോർട്ട് ചെയ്യും. ഓക്കെ, ഒരുത്ത വന്നിട്ട് ഭയങ്കര നിന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്തിരിക്കും, നീ സംസാരിച്ചോ, നമ്മൾ ബാക്കിലുണ്ട്, ഭയങ്കര സംഭവമാന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഭയങ്കര പുഷ് ചെയ്ത്. എനിക്ക് ഏറ്റവും ഫേവറേറ്റ് സാറായിരുന്നു. സാറിന് ഞാനെന്ന് പറഞ്ഞ ഭയങ്കര സംഭവമായിരുന്നു. മീൻസ് നമ്മൾ അത്രയും എഫേർട്ട് ഇടുന്ന ഒരു വ്യക്തിയല്ലേ. അവസാനം ഞാൻ ഇത്രയും ആളുള്ള മീറ്റിംഗിൽ സാറിന്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചെയ്തു. സാർ ആകെ ഡിമ്മായിട്ടോ. സാറ് ഡൗൺ ആവാന്ന് പറഞ്ഞ സാറിന്റെ മുഖമൊക്കെ മാറി ഒക്കെ ആയി. പക്ഷെ സാർ അത് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു, എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു, ഇനി എങ്ങനെ നിങ്ങൾക്ക് സാലറി കൂടും, എപ്പോ കൂടും എന്നൊക്കെ പറഞ്ഞു വന്നപ്പോ എന്തായി, എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിയപ്പോ ഈ എന്റെ കൂടെ നിൽക്കുന്നു പറഞ്ഞ ദുഷ്ടന്മാരൊക്കെ നമ്മളൊക്കെ കമ്പനിയുടെ കൂടെയാണ്. ഒറ്റ വാക്ക് മാറ്റില്ല. ഞാൻ ഒറ്റപ്പെട്ടു എന്ന് പറഞ്ഞാ അത്രയും ഒറ്റപ്പെട്ടു. ഓ മൈ ഗോഡ്, എനിക്ക് അന്ന് കരയണോ ആ ഒരു അവസ്ഥയില്ലേ. കൂടെ നിൽക്കുന്നു പറഞ്ഞ ആൾക്കാരൊക്കെ ഓപ്പോസിറ്റ് പോയി, ഞാൻ മാത്രം തനിച്ചായി. എനക്കാണെങ്കിൽ എന്റെ നിലപാട് മാറ്റണം എന്നുണ്ട്, പക്ഷെ പറഞ്ഞും പോയി എന്നുള്ള ഒരു അവസ്ഥയില് ഞാൻ ഭയങ്കര ഡിപ്രസ്ഡ് ആയി. അവസാനം സാർ എന്നെ വിളിച്ചു. സാർ പറഞ്ഞു വേറെ ആര് നെഗറ്റീവ് പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ലായിരുന്നു, ഷാന പറഞ്ഞ എനിക്ക് ഭയങ്കര ഫീൽ ആയി എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് എന്റെ കരിയർ ലൈഫിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇതാ, നെഗറ്റീവ് ചെവി കൊടുക്കരുത് ഒരിക്കലും. നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് തോന്നണം, സ്വന്തമായിട്ട് തോന്നുവാന്നുണ്ടെങ്കിൽ ഓക്കെ, ഒരാൾക്ക് ചെവി കൊടുക്കരുത് കേട്ടാ. ഓക്കെ, ഞാൻ എപ്പോഴും എല്ലാരും മറ്റുള്ളവരുടെ എക്സ്പീരിയൻസ് പറയുമ്പോൾ ഞാൻ മാത്രം എന്റെ എക്സ്പീരിയൻസ് ഇങ്ങനെ നിങ്ങൾ തള്ളി മറിക്കുന്നതൊന്നും വിചാരിക്കരുത് കേട്ടാ. അതായത് എന്റെ അനുഭവങ്ങളും ചളികളും എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ഒരാളാ ഞാൻ വിജയിച്ചതിനെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാറുണ്ട്, ഞാൻ പരാജയപ്പെട്ടതിനെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. മനസ്സിലായില്ലേ? അതുകൊണ്ട് നിങ്ങൾക്ക് ഭയങ്കര ബെനിഫിറ്റ് ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ 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 മിസ്. ഓക്കെ, അത് ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ടീച്ചിങ്ങിൽ നിങ്ങൾ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. ജോലി എന്നുള്ള ഒരു രീതിയിലേക്ക് വരുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലാം മനസ്സിലായല്ലോ? കുട്ടികളിലേക്ക് എങ്ങനെ ടീച്ചേഴ്സിന്റെ കൂടെ മീൻസ് സ്റ്റാഫ് മേറ്റ്സിന്റെ കൂടെ എങ്ങനെയായിരിക്കണം, ഒരാളോടും എന്ത് വേണ്ട, നിങ്ങളെക്കാളും ബെസ്റ്റ് ടീച്ചേഴ്സ് അവിടെ ഉണ്ടാകും. ഓക്കെ, ഒരു മത്സര വാശി ബുദ്ധി അങ്ങനത്തെ ഒരു സാധനമൊന്നും നമുക്ക് വേണ്ട. അതൊക്കെ നിങ്ങളെ നെഗറ്റീവിലേക്ക് കൊണ്ടുപോകും. മനസ്സിലായില്ലേ? എപ്പോഴും അവർക്ക് ഇനി നിങ്ങളോട് തോന്നിക്കോട്ടെ, നോ, നെവർ മൈൻഡ്. ഒരാളെ നിങ്ങൾ മൈൻഡ് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടേതായ സ്ട്രാറ്റജി, നിങ്ങളുടേതായ മെത്തേഡ്സ് അടിപൊളിയായിട്ട് പഠിപ്പിക്കുക. അതെ മിസ്സേ, ഒരു മിനിറ്റ്. ഞാന് എന്റെ LKG ക്ലാസ് ടീച്ചറെ എന്നോട് പറഞ്ഞു UKG പോണ്ട, ഇവിടെ തന്നെ പഠിപ്പിച്ചോ. അപ്പൊ HM വന്നിട്ട് പറഞ്ഞേ, പിന്നെ ഉച്ചക്ക് എന്നെ കണ്ടപ്പം പറഞ്ഞ് ഒരു സ്ഥലത്ത് മാത്രം പഠിപ്പിച്ചാ പോരാ UKG പോണം പറഞ്ഞു. ഞാൻ പറഞ്ഞ ഓക്കെ. അപ്പൊ എന്താ എടുത്ത് ഇത് സൈൻ ചെയ്യണല്ലോ, അവരൊരു ഇതുണ്ട്, പ്രസന്റ് പട്ടിക ഇതുണ്ട്, അതില് സൈൻ ചെയ്യണം. അപ്പൊ അത് ക്ലാസ് ടീച്ചർ എടുത്താ വെക്കല് പോലും, ട്രെയിനേഴ്സിന്റെ ഇത് ബുക്ക്. അപ്പൊ ഇപ്പൊ അത് HM കയ്യിൽ വെക്കാൻ തുടങ്ങി. കാരണം കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ട്രെയിനീസിനെ കൊണ്ടല്ലേ ഇവരെ 1 മാസത്തിന്റെ മേലെല്ലാം ഇങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിച്ചിനോലോ. അപ്പൊ അറ്റൻഡൻസ് ഇടുക, അതിൽ അറ്റൻഡൻസ് ഇടുക 15 ദിവസത്തെ അല്ല പോലും. അപ്പൊ അതുകൊണ്ട് അത് HM എത്തിച്ചു. അപ്പൊ എന്നോട് വന്നിട്ട് പറഞ്ഞ HM പറഞ്ഞേ 2 സ്ഥലത്ത് കൊടുക്കണം, UKG കൊടുക്കണം, LKG കൊടുക്കണം എന്ന് പറഞ്ഞേ. അപ്പൊ 2 ദിവസം ഞാൻ ഫുള്ള് LKG മാത്രം നിന്നിട്ടുള്ളൂ.
അപ്പൊ മിസ്സിന് ഇന്നൊരു വല്ലാത്തൊരു ദേഷ്യം പോലെ. LKG മിസ്സിന് എന്നോടും മറ്റേ UKG മിസ്സിനോടെല്ലാം എന്തോ ഒരു ഇതുപോലെ. ഇപ്പൊ മിസ് പറഞ്ഞപ്പോ എനിക്ക് തോന്നി എന്തോ ഒരു അസൂയ. അത് ഞാൻ പറയട്ടെ, ഞാൻ ആരെയും ഡൗൺ ആക്കാനൊന്നും വേണ്ടി പറയുന്നതല്ല. ട്രെയിനിങ്ങിന് വരുന്ന ടീച്ചേഴ്സിനോട് പൊതുവെ നിലവിലെ ടീച്ചേഴ്സിന് എന്തുണ്ടാകും? ചെറിയൊരു സാധനം ഉണ്ടാവും. പക്ഷേ നിങ്ങൾ വേണം അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ അതിനെ അടിപൊളിയായിട്ട് ഫേസ് ചെയ്യുക. ലൈക്ക് നിങ്ങളും അതേപോലെ ഒരു ദേഷ്യത്തിൽ നിന്ന് അത് അതുപോലെ ഉണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യാ, നല്ല മിസ്സാട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. 15 ദിവസത്തേക്കല്ലേ, കുറച്ച് തള്ളി വിട്ടേക്ക്. ഓക്കെ, ഞാൻ കുറെ മിസ്സിന്റെ ക്ലാസ് ഒക്കെ കണ്ട് സൂപ്പർ ക്ലാസ് ആയിരുന്നേ എന്നൊക്കെ പറയുമ്പോ, ഇനി അത് ഉള്ളതാവട്ടെ ഇല്ലാത്ത ആവട്ടെ, അവർ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ വഴിക്ക് വരും. എത്ര നിങ്ങളോട് ദേഷ്യമുള്ള ആളാണെങ്കിലും. എന്താ സഫ്ന? മ്യൂട്ടാടാ, മ്യൂട്ടാ. മിസ്സുമാരൊന്ന് പൊക്കി പറഞ്ഞാൽ മതി, എനിക്ക് അനുഭവം ഉണ്ടത്. ചിലത് അതാണ്, ചിലതൊക്കെ നമ്മൾ കുറച്ചൊക്കെ അങ്ങനെ ചെയ്യണം. മീൻസ് നമ്മൾ ചെയ്ത സോപ്പിംഗ് എന്നൊന്നും ഇതിന് പറയാൻ വേണ്ടി പറ്റൂല. ഇത് നമ്മുടെ ആവശ്യമാണ്, ഒരു നീഡാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്തേ പറ്റുള്ളൂ. നമ്മൾ എന്ത് ചെയ്യാ, നല്ല സപ്പോർട്ട്. എനിക്ക് ഇവിടെ വന്നിട്ട് ഏറ്റവും സപ്പോർട്ടായിട്ട് തോന്നുന്നത് മിസ്സിനെ ആട്ടോ. മിസ് ഇല്ലെങ്കിൽ ശരിക്കും ഞാൻ പെട്ടുപോയേനെ എന്നൊക്കെ പറഞ്ഞാലേ അവർ കൂടുതൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇതൊക്കെ കുറച്ച് ജീവിക്കാനുള്ള അടവുകൾ എന്നൊക്കെ പറയത്തില്ലേ, ആ സംഭവമാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യണം. ഞാൻ എന്ത് ചെയ്യുന്നത്, എന്റെ ഹസ്ബൻഡിന്റെ വീട്ടുകാരെടുത്ത് എനിക്ക് അത്ര പെർഫെക്റ്റ് ഓക്കെ ഒന്നും ആയിരുന്നില്ല. ആർക്കും സ്വന്തം വീട് വിട്ട് ഒരു വീട് പോകുമ്പോ അത് അത്ര ഓക്കെ ആയിരിക്കൂലല്ലോ. ഞാൻ അവിടെ പോയിട്ട് ഇടക്കിടക്ക് പറയേ, എന്താ പറയാ, ശരിക്കും പറഞ്ഞാൽ എന്റെ ഒരു ഭാഗ്യം ഇങ്ങനെ ഒരു ഫാമിലിനെ കിട്ടിയത്. മാറ്റാ എനിക്ക് അങ്ങനെ ഒരു വേറെ വീട്ടിൽ വന്നിട്ട് നിൽക്കുന്ന ഒരു ഇതൊന്നും ഇല്ലല്ലോ. ശരിക്കും സ്വന്തം ഇത്താതാനെ പോലെ എന്നൊക്കെ പറയുമില്ലേ, നമ്മൾ അങ്ങനെയാ പോലെ, നമുക്ക് അങ്ങനെ എല്ലാരും ഒന്നാ. അവര് പിന്നെ അങ്ങ് സ്വന്തം ഇതാക്കാൻ തുടങ്ങി. അവർ ശരിയാ താത്ത, ശരിയാ, സത്യം ഇത്താത്ത, അങ്ങനെയല്ല പറഞ്ഞിട്ട് ഇപ്പൊ എന്നെ ഭയങ്കര കുഞ്ഞിനെ പോലെയാണ് അവിടെ. സത്യം, എന്നെക്കാളും മൂത്തത് അനിയന്റെ ഭാര്യ. അവളെക്കാളും ഒരു എന്താ പറയാ എന്താ പറയാ, ഒരു അവളെ കാണാനൊക്കെ ഒരു ഇതാണ്. അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും എല്ലാരെക്കാളും ഒരു കുഞ്ഞൻ ഞാനാ. മനസ്സിലായോ? ഒരു കുഞ്ഞുമോളെ പോലെ, എന്നെ മോളെന്ന് ഇത്താത്ത വിളിക്കുക. എന്താ വെച്ചിട്ടുണ്ടെങ്കില് അവിടെ എല്ലാരും എന്താ ചെയ്യാന്നറിയോ, അവിടെ ആരും എന്ത് ചെയ്യൂല, ഒരാളെ ഇത്താത്ത, അമ്മായി, ഇക്കാക്കാന്നൊന്നും വിളിക്കൂല. എല്ലാരും പേരാ. ഓക്കെ, ഷാനു, അതുപോലെ എന്നെ ഷാനു എന്ന് വിളിക്കട്ടെ, ആരെ ഷാനു എന്ന് വിചാരിക്കണ്ട. ഓക്കെ, ഇപ്പൊ ജുബിലിയാണ് എന്റെ ഹസ്ബൻഡ് ഏട്ടത്തി. അപ്പൊ ജുബിലി, ഐഷി അങ്ങനെയൊക്കെ വിളിക്കുള്ളൂ, പേരെ വിളിക്കുള്ളൂ. ഞാൻ പോയിട്ട് ആദ്യം ഇത്താത്ത പറയുന്നത്, ഞാൻ ഇത്താത്ത ഒന്നും വിളിക്കേണ്ട എന്നൊക്കെ പറയും. പക്ഷെ എന്റെ ഉമ്മ പറഞ്ഞ കാര്യ, ഇത്താത്താന്ന് വിളിക്കുമ്പോ അതിലൊരു കാരിങ് ഉണ്ട്, ഭയങ്കര ഒരു സംഭവം ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്റെ ഏട്ടന്റെ വൈഫുമാരായിക്കോട്ടെ, അനിയന്റെ വൈഫുമാരായിക്കോട്ടെ, ഈ ഇത്താത്ത പേരെന്നെ വിളിക്കുക. പക്ഷെ എന്നോട് മോളേന്നാ പറയുള്ളൂ. എന്നെ മോളേന്നെ വിളിക്കൂ. ഞാൻ ഇത്താത്തൊക്കെ എടുക്കട്ടെ ഇത്താത്ത, അങ്ങനെ ഒരു സാധനം ഇല്ല. അതുപോലെ നമ്മൾ തുടക്കത്തിൽ തന്നെ ഇങ്ങനെ പേടിച്ച് നിൽക്കുന്ന ഒരു സാധനം വേണ്ട കേട്ടോ. ഞാൻ ഇനി നിങ്ങൾ മക്കൾക്കൊക്കെ പഠിപ്പിച്ചു കൊടുക്കാം. ഞാൻ പോയ പാടന്നെ എന്റെ ഇത്താത്താന്റെ ഷോൾഡറിൽ കൈയിട്ട് ഞാനിങ്ങനെ കിടക്കും, ഉമ്മാനെ മേത്തറിൽ പോയി കിടക്കും. പക്ഷെ ഇപ്പോഴും മൂത്ത അമ്മായിക്കോ ഇളയ അമ്മായിമാർക്കൊന്നും അതിനുള്ള ഒരു ഇത് കിട്ടിയിട്ടില്ല. അവർ സ്റ്റാർട്ടിങ് മുതലേ ഡീസന്റ് ആവാൻ നിന്ന ആൾക്കാരാ. ഓക്കെ, വലിയ നല്ല ആൾക്കാരാവുന്ന. അതുപോലെ ഞാൻ പോയ പാടന്നെ എന്താ പറയാ, ഫസ്റ്റ് നമ്മളൊരു റാഗിങ് ലൈക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകത്തില്ലേ. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞ കാര്യം, എനിക്ക് പൊതുവെ പാത്രം കഴുകുന്ന വലിയ ഇഷ്ടമില്ല. അപ്പൊ നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും, അത് ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞാൽ ചെയ്തല്ലേ പറ്റൂ. ആ സാധനമായിരിക്കും നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവുക. ഞാൻ എന്റെ അടുത്ത് പറഞ്ഞ് എന്താ പറയാ, അമ്മായി നല്ലോണം വൃത്തി പാത്രം നോക്കട്ടെ, കുറെ ഒരു ലോഡ് ഇട്ടിട്ട് പറയാ, നോക്കട്ടെ ഇത് കഴുകുന്ന വൃത്തിയാന്നുണ്ടോ. ഞാൻ പറയാം എനിക്ക് ഇഷ്ടല്ലേ, ഞാൻ ചെയ്യൂലേ എന്ന് പറഞ്ഞേ. ഫസ്റ്റ് 2-3 ഡേയ്സ് ഞാൻ ആ ഒരു ക്യാരക്ടർ ആയിരുന്നു. മനസ്സിലായില്ലേ? ഞാൻ അതിനൊന്നും നിൽക്കൂല, എനിക്ക് അതിനൊന്നും പറ്റൂല. ഇപ്പോഴും അവർ എന്റെ അടുത്ത് പാത്രം കഴുകാൻ പറയുമ്പോ അവർക്ക് തന്നെ ഒരു മടിയാ. ഓക്കെ, ഇഷ്ടമില്ലാത്ത എങ്ങനെയോട്, എനിക്ക് അതിനെ കൊണ്ട് ഒരു നഷ്ടമില്ല. അവർ എന്നെ കുറിച്ച് ചിലപ്പോ നെഗറ്റീവ് പറയുന്നുണ്ടാവും, എനിക്ക് കുഴപ്പമില്ല. ഓക്കെ, ഐ ഡോണ്ട് കെയർ. ആ സാധനം ഇല്ലേ, അത് മതി നമ്മുടെ വയറ്റില്. ഓക്കെ, അപ്പൊ എന്താണ്, പാത്രം ഞാൻ കഴുകാണ്ടൊന്നുമില്ല. ഇത് സാധനം ധരിക്കണ്ട, ഈ മല പോലൊക്കെ ഈ പരിപാടികളുടെ പാത്രം കഴുകുന്നത് എനിക്ക് ഇഷ്ടമില്ല. ഒരു ലോഡ്, നമ്മളൊരു പണിക്കാരത്തി ആയി പോകും. എന്റെ മൂത്ത അമ്മായിയൊക്കെ ഉണ്ടല്ലോ, നമ്മള് 3 മാസത്തിൽ ഒരിക്കലാണ് അവിടെ പോകുന്നേ. ഓക്കെ, 3 മാസത്തിൽ ഒരിക്കയാ പോകുന്നേ. അത് പോയി കഴിഞ്ഞാൽ ഒരാഴ്ചയെ നിക്കത്തുള്ളൂ. 1-2 ആഴ്ചയായിരിക്കും നിൽക്കുക. ഈ ഏട്ടത്തിയും 2 ഏട്ടന്മാരെ വൈഫുമാരെ, ഒരാൾ അലക്കുന്നുണ്ടാവും, ഒരാൾ ബാത്റൂം തേച്ചുണ്ടാവും. നല്ല പേരെടുക്കലില്ലേ, മറ്റു സാധനം ഇല്ലേ, നല്ല അമ്മായി, ആ സാധനം. ഞാൻ അതിനൊന്നും നിൽക്കൂലേ. നമ്മൾ അതിനൊന്നും കിട്ടൂല. വേണമെങ്കിൽ അടിച്ചു വാരി തരും, ഡ്രസ്സ് ആറിയിട്ട് കൊടുക്കും. ഞാൻ എന്റെ വീട്ടിൽ എങ്ങനെയാണോ അത് മാത്രം അവിടെ.
അല്ലാണ്ട് അതിന്റെ അപ്പുറം പോയി പണിക്കാരത്തി ആവാൻ ഞാൻ നിൽക്കൂല. ആരും അങ്ങനെ പാടില്ല എന്നാണ് എന്റെ അഭിപ്രായം കേട്ടാ. അതുപോലെ അവർക്കെല്ലാം അവരെല്ലാം പറയും, എന്റെ അടുത്ത് നമ്മൾ അമ്മായിമാരുടെ ഇടയിൽ ഒരു ഡിസ്കഷൻ ഉണ്ടാവും അല്ലേ, ഇവരെല്ലാം വീട്ടിൽ നല്ലോണം കടന്നുറങ്ങും. ഓക്കെ, നല്ലതായിട്ട് കിടന്നുറങ്ങുന്ന ആളാ. ഈ 2 ആഴ്ചത്തേക്ക് ഇവരൊക്കെ എങ്ങനെയായിരിക്കും അറിയോ? അതിരാവിലെ 4 മണിക്ക് എണീച്ചിരിക്കും, പിന്നെ ഉറങ്ങൂല. എന്നിട്ടുണ്ടാവും ഇങ്ങനെ ഉറക്കം തൂങ്ങുന്നുണ്ടാവും ഉച്ചക്കെല്ലാം. ഉമ്മ അടുത്തേക്ക് വരുന്നതിന് മുമ്പ് ഇങ്ങനെ, അതായത് ഉമ്മ വന്നാൽ ഇങ്ങനെ നിൽക്കും, ഭയങ്കര സംഭവമായിട്ട് നിൽക്കും. നമ്മളെങ്ങനെയാ എനിക്ക് സുബഹി കഴിഞ്ഞിട്ട് ഒരു പ്രകാശം വന്നു കഴിഞ്ഞാൽ എന്തായാലും എനിക്ക് ഉറങ്ങണം. ഒരു ലൈറ്റെല്ലാം വന്നു കഴിഞ്ഞാൽ എനിക്ക് ഉറങ്ങിയേ പറ്റൂ. ഞാൻ ഉറങ്ങും. നല്ലോണം ഉറങ്ങും ചെയ്യും. ഒരു 9-9:30 ആകുമ്പോ ഞാൻ എണീക്കുള്ളൂ. പക്ഷെ ഇവിടെ ഇപ്പൊ മോളെ സ്കൂളിലെല്ലാം അയക്കുന്നോണ്ട് ഇവിടുന്ന് നേരെ തിരിച്ചാ. എനിക്ക് ആടെ കുറച്ചുകൂടി കുരുത്തക്കേട്, ഇവിടെ കുറച്ചുകൂടി നല്ല കുട്ടിയാ. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെയാ നമ്മൾ അങ്ങനെ വീറിട്ട് പണിയെടുത്ത് അങ്ങനെ മരിച്ചു കിടക്കേണ്ട ഒരു സ്ഥലമൊന്നല്ല ഹസ്ബൻഡിന്റെ വീട് എന്ന് പറയുന്നത്. ഇവിടെ ഉള്ളതിനേക്കാളും പ്രൈവസി നിങ്ങളുടെ ഹസ്ബൻഡിന്റെ വീട്ടിൽ നിങ്ങൾക്കായിരിക്കണം. അതാണ് വേണ്ടത് സത്യം പറഞ്ഞാല്. മനസ്സിലായില്ലേ? ഓക്കെ. അവര് നമ്മൾ പറയുന്നുണ്ട്, ഇപ്പൊ വേണമെങ്കിൽ എന്നെ പറയുന്നുണ്ട്, ആ ഷാരു അങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട്. ആർക്ക് പോയി എനിക്കൊരു പ്രശ്നമില്ല, എന്റെ കെട്ടിയോനും ഒരു പ്രശ്നമില്ല. ഓക്കെ, അത് അത്രേ ഉള്ളൂ. ഇതൊക്കെ ഞാനൊരു ഇതായിട്ട് പറഞ്ഞു. നിങ്ങൾക്ക് എന്തെങ്കിലും ചിലരൊക്കെ ഉണ്ടാവും ഇങ്ങനെ സ്ട്രഗിൾ ചെയ്തിട്ട് പോകുന്ന ആൾക്കാരൊക്കെ. പറയേണ്ടടുത്ത് പറയണം. പാവങ്ങളാവരുത്. പാവങ്ങളാവാനേ പറ്റൂല. ഓക്കെ, എന്റെ കല്യാണം കഴിഞ്ഞ ഉടനെ മൂത്ത കുറെ അമ്മായിമാരുണ്ട്, ഈ കാരണന്മാരുടെ അമ്മായിമാരെന്ന് പറയും, അമ്മായിമാര്. ഓക്കെ, ഈ അമ്മായിമാരെല്ലാം ഇങ്ങനെ ഇസ്തിരി ഇടാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. ഫസ്റ്റ് ഞാൻ ഇസ്തിരി ഇടാൻ വേണ്ടി പോയി കേട്ടാ. അപ്പൊ ഇവരൊക്കെ ബേക്കിൽ വന്ന ആൾക്കാരാ. അപ്പൊ എന്നോട് പറഞ്ഞു, നീ ചെറുതല്ലേ, മീൻസ് ഞാൻ കല്യാണം കഴിഞ്ഞ് കുറച്ചല്ലായല്ലോ, നീ ലാസ്റ്റ് ഇട്ടാ മതി കേട്ടാ. അങ്ങനെയുണ്ട്, അവർക്ക് എല്ലാവർക്കും ഒരു സ്വഭാവമാണ്, നമ്മൾ ഇട്ടിട്ട് ഇട്ടാ മതി എന്നെല്ലാം പറഞ്ഞിട്ട് അന്നെ ഇങ്ങനെ പ്രാന്താക്കണം എല്ലാരും ഇരുന്നിട്ട്. ഞാൻ പിന്നെ എന്റെ തെരിക്കോളം പുറത്തെടുത്തു. ഞാൻ ഞാൻ ഇടാം. അത് പക്ഷെ നമ്മൾ ഭയങ്കര ദേഷ്യത്തോടെ ഒന്നും പറയരുത് കേട്ടോ. അത് പിന്നെ അവരുടെ മൈൻഡിൽ ഒരു നെഗറ്റീവ് ഉണ്ടാക്കാം. ഞാൻ പറയും, ഞാൻ ഇടാണ്ട് ഇവിടുന്ന് ഒരാൾ ഇടൂല മക്കളെ എന്നും പറഞ്ഞിട്ട് ഞാൻ ആദ്യം ഇട്ട്. അത് കേട്ടപ്പോ അവരൊന്ന് സ്റ്റക്കായി, ഇവിടുത്തെ കളി നടക്കൂല എന്നുള്ള മനസ്സിലായി. പിന്നെ തണ്ടുപിടിക്കാണ്ടായെന്ന് നിങ്ങളടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടാവും, പലയിടത്തും പറഞ്ഞിട്ടുള്ള കാര്യം. കാലുമേ കാല് വെച്ച കഥ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല മിസ്സേ, പറഞ്ഞിട്ടില്ലല്ലോ. അറിഞ്ഞേ പറ്റുള്ളൂ. അപ്പൊ കുറച്ച് നല്ല തണ്ടുള്ള ഒരേ ഒരാൾ ലാസ്റ്റ് എന്റെ അടുത്ത് മൂത്ത അമ്മായി പറഞ്ഞു, നീ ഭയങ്കര സംഭവമാട്ടോ, നമുക്ക് ഇവരെല്ലാം പേടിയായിരുന്നു, നിനക്ക് അങ്ങനത്തെ ഒരു ഇതും ഇല്ലല്ലോ. ഇങ്ങനെ കുത്തുന്ന ടൈപ്പില്ലേ, ആൾക്കാരെ മുന്നിൽ ആളായിട്ട് അവരാളാകും, നമ്മൾ ആരാളും, നമ്മൾ ശശിയാവും. ആ ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ എനിക്ക് തീരെ ഇഷ്ടമില്ല. അത് അവരോട് എന്തെങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല കേട്ടാ. അവര് കല്യാണമാ, സാരി ഉടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ പാവാട ടൈറ്റ് കെട്ടൂലേ, ഭയങ്കര ഇതായിട്ട് നിക്ക്, സ്കിന്നി പോലെ, അങ്ങനത്തെ ഒരു ടൈപ്പ്, ഒരു എന്താ പറയാ, ഫിഷ് കട്ടോ അങ്ങനെ എന്തോ ഒരു വിധിയൊക്കെ ആയിരുന്നു. അപ്പൊ എനിക്കാണെങ്കിൽ സാരി ഉടുത്ത ഒരു ശീലവും ഇല്ല. എനിക്കിതൊന്ന് ഒതുങ്ങാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, എല്ലാരും അവിടെ ഇരിക്കുന്നുണ്ടേ, എല്ലാരും വട്ടത്തിൽ ഇരിക്കുക, പണിയൊക്കെ കഴിഞ്ഞ് പുറത്ത് മുറ്റത്തിരിക്കുക. ഇരിക്കുമ്പോ ഞാൻ പെട്ടെന്ന് അവിടെ പോയി ഇരുന്നിട്ട് എനിക്കിതൊന്ന് സാരി ഒന്ന് ഒതുങ്ങാൻ വേണ്ടിയിട്ട് ഒന്ന് ടൈറ്റ് ഒന്ന് കുറയാൻ വേണ്ടി കാലിന്റെ മുകളിൽ കാല് കയറ്റി വെച്ച്. ഓക്കെ, അപ്പോ അവിടെ ഒരു ഇളയുണ്ട്, ഇതാണ് മെയിൻ മുഷിട്ടു. ഇവിടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ മുഷിട്ടു ഇതാ. അവ എന്ത് ചെയ്യുന്നു അറിയോ, ഞാന് ഓടിപ്പോയി കാലുമേ കാല് വെച്ചപ്പോ, എന്റെ കല്യാണം കഴിഞ്ഞ ഉടനെ ഉള്ള കല്യാണമായിരുന്നു. അപ്പൊ ഈ ഇളയമ്മ പറഞ്ഞേ, അതെന്താ ഷാനു കാലിന്റെ മുകളിൽ കാല് കയറ്റി വെക്കരുതെന്ന് ഉമ്മ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചു. അയ്യോ, പക്ഷെ ഇവിടെ എന്റെ അടുത്ത് തെറ്റുണ്ടല്ലോ, ഞാൻ വെച്ചു പോയില്ലേ, അതുകൊണ്ട് എനിക്ക് ഒന്നും പറയാനില്ല. പക്ഷെ എനിക്ക് പറയാനായിട്ട് ഒരു സമാധാനം ഇല്ല. അല്ലോ, എനിക്ക് അങ്ങനെ ഒരു സാധനം ഉണ്ട്, പറയാൻ എന്തെങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിൽ ആ സാധനം തമാശയായിട്ടേ പറയുള്ളൂ, പക്ഷെ അത് എഫക്ട് ആവേണ്ട അടുത്ത് എഫക്ട് ആവും. മനസ്സിലായി? അതാ ഞാൻ കേട്ടോ, ഞാൻ ഭയങ്കര ദുഷ്ടത്തിയല്ല. ലൈക്ക് ഒരാളെ വേദനിപ്പിച്ചിട്ടൊന്നും ഞാൻ പറയൂല. എന്നെ വേദനിപ്പിച്ചാൽ നൈസായിട്ട് അങ്ങ് കൊടുക്കും, അത്രേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾ എന്ത് വിചാരിക്കുന്നുണ്ടോ എന്നെ കൊണ്ട് എനിക്ക് അറിയത്തില്ല. പക്ഷെ എനിക്ക് ഭയങ്കര സങ്കടമായേ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും, ഒരാള് പുള്ളിക്കാരിയുടെ മോള് ഓടി വന്നിട്ട് നമ്മുടെ രണ്ടാളുടെയും നടുക്കാണോ, എന്റെ ഇപ്പുറത്ത് വന്നിരുന്നു, ഇപ്പുറത്താണ് ഇളയം ഇരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്തു, ഇവൾ ഓടി വന്നിട്ട് എന്ത് ചെയ്യാ, കാലിന്റെ മുകളിൽ കാല് കയറ്റി വെച്ചു. ഓക്കെ, കാരണം എല്ലാരും സാരിയാ, എല്ലാവർക്കും ഇതിൽ നിന്നൊന്നും ഒതുങ്ങണം. ഓക്കെ, അപ്പൊ ഞാൻ ഇളയമ്മ ഇളയമാക്ക് പഠിപ്പിക്കാൻ സമയം കിട്ടിയിട്ടില്ല ഇളയമാന്ന് ചോദിച്ചു തമാശക്ക്. ഞാൻ ആ ഇളയമാനെ കണ്ടത് കല്യാണവും തക്കാരവും ഒക്കെ കഴിഞ്ഞിട്ടാണ്. പിന്നെ എന്റെ മുന്നിൽ എന്നിട്ടില്ല. സത്യം ഒറ്റ പോക്കായി, നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്ക് അറിയില്ല. അപ്പൊ പക്ഷെ ആ ഒരു പ്രശ്നം കൊണ്ട്, ആ ഒരു വാക്ക് കൊണ്ട്
നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും മിസ് ഇളയമാക്ക് എന്നോട് ദേഷ്യമായിരിക്കൂലേ ഇനി എന്തായിരിക്കും അങ്ങനെയല്ലേ വിചാരിക്കുക, ഒരു എന്തോ തർക്കുത്തരം പറയുന്നതല്ലേ വിചാരിക്കാനെല്ലാം വിചാരിക്കൂലേ. പക്ഷെ ഈ ഇളയമാക്ക് ഒരാളെയും വിലയില്ല. ഈ ഇളയമ്മയാണ് ഭയങ്കര ഒരു എല്ലാരെയും പേടിപ്പിക്കുന്നത്. പക്ഷെ എന്നാന്ന് വെച്ചാല് ജീവന എന്റെ അടുത്ത് ഒന്നിനും നിൽക്കൂല. എന്നെ കാണുമ്പേ ഞാൻ എന്തൊരു ഒരു ടയേർഡായത് കട്ടഞ്ചി ആക്കി തരട്ടെ, അങ്ങനെയില്ലേ, അങ്ങനെ ആക്കി തരുമ്പോ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ആക്കി തരത്തിട്ട് ഭയങ്കര സംഭവല്ലേ. ഷാനു എന്നെ കൊണ്ടാ ഭയങ്കര സംഭവം. എന്നിട്ട് ഇവരുടെ മോന്റെ വൈഫ് എന്റെ അടുത്ത് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ഞാൻ സത്യമായിട്ട് ഒരു ദിവസം നീ ആവണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. നീ എന്ന് പറഞ്ഞ ഉമ്മക്ക് ഭയങ്കര ജീവന, എന്നെ കണ്ടുകൂടാ. അതാണ് നമ്മൾ ചില സാഹചര്യങ്ങൾ പാവത്തുങ്ങൾ ആവരുത്. ഞാൻ അത്ര റിക്വസ്റ്റ് ചെയ്യാണ്. നിങ്ങളൊക്കെ ആ ഒരു ടൈം കഴിഞ്ഞ്, അതായത് ഇനി നിങ്ങൾക്ക് അങ്ങനെ ആദ്യമേ പാവമായി നിന്ന ഒരാൾക്ക് പിന്നെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഭയങ്കര ഡിഫിക്കൽട്ടാ, മനസ്സിലായില്ലേ. അതേ സമയത്ത് ആദ്യത്തിൽ സ്ട്രോങ് ആയി കഴിഞ്ഞാലേ പിന്നെ നമ്മൾ പാവമായാലും അവർക്ക് ആ ഭയം ഉള്ളിൽ ഇറക്കും, മനസ്സിലായില്ലേ. ഒരു പരിധി വിട്ട ഇവളെ തനിക്കോണം പുറത്തെത്തും എന്നുള്ള അവർക്ക് അറിയാം. അതുകൊണ്ട് ഒരു ലിമിറ്റ് വെച്ച് അവരെന്തും ചെയ്യത്തില്ല, ഒന്നും പറയേയില്ല എന്നുള്ളതാ, മനസ്സിലായല്ലോ. അതുപോലെ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നറിയോ, വലിയ കഥയൊക്കെ പോലെ മീൻസ് ലൈക്ക് നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ കഥകളൊക്കെ പറയും, നമ്മുടെ കുടുംബത്തിലെ കഥകളൊക്കെ പറയുമ്പോ ഞാൻ എന്റെ ഉപ്പാൻ അങ്ങോട്ട് ഹൈലൈറ്റ് ചെയ്യും. എന്റെ ഉപ്പ എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രഷറിന്റെ ആളാ, ദേഷ്യം വന്നാൽ എന്താ ചെയ്യാന്ന് അറിയില്ല. ഉപ്പ അങ്ങനെ തന്നെയാണ്, പക്ഷെ ഉപ്പ ആളെ മുന്നിൽ നല്ല പാവാണ്. ദേഷ്യം വന്നാൽ എന്റെ ഉപ്പാന്റെ കോലം മാറും. ഓക്കെ, പക്ഷെ ഇതാർക്കും അറിയില്ല അങ്ങനെ. ഞാൻ പക്ഷെ എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിൽ എന്റെ ഉപ്പാനെ ഒരു ഭയങ്കര സംഭവമാക്കി വെച്ചിട്ടുണ്ട്. ഭയങ്കര സംഭവം എന്ന് പറഞ്ഞാൽ ഇത് പേടിക്കുന്ന ലൈക്ക് അങ്ങനെ സംഭവമാക്കി വെച്ചേ. ഒരു ദിവസം ഈ കല്യാണ പരിപാടിക്കൊക്കെ ഒരുപാട് കുറെ ഉള്ളി മുറിക്കുക, അതൊന്നും എനിക്ക് വലിയ താല്പര്യമുള്ള കാര്യമല്ല. എനിക്ക് അതിനൊക്കെ ആളെ വെക്കണമെന്നാ ഞാൻ പറയും. മീൻസ് അതിനൊരു പൈസയൊക്കെ കൊടുത്ത് ആളെ വെക്കണം, ഈ തേങ്ങ ചിരവാന്, ഉള്ളി മുറിക്കാൻ, ഇതിനൊക്കെ പാവം അമ്മായിമാരെ കൊണ്ട് ചെയ്യിക്കരുത്. പൊതുവെ അമ്മായിമാരെ ഇതിൽ കുടുങ്ങി പോവാ. ഓക്കെ, ഞാൻ ഇതിങ്ങനെ മുറിച്ചുകൊണ്ടിരിക്കുക, എനിക്ക് താല്പര്യമില്ല എന്ന് നമുക്ക് മനസ്സിലായോ എന്തോ. ഉമ്മമാരായിട്ട് പറഞ്ഞ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഷാനു നീ അവിടെ വെച്ച് എനിക്കുവാണ് ഉപ്പ വന്നിട്ട് വെറുതെ പ്രശ്നമാക്കാൻ വേണ്ടിട്ട്, വെറുതെ കൊള്ളാൻ കഴിയൂല. ഉപ്പാക്ക് ആ ഒരു ഇമേജ് ഉണ്ടായി കൊടുത്തു. ഇനിയിപ്പൊ എന്ത് ഞാൻ പറഞ്ഞാലും ഉമ്മ എനിക്ക് കല്യാണത്തിന് വരാൻ കഴിയില്ല, ഉപ്പ പറയുന്നു പോണ്ട, അങ്ങനെ റിസ്ക് ആയിട്ട് എടുത്തിട്ട് പോണ്ട. അയ്യോ ഉപ്പ പറഞ്ഞതാ ഓക്കെ എന്നോട്ടെ. ആ സാധനമാണ് കേട്ടോ. അതാണ്, അത് എല്ലായിടത്തും പോസിബിൾ ആണോന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഇവിടെ എനിക്ക് ഭയങ്കര എഫക്റ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ ഞാൻ പറഞ്ഞു കേട്ടോ. ഞാൻ എന്റെ എല്ലാ സ്റ്റുഡൻസിനും പറഞ്ഞു കൊടുക്കും, ബോൾഡ് ആവണം. അതെ, ഓക്കെ, ഷാനു എന്ന് പറഞ്ഞ അമ്മായിമാർക്ക് പാവം കൂടി ആയതുകൊണ്ടായിരിക്കും അങ്ങനെ. അതെ അതെ. അവിടെ എന്നാലും മിസ്സിന്റെ കഥകളൊക്കെ ആക്കിയതാണെങ്കിൽ കേൾക്കാൻ നല്ല പോലും, കോമഡി ഉണ്ട്. അല്ല എന്നെ അന്ന് ആക്കിയതായിരിക്കും ചിലപ്പോ, കൈ മുറിഞ്ഞിട്ട് ഉപ്പ് ഇതാക്കണം, പക്ഷെ അതില് നമ്മൾ കേറി പിടിക്കാന്നുള്ളതാ. ഞാൻ അവിടെ ഇട്ടിട്ട് പോയി, ശരിയാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇട്ടിട്ട് പോയി, അത്ര ഉള്ളു. അപ്പൊ എന്താണ്, നമ്മൾ നല്ല ആളാവാൻ വേണ്ടി ചമയണ്ട. നിങ്ങൾ നല്ലതാണെങ്കിൽ ഉറപ്പായിട്ട് അത് പുറത്തു വരും. ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞു, നമ്മൾ 4 അമ്മായിമാരാ, ഇതിലെല്ലാവർക്കും ഫേവറേറ്റ് അമ്മായി ഞാൻ തന്നെയാണ്. അതായത് ഏത് കല്യാണ കുടുംബത്തിൽ വന്നാലും ഉമ്മ വിളിച്ചു പറയും, ഷാനു മറ്റുള്ളവരെ പോലെ അല്ല, നീ ഇല്ലെങ്കിൽ എല്ലാരും ചോദിക്കും നിനക്ക് അറിയില്ലേ, നീ എങ്ങനെയെങ്കിലും വാ മോളെ. ബാക്കിയുള്ളവർ ഇല്ലെങ്കിൽ ഉമ്മാക്ക് പ്രശ്നമില്ല. അതുപോലെ നമ്മൾ 4 അമ്മായിമാർ ഒരു കല്യാണത്തിന് പോയാലില്ലേ, എല്ലാവർക്കും ആദ്യം പരിചയപ്പെടുത്തി കൊടുത്താരെ അറിയോ, എന്നെ ഫസ്റ്റ്. ഇത് ഷാനു ഇവളറിയോ, ഇത് ഷാനു തന്നെ മോന്റെ മോള്. അപ്പൊ അപ്പുറത്ത് നിന്നിട്ട് അമ്മായി വരുന്നതിന് വന്ന് നമ്മളൊന്നും അമ്മാന്റെ മോളുമാരല്ലേ പറയും. ആ സാധനം ഇല്ലേ, ഞാൻ എല്ലായിടത്തും ആക്റ്റീവാ. ഞാൻ ആരാളാ നോക്കൂല, ഞാൻ നല്ലോണം ആക്റ്റീവ് ആവും. എന്റെ ഒരു ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്ന് അറിയില്ല. ലൈക്ക് നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാല് എന്തോ ഒരു ഉണ്ടായിനല്ലോ എന്ന് അവർക്ക് ഫീൽ ചെയ്യണം. എന്തോ ഒരു കുറവ് ഇവിടെ വന്നല്ലോ, എന്തോ ഒരു ഗ്യാപ്പ് ഇവിടെ വന്നല്ലോ എന്ന് തോന്നണം. പിന്നെ ഒരിക്കൽ പരിചയപ്പെട്ട ആൾക്ക് ഈ ഒരു ഇത് കീപ്പ് ചെയ്യണം എന്ന് അവർക്ക് തോന്നണം. ഈ ഒരു ബന്ധം കീപ്പ് ചെയ്യണം എന്ന് തോന്നണം. എന്റെ ഇത്താത്താന്റെ ഫ്രണ്ട്, ഇത്താത്താന്റെ കാർണോറ മോളെ ഫ്രണ്ടിനെ ഞാന് ഒന്ന് ത്രെഡ് ചെയ്യാൻ പോയപ്പോ അവിടെ കണ്ടേ. അപ്പൊ ഈ കാർണോറ മോള് എന്ന് പറഞ്ഞാല് അത്ര ഇതല്ല, നമ്മളെ മറ്റേ സാധനമാണ് ഇൻവേർട്ടർ, ഇൻട്രോവേർട്ട് ആണ് ആള്. അപ്പൊ ഇവളെന്താണ് ഈ ഫ്രണ്ടിന്റെ അടുത്ത് പറഞ്ഞാൽ ഓളങ്ങനെ മെസ്സേജും കാര്യമൊന്നുമില്ല. പിന്നെ നമ്മൾ കുറച്ച് സംസാരിച്ച് കഴിഞ്ഞപ്പോ നിന്റെ നമ്പർ എനക്കൊന്നും, എനിക്ക് ബുദ്ധിമുട്ടാവോ ചാറ്റ് ചെയ്യാൻ, എനിക്ക് നിന്നോട് സംസാരിച്ചാൽ ഭയങ്കര ഒരു പോസിറ്റിവിറ്റി തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, എന്റെ നമ്പർ വാങ്ങി എനിക്കിപ്പോ മെസ്സേജ് ചെയ്യുന്നുണ്ട്. അങ്ങനെയില്ലേ, നമുക്കിത് ലൈഫ് ലോങ് ഇവര് കൂടെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് കിട്ടും എന്ന് അവർക്ക് തോന്നണം. അങ്ങനെ ഒരു സാധനം ഇല്ലേ, മനസ്സിലാവുന്നുണ്ടോ? ഞാൻ മനസ്സിലാവുന്നുണ്ട് പറഞ്ഞത് മിസ്. ഇങ്ങനത്തെ എന്തെങ്കിലും ഇതിന്ന് എടുക്കാൻ വേണ്ടി പറ്റണോട്ടാ, എന്തെങ്കിലും എടുക്കാൻ വേണ്ടി പറ്റണം. അതായത് ഒരാള് വന്നിട്ട് നമ്മളോട് സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് ഫീൽ ചെയ്യണം.
മനസ്സിലായില്ല. അല്ലാണ്ട് വരുമ്പം തന്നെയാണ് ഈ എന്റെ ഹസ്ബൻഡ് അങ്ങനെ ആടിയ ഇങ്ങനെ ചെയ്യൂ, അതൊന്നും ശരിയില്ല, അപ്പുറവും ബെനവാടല്, നമ്മൾ ഇവിടെ പറയും അങ്ങനെ കേട്ടോ, ബെനവാടും എന്ന് പറയും. അപ്പുറം ബെനവാടും ഇപ്പുറത്തെ ബെനവാടും, ഇല്ലാ പാട്ട് പാടല്, എന്റെ മാപ്പൾക്ക് ഒരു സാലറിയും ഇല്ല, ഒരു പൈസയും ഇല്ല. എന്റെ ഒരു മെയിൻ ആളുണ്ട്, ഓളെ ഹസ്ബൻഡ് ഇതുവരെ ജോലി ഇല്ല കേട്ടാ, ഓളെ വർത്താനം കേട്ടാല്, പക്ഷെ അവര് നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. അതൊന്നും വേണ്ട, നെഗറ്റീവ് വേണ്ട. അങ്ങനെ നെഗറ്റീവ് പറയുന്നവരുണ്ട് എപ്പോഴും. സ്വന്തത്തിനെ കൊണ്ട് നെഗറ്റീവ് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, എത്ര കിട്ടിയാലും അവർക്ക് അതിൽ സാറ്റിസ്ഫൈ ആവാന്ന് അറിയില്ലേ, ആ സാധനം ഉണ്ടാവില്ല. എപ്പോഴും ഇനിയും ഒന്നുമില്ല സാധനമേ ഉണ്ടാവുള്ളൂ. മനസ്സിലായില്ലേ? അതൊന്നും വേണ്ട, നിങ്ങൾ എന്താണോ അതായിട്ട് പോവുക. അതുപോലെ നിങ്ങൾക്ക് ഏറ്റവും വേണ്ട സാധനം, പലർക്കും ഇല്ലാത്തൊരു സാധനം എന്ന് വെച്ചാല്, നമ്മൾ എപ്പോഴും മൈൻഡിൽ സെറ്റ് ചെയ്യേണ്ട ഒരു എഫർമേഷൻ പറഞ്ഞു തരട്ടെ. ഇത് എനിക്ക് വലിയ വിശ്വാസം ഉണ്ടായിട്ടില്ല, പക്ഷെ എനിക്ക് എഫക്റ്റ് ആയ ഒരു സംഭവമാണ്. അതായത് സമ്പൽ സമൃദ്ധി എന്നിലേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു. സമ്പൽ സമൃദ്ധി പഠിക്കണം തന്നെ കുറെ സമയം കേട്ടോ. അത് എന്നിലേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു. പണം എന്നിലേക്ക് ഒഴുകി വരാനുള്ള വാതിലുകൾ തുറന്നുകൊണ്ടേയിരിക്കുന്നു. ഇത് പറഞ്ഞു നോക്കിക്കോ, ഉറപ്പായിട്ടും അത് ആത്മാർത്ഥമായിട്ട് പറയണം കേട്ടോ. വെറുതെ ഒരു മന്ത്രം ജപിക്കുന്ന പോലെ, ഇത് മന്ത്രോ സാധനമൊന്നും അല്ല. അങ്ങനൊന്നും വിചാരിക്കല്ലേ, നമ്മുടെ മതത്തിനെതിരെ ഒന്നും അല്ല. ഇതെന്ന് വെച്ചാൽ നമ്മുടെ മൈൻഡിനെ നമ്മൾ പറഞ്ഞ് സെറ്റ് ആക്കുന്നതാ. ഓക്കെ, താനെ വരും. നിങ്ങൾ കണ്ടോ? മറ്റൊന്നും വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ എന്നാ മിസ് ഒന്നും കൂടി പറഞ്ഞുതരോ? ഓക്കെ, സമ്പൽ സമൃദ്ധി, അത് എഴുതാൻ തന്നെ ഒരുപാട് ഗൂഗിൾ അടിക്കേണ്ടി വരും അല്ലെ. സമ്പൽ സമൃദ്ധി എന്നിലേക്ക് ആകർഷിച്ചു കൊണ്ടിരിക്കുന്നു, ഒന്ന്. രണ്ടാമത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ പണം ഒഴുകി വരാനുള്ള വഴികൾ എന്നിലേക്ക് തുറന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, മറ്റൊന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ പേയ്മെന്റും വളരെ സന്തോഷത്തോടെ ചെയ്യാൻ എനിക്ക് സാധിക്കുന്നു. നിങ്ങൾക്ക് ഏറ്റവും വിഷമമുള്ള കാര്യമല്ലേ എന്തിനെങ്കിലും പൈസ കൊടുക്കുന്നത്, അല്ലേ? എനക്ക് സംഭവം അത് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. ഭയങ്കര എനിക്ക് എന്തിനെങ്കിലും പൈസ കൊടുക്കുമ്പോ എന്നെ കരളും പൊടിയും, കാരണം ഞാൻ അധ്വാനിച്ച പൈസയാണല്ലോ. ഓക്കെ, കെട്ടിയവന്റെ പൈസ കൊടുക്കുമ്പോൾ വലിയ പ്രശ്നം ഉണ്ടാവില്ല. അതേ സമയത്ത് നമുക്കായിട്ട് തരുന്ന ഒരു പൈസ, അതായത് അഫ്നിദാന്റെ കയ്യിൽ എനിക്ക് 2000 രൂപ ഞാൻ തരാം. ആ 2000 രൂപ ഓരോ 500 കുറയുമ്പോ നമുക്ക് ടെൻഷൻ ആയിരിക്കും, അള്ളാ ഇനി 1500 ഉള്ളൂ. അങ്ങനെ ഒരു സാധനം ഉണ്ടാവും. സത്യം എനിക്ക് നല്ലത് ഉണ്ടായിരുന്നു, പക്ഷെ ഇത് ഞാൻ പറഞ്ഞു വന്നിട്ട് ഇപ്പൊ തീരെ നിൽക്കുന്നില്ല. അത് വേറെ കാര്യം കേട്ടോ. അടിച്ചും പേയ്മെന്റ് ചെയ്തോണ്ടിരിക്കും പറഞ്ഞിട്ട്. പക്ഷേ എന്താക്കരുത്, നല്ല ഇതാവാൻ പാടില്ല. പക്ഷെ പറയരുത്, ആ ഒരു 5 അത് പറഞ്ഞോടാ, അത്ര നല്ലല്ലേ. പക്ഷെ നല്ലയാ. നമ്മുടെ ലൈഫ് ആർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെക്കുന്ന, സത്യം പറയട്ടെ, ചില ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് കൊറേ പൈസ പിശുക്കന്മാർക്കൊക്കെ ഉണ്ടാവും. നല്ലതല്ലേ മിസ്സേ? പിശുക്കന്മാർക്കൊക്കെ നല്ലത്. സത്യം എന്റെ പെങ്ങൾക്ക് ഇത് കൊടുക്കണായിരുന്നു. അതായത് നിറച്ച് പൈസ ഉണ്ട് വിചാരിക്കാം, കൊറേ, ഞാൻ കണ്ട ജീവിതം, കൊറേ സ്വത്തുണ്ട്, കൊറേ പൈസ ഉണ്ട്, കൊറേ ആൾക്കാർ, നിങ്ങൾ കൊറേ റിലേറ്റഡ് ആയിരിക്കും, റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് വെച്ചിട്ടുണ്ടെങ്കിൽ കൊറേ പൈസയൊക്കെ ഉണ്ട്, മക്കൾക്ക് എന്ന് പറഞ്ഞിട്ട് ഇവരെന്ത് ചെയ്യും, മത്തി കറിയും, അതുപോലെ എന്തെങ്കിലും, മത്തി മോശമായിട്ട് പറയുമല്ല, നല്ല പൈസക്ക് നല്ല പൈസ മീൻ വാങ്ങി കഴിക്കാലോ. അപ്പൊ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട്, എന്താ പറയാ, ചിക്കൻ ഒന്നും തിന്നാണ്ട് മട്ടൺ ഒന്നും തിന്നാണ്ട് വെറും അങ്ങനെ ഒരു ചുരുങ്ങിയ ജീവിതം കൊണ്ടുപോകും. ലാസ്റ്റ് മക്കൾക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് ഇവരങ്ങ് പോകും, ബാക്കിയാക്കിട്ട് പോകും. ഈ മക്കൾ അത് എന്ത് ചെയ്യുന്നു, ദൂർത്തടിച്ച് മാക്സിമം എക്സ്പ്ലോർ ചെയ്ത്, കാരണം അവർക്ക് കഷ്ടപ്പാടിന്റെ വില. ഇത് ആരുണ്ടാക്കി വെച്ചതാ? ഉണ്ടാക്കി വെച്ച ആള് പോയി, അല്ലെ? ഇങ്ങനെ മാറിമായത്തിലൊരു എപ്പിസോഡ് ഉണ്ടായിരുന്നു. അയാള് ഭയങ്കര പിശുക്കനെ, പിന്നെ പണിയെടുക്കാൻ വന്ന ഓന് അയക്കൂറി ആഗോലി എല്ലാം വാങ്ങുന്നത്, ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തന്നു. യെസ്, അയാള് മരിച്ചു. അങ്ങനെ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഭാവിയിലേക്ക്. സത്യം, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇസ്ലാമികമായിട്ട് പറയാന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നാളെ കുറിച്ച് ആലോചിക്കുന്നതിന് ശരിക്ക് എന്തില്ല. ഞാനൊരു കഥ കേട്ടതാട്ടോ, സത്യം ഞാൻ പറയട്ടെ. ഒരു സ്വഹാബിന്റെ വീട്ടിലേക്ക് ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു കൊണ്ടത്. ആ കുട്ടി അത്യാവശ്യം പൈസയുള്ള വീട്ടിലെ കുട്ടിയാ, ആരാന്ന് അറിയില്ല, ആളെ പേരൊന്നും ഞാൻ പറയുന്നില്ല. വലിയ പൈസയുള്ള വീട്ടിലെ കുട്ടിനെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നിട്ടാ. അപ്പൊ എന്ത് ചെയ്തു, ഈ കുട്ടി അടുത്ത ദിവസം തന്നെ ഒരു ഭക്ഷണ സാധനങ്ങളിൽ എടുത്തു വെക്കുന്ന കണ്ടപ്പോ വന്നിട്ട് സ്വഹാബിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഞാൻ ഇവിടെ നിൽക്കൂല, എനിക്ക് നിങ്ങളെ കൂടെ ജീവിക്കാൻ കഴിയൂല എന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾക്ക് തോന്നി, ഈ നമ്മളെ പാവപ്പെട്ട ഭക്ഷണം ഒന്നും ഇഷ്ടപ്പെടായിട്ടായിരിക്കും, ഇങ്ങനെ ഇതാക്കുന്നോണ്ടായിരിക്കും എന്നൊക്കെ കരുതിയിട്ട് പറഞ്ഞ്, നമ്മൾ പാവപ്പെട്ടവരാണ്, നിങ്ങളത്ര നമുക്ക് ഇല്ല എന്നൊക്കെ പറയുമ്പോ, അതൊന്നും അല്ല കാരണം. ഞാനിപ്പൊ അടുക്കളയിൽ കണ്ടു, നാളേക്ക് വേണ്ടിയിട്ട് മാവ് എന്തോ സെറ്റാക്കി വെച്ചിട്ട് കണ്ടു. മനസ്സിലായില്ലേ? നാളെ ഉണ്ട് എന്നുള്ളത് എന്ത് വിശ്വാസം നിങ്ങൾക്കുള്ളത്? നിങ്ങൾക്ക് എന്തില്ല, തക്കവയില്ലാത്ത ഫാമിലിയാണ്. മീൻസ് ആ സാധനം ഉണ്ടല്ലോ, നാളേക്ക് എന്ന് പറഞ്ഞാൽ ചെയ്യണ്ട, അതൊക്കെ ആ സമയമാകുമ്പേക്ക് വരും. സത്യം വേണം, നമുക്ക് നമ്മുടെ ഹസ്ബൻഡിനോ
എന്റെ മോള് കേക്കല്ലേ. അതായത് മക്കളൊന്നും ഒരു പരിധി കഴിഞ്ഞാൽ മക്കളും നമ്മളെ വലുതൊന്നും ആക്കൂല. അവർക്ക് ഒരു ഹെൽപ്പിംഗ് ലൈക്ക് അങ്ങനെ സാധനമേ ഉണ്ടാവുള്ളൂ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത്രേ ഉള്ളൂ. ഇപ്പോഴത്തെ എന്നല്ല പണ്ടത്തെ ആണെങ്കിലും ഒരു ലെവല് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു 60 എന്റെ അഭിപ്രായം 60-70 വയസ്സ് വരെ ജീവിക്കണ്ടുള്ളൂ. അത് കഴിഞ്ഞ് ആർക്കായാലും ഭാരം തന്നെയാണ്. അത് ഏത് ലെവലിലാണെങ്കിൽ ഭാരമാണ്. മക്കൾക്കായിക്കോട്ടെ കുടുംബക്കാർക്കായിക്കോട്ടെ. വളരെ റെയർ ആയിട്ടായിരിക്കും പൊന്നും പൂ പോലെ നോക്കുന്ന മക്കളും ഉണ്ടാവുള്ളൂ. വളരെ റെയർ. ഓക്കെ. അപ്പോ ഞാൻ ഇന്ന് കുറെ ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ചിലപ്പോ ഇതിന്ന് ചിലർക്കെങ്കിലും എന്തെങ്കിലും ഉൾക്കൊള്ളാൻ പറ്റിയാല് അത് എനക്കൊരു ഗുണമല്ലേ അല്ലേ? അതാണ് ഞാൻ എന്റെ ഒരു ക്യാരക്ടർ ഞങ്ങൾക്ക് ഇപ്പൊ ശരിക്കും മനസ്സിലായിട്ടുണ്ടാവല്ലേ. എന്തൊരു സാധനാണോ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താന്നുള്ളത് നിങ്ങളൊന്ന് പറഞ്ഞേ നോക്കട്ടെ. മിസ് ഒരു കോമഡി ക്യാരക്ടർ ആയിട്ട് എനിക്ക് തോന്നുന്നു. ജെനുവിൻ ആണ് സത്യം. എനിക്ക് നല്ല മച്ചുവേർഡ് ആയിട്ട് തോന്നണു മിസ്. അങ്ങനെയാണ് മിസ് ചെയ്യണതാ ശരിക്കും ചെയ്യുക. മിസ്സിന് ഈ നല്ല അടിമപ്പണി ബുദ്ധിയുണ്ട്. ഒന്നും ചെയ്യാണ്ടേ. വെരി ഗുഡ്. നല്ലൊരു പേഴ്സണാലിറ്റി ഉണ്ട്. എനിക്കും ഇങ്ങനെ എനിക്ക് മിസ്സിന് നല്ല പേഴ്സണാലിറ്റി ആയിട്ടാ തോന്നണേ. മിസ് നല്ല പറഞ്ഞില്ലേ, പേഴ്സണാലിറ്റി എനിക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഉപകാരപ്പെട്ടിട്ടുണ്ട് കേട്ടാ. ഞാനും കുറെ അങ്ങനെ ഞാൻ ഈ തന്നെയാ. മിസ് പറഞ്ഞ പോലെ ഭയങ്കര എന്താ പറയണ്ടേ, നല്ല പിള്ള ചമയുന്ന ഒരുത്തിയായിരുന്നു ഭർത്താവിന്റെ വീട്ടില്. ഇപ്പൊ എന്നെ അവിടുന്ന് ചേട്ടി പുറത്താക്കി. കിട്ടി ബോധിച്ചല്ലേ. അതത്ര ഞാൻ പറയട്ടെ, ഹസ്ബൻഡിന്റെ സപ്പോർട്ട് അതൊന്നും മതി. നിങ്ങൾ അവരെ നിങ്ങൾ ബോധ്യപ്പെടുത്തിക്കാൻ വേണ്ടി എന്തും നിങ്ങൾ ചെയ്തോ, അവർക്ക് വേണ്ടി നിങ്ങൾ എന്തും ചെയ്തോ. പക്ഷെ അവരെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഈ പറഞ്ഞ സാധനം ഒന്നും നടക്കൂലേ. ഉള്ള പറയാലോ. എന്റെ ജാബി പറഞ്ഞ കാര്യം കല്യാണത്തിന് മുമ്പ് ഒറ്റ കാര്യം എന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളൂ. പെങ്ങളെ കാര്യം ഉമ്മാന്റെ കാര്യം ഒന്നും വന്നിട്ട് എന്റെ അടുത്ത് വന്ന് പറയാൻ നിൽക്കരുത്. കല്യാണത്തിന് മുമ്പാട്ടോ. പക്ഷെ അപ്പൊ ഞാൻ പറഞ്ഞ പിന്നെ ഞാൻ ആരോടാ പറയണ്ടേ? ആരോടും പറയണ്ട, നീ ആയിട്ട് അങ്ങ് സെറ്റിൽ ചെയ്യാ, തീർത്തക്ക. ഒന്നും പറയണ്ടെന്നുള്ള കാര്യം. അപ്പൊ ഞാൻ സപ്പോർട്ട് ഉണ്ടാവുമല്ലോ, ഒന്നും പറയില്ലല്ലോ. ഇപ്പൊ എപ്പോഴും എന്റെ ജാവി പറഞ്ഞ ഒറ്റ ഡയലോഗാ, പോയി പണി നോക്കാൻ പറ. അത്രേ ഉള്ളൂ. ആ സംഭവം ഇല്ലേ, ആ ഒറ്റ ഒരു ഡയലോഗിലാണ് ഞാൻ ഇത്രയും പയറ്റുന്നട്ടോ. അങ്ങനെ സപ്പോർട്ട് ഉണ്ട്, ബാക്ക് സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് എന്ത് ഷോ ചെയ്യാം. അവരെ ഹസ്ബൻഡുമാര് നമ്മളെ മനസ്സിലാക്കേണ്ട ഒരു ടൈം ഉണ്ട്. മീൻസ് നമ്മൾ മനസ്സിലായി, അവരെ മനസ്സിലാക്കുന്ന ഒരു ടൈം ഉണ്ട്. അത് കല്യാണം കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ. അത് മനസ്സിലാക്കാൻ ഒരു ഗ്യാപ്പ് നിങ്ങൾ കൊടുക്കണം, അതിനുള്ള അവസരം നിങ്ങൾ കൊടുക്കണം. പിന്നെ നിങ്ങൾ എന്ത് ചെയ്താലും അവർ ഓക്കെയാ, നിങ്ങൾക്ക് സപ്പോർട്ട് ആയിരിക്കും. മനസ്സിലായില്ലേ? പിന്നെ ഇപ്പൊ എനിക്ക് ഏട്ടന്റെ ഭാര്യമാരുണ്ട്, 3 ഏട്ടന്റെ ഭാര്യമാരുണ്ട്, 3 അനിയന്റെ ഭാര്യമാരുണ്ട്, അല്ല 2. അപ്പൊ ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞു പോയാലേ, നമ്മൾ തെറ്റായിട്ട് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ മരിക്കുന്നവരെ അതും പറഞ്ഞു നടക്കൂ. ഓളെന്നോട് അങ്ങനെ പറഞ്ഞു, ഓളെന്നോട് ഇങ്ങനെ പറഞ്ഞു. പറഞ്ഞോണ്ട് അസ്മിതാക്കൊന്നും കൊള്ളാനൊന്നും ഇല്ലല്ലോ. ഉള്ളു പോന്നെങ്കിലല്ലേ പ്രശ്നമുള്ളൂ. ഭയങ്കര കമ്പാരിസണാ മറ്റുള്ള അമ്മായിമാരെ വെച്ചിട്ട്. അപ്പൊ അപ്പൊ ഇവരെല്ലാം അത് മിസ്സേ ഞാൻ മാത്രം എനിക്ക് തോന്നണേ നമ്മുടെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഇത്രയും പ്രശ്നം, ഫാമിലി ഇഷ്യൂസ് ഇത്ര കൂടുതലെന്ന് എനിക്ക് തോന്നണം. ഈ ചിരിക്കുന്നതിനും ചിന്തിക്കുന്നതിനും ഒക്കെ പ്രതിഫലമുള്ള ഒരു സമൂഹത്തില് അല്ലേ മിസ്സേ? അങ്ങനെ പറഞ്ഞില്ലേ, ഈ സാധനം എവിടെയാ വരുന്നതെന്നറിയോ? ആദ്യം നല്ല പിള്ള ചമയുന്നോണ്ടാ. ഓൾ ഇങ്ങനെ തന്നെയാണ് എന്ന സാധനം കൊടുക്കണം. ഓള ഇങ്ങനെയാണ്. പിന്നെ അവര് ഓളെന്നാൽ അങ്ങനെ പറഞ്ഞു, ഓളങ്ങനെ പറയുന്ന ആളാണ് എന്ന സാധനം അവിടെ കിട്ടണം. ഈ കല്യാണം കഴിഞ്ഞപാട് ഭയങ്കര പേടിയല്ലോ എല്ലാവർക്കും. പാവായിട്ട് നിന്ന് കഴിഞ്ഞാലില്ലേ, അങ്ങനെയുള്ളവര് എടുക്കുമ്പോഴാണ്, അങ്ങനെയുള്ളവര് വോയിസ് എടുക്കുമ്പോൾ ഓളെന്നാൽ അങ്ങനെ പറഞ്ഞില്ലേ, ഓൾറെഡി അങ്ങനെ പറയുന്നോളാണെങ്കിൽ അവരങ്ങനെ പറയൂലല്ലോ. ഇതില്ലേ തുടങ്ങിയതല്ല. എന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞപ്പോ ഇവിടുന്ന് നമ്മളെ വീട്ടില് എണേന്ന് വിളിക്കുന്നത് കുറവാ. വളരെ ദേഷ്യം പിടിക്കുമ്പോ, വഴക്ക് പറയുമ്പോ അത്രയും ലോ ക്വാളിറ്റി അങ്ങനെ എണേന്ന് വിളിക്കുള്ളൂ. എന്റെ വീട്ടിൽ മാത്രം, നാട്ടിലൊക്കെ വിളിക്കൂട്ട. അതേസമയത്ത് ഈ ജാബിയുടെ വീട്ടിൽ എല്ലാവരും എണേ സാധന. ഓക്കെ, ഭയങ്കര എണേന്നാ. എന്നിട്ട് എൻഗേജ്മെന്റ് കഴിഞ്ഞ ഉടനെ 2 ദിവസമേ ആയിട്ടുള്ളൂ, വിത്തിൻ 2 days എന്റെ ഹസ്ബൻഡ് എന്നെ എണേന്ന് വിളിച്ചു. ശരിക്കും കേൾക്കണോട്ടാ, എണേന്ന് വിളിച്ചു. നിങ്ങളാണെങ്കിൽ നമ്മളെ കണ്ണൂരുള്ള ഒരു സ്ലാങ്. എണേന്ന് പറഞ്ഞാൽ ആ സംഭവമാണ് കേട്ടാ. എടിക്ക് പകരം എണേ ഉള്ളതാ. അപ്പൊ നിങ്ങളാണെങ്കിൽ 2ാമത്തെ ദിവസം ഇങ്ങനെ എൻഗേജ്മെന്റ് കഴിഞ്ഞ എല്ലാം കൊണ്ട് ഓക്കെ ആയ ഒരു ഫാമിലി, നിധി പോലെ കിട്ടിയ ഒരു അത്രയും അടിപൊളി ഫാമിലിയാണ് ജാബിന്റെ. അത്ര വെൽ സൂപ്പർ സാധനമാണ്. അപ്പൊ എന്ന് വെച്ചാല് പുറമെ
ഉണ്ടാവൂലേ പ്രമാണികള് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ദീനികൾ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ ഒരു ഫാമിലി ഒരു കിട്ടലാണ് ഒരു ഒരു ചെക്കനെ കിട്ടാന്ന് പറയുന്നത്. അപ്പൊ ഈ രണ്ടാമത്തെ കോളില് എണേന്ന് വിളിച്ച ഉടനെ നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? ഒന്നും പറയൂല. അയ്യോ ഫസ്റ്റ് അല്ലേ, ആദ്യം എൻഗേജ്മെന്റ് കഴിഞ്ഞാട് എന്നെ നെഗറ്റീവ് വിചാരിക്കൂലേ, ഫസ്റ്റ് എന്നെ എന്തെങ്കിലും പറഞ്ഞാല് അങ്ങനെ ചിലപ്പോ നിങ്ങൾ പറയും എന്നെ എണേന്ന് വിളിക്കണ്ടെന്ന് പറയും. അത്ര പറയല്ലേ ചെയ്യാ. അപ്പൊ ഓൻ പറയണ ഓക്കെ വിളിക്കുന്നില്ല, പിന്നെ ഇണയെന്ന് വിളിച്ച് പോയാലും നിങ്ങൾ ഒന്നും ചെയ്യാൻ വേണ്ടി പോകുന്നില്ല, പിന്നെ പോയി പറഞ്ഞിട്ട് കാര്യമില്ല, എന്തായാലും വിളിക്കും. ആ സാധനത്തിലായിരിക്കും നിങ്ങൾ നിൽക്കുക അല്ലെ? അല്ലേ? ആണോ അല്ലേ? അതെ. ഉറപ്പായിട്ടും അതെ. കാരണം ഇനി അഥവാ ഞാനായിട്ട് എന്തെങ്കിലും ചെയ്തിട്ട് ഈ ബന്ധം പോയിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക? എല്ലാരും എന്നെ കൊല്ലൂലേ? കാരണം ആ സമയത്ത് നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഒന്നും ഇല്ല. ഞാൻ ആദ്യം പറഞ്ഞു ജാബിക്കാക്ക എന്നെ ഇണയെന്ന് വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു, കൂളായിട്ട് പറഞ്ഞു. അപ്പോ ആദ്യം തന്നെ ഞാൻ എന്താന്നുള്ള ജാബിക്ക് കിട്ടിട്ടോ. ഫസ്റ്റ് 2-3 ഡേയ്സിനുള്ളിൽ തന്നെ ജാബിക്ക് ഞാൻ എന്താണ്, ഞാൻ വേർത്ത് ആണ്, മീൻസ് ജാബിക്ക് എന്നെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ബെറ്റർ ആണെന്നുള്ള ആ ഒരു സാധനമൊക്കെ ഉണ്ടാവൂല. എന്തായാലും ഇവിടെ കൊള്ളാലോ, ഇവിടെ വിട്ടു പോവരുത് എന്നുള്ള സാധനം ആക്കി കൊടുത്ത് അതിനുശേഷമാണ് പണി. ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എന്നെ ഇടയിൽ വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ആളുകൾക്ക് കിട്ടല്ലോ ഒരു നമ്മളൊരു ചൊറിയുന്ന ഒരു സ്വഭാവം. എന്താ നിന്റെ ഇടയെന്ന് വിളിച്ചൂടെ, എന്താണ് എനിക്ക് ഇടയെന്ന് വിളിക്കുന്ന ഇഷ്ടല്ലേണേ എന്ന് പറഞ്ഞ അവിടെ ഞാൻ കോള് കട്ട് ചെയ്തു. ഒറ്റ കട്ട് ചെയ്യല. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനമില്ല, കട്ട് ചെയ്തു. പിന്നെയും വിളിച്ച് എടുക്കുന്നില്ല, പിന്നെയും വിളിച്ച് എടുക്കുന്നില്ല. നോ, ഒരു റെസ്പോൺസും ഇല്ല, ഉറപ്പായിട്ടില്ല. അപ്പൊ എന്റെ അടുത്ത് കുറെ സോറി സോറി സോറി, ഇനി ഞാൻ വിളിക്കൂല, ഇനി ഒരിക്കലും വിളിക്കൂല അങ്ങനെയെല്ലാം പറഞ്ഞ് എന്റെ അടുത്ത് സോറി പറഞ്ഞു. അന്നേക്ക് ഇന്ന് 10 വർഷമായി. അതിനിടയിൽ ഇതുവരെ എന്നെ ഇണയെന്ന് വിളിച്ചിട്ടില്ല. മാത്രവുമല്ല എന്റെ ഹസ്ബൻഡിന്റെ ഫാമിലിയിലും ജാബി പറഞ്ഞു. ആ സമയത്ത് അങ്ങനെ ആയിരിക്കുമല്ലോ നമ്മുടെ പെണ്ണ് എന്തെങ്കിലും പറയുമ്പോ വീട്ടുകാരോട് പറയാനൊക്കെ അല്ലെ. കാരണം എന്റെ ഒക്കെ ഇണയെന്ന് വിളിക്കുന്ന ഇഷ്ടമല്ല കേട്ടോ. അവിടെ ആദ്യേ ധരിപ്പിച്ചുകൊണ്ട് അവർക്കും എന്നെ ഇണയെന്ന് വിളിക്കുന്ന അവർക്ക് തന്നെ ഒരു ചമ്മല. ഷാനുവിനെ ഇണയെന്ന് വിളിക്കണ്ടേ, ഓക്ക് അത് ഇഷ്ടമല്ലേ എന്നുള്ള സാധനമില്ലേ, അത് അവിടെയും കിട്ടി. എന്നെ ആരും ഇപ്പൊ അവിടെയും വിളിക്കില്ല, ജാബിയും വിളിക്കില്ല ഇണയെന്ന്. അത് ബാക്കിയുള്ള ഏട്ടന്റെ സോറി എന്റെ ഹസ്ബൻഡിന്റെ ഏട്ടന്റെ ഭാര്യമാരൊക്കെ ഇണയെന്ന് വിളിക്കും. പക്ഷെ എന്നെ ഷാനൂന്ന് മാത്രം, അവിടെ ഇണയെ വരൂല. മനസ്സിലായില്ലേ? ഇതൊക്കെ നമ്മൾ ആദ്യ തുടക്കത്തിൽ ചിന്തിക്കേണ്ട കാര്യം. ഇനി നിങ്ങൾക്ക് മാറ്റം വരുത്താൻ ഭയങ്കര പണിയാ, ചെറിയ പണിയൊന്നുമല്ല. നിങ്ങൾ നിന്നെടുത്ത് ഇനി മാറ്റം വരാൻ ഇനി നിങ്ങളുടെ മക്കളെ നിങ്ങൾ അത് സെറ്റാക്കുക. മക്കളെ പോയിട്ട് അടിയറവ് വെക്കാൻ വേണ്ടി വിടരുത്. ആ ബോൾഡ് ആക്കി വെക്കുക. പറയേണ്ട അടുത്ത് പറയേണ്ട പോലെ പറയുക. ഓക്കെ? അതെ, ഞാൻ എന്റെ ഹസ്ബൻഡിനോട് ഞാൻ പറയാം, എനിക്ക് 3 പെൺകുട്ടികളാ. ഞാൻ പറഞ്ഞു ഒരിക്കലും കുറെ ആൺകുട്ടികളുടെ അടുത്ത് മംഗലം കഴിപ്പിക്കേ ചെയ്യരുതെന്നാണ്. ഞാൻ മരിച്ചു പോയിട്ടുണ്ട്, ഞാൻ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇനി മംഗലം കഴിച്ചില്ലെങ്കിൽ കഴിയണ്ട, അവിടെ നിന്നോട്ടെ, പ്രശ്നമില്ല. എന്റെ അനുഭവം വരാൻ പാടില്ല. അതുപോലെ തന്നെ മിസ്സേ, എന്റെ ഭർത്താവിന്റെ വീട്ടിൽ എല്ലാരും എണയെന്ന് വിളിക്കും. അപ്പൊ എനിക്കത് കേൾക്കുമ്പോ ദേഷ്യം പിടിക്കും. നമ്മളെല്ലാം ഇവിടുന്ന് പിന്നെ എന്നല്ലെങ്കിൽ പേര് വിളിക്കും, എണയെന്ന് വിളിക്കൂല. ഇഷ്ടമല്ല, സംസ്കാരം ഇല്ലാത്ത വാക്കാ ശരിക്കും പറഞ്ഞത്. അപ്പൊ ഇവരും എന്നെ വിളിക്കുക. കഴിഞ്ഞ ആഴ്ച കൂടി ഞാൻ പറഞ്ഞു എന്നെ എണയെന്ന് വിളിക്കറേ, എനിക്ക് ദേഷ്യം. എന്നിട്ട് നമ്മൾ ഇതുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുമല്ലോ എന്തേലൊക്കെ പറയുമ്പോ, നോക്കണേ എണേന്നോ, നോക്കണേന്നാണ് ഷാനു. അപ്പൊ എന്നാലും ഞാനെന്താ ഇന്നെ ഇണയെന്ന് വിളിച്ച, ഇണയെന്ന് പറഞ്ഞാൽ ഇണയെ എന്നാണ് അർത്ഥം. എന്റെ ഹസ്ബൻഡ് കണ്ടുകൊടുത്താണേ ഇണയെന്നാണ്. ഞാൻ പറഞ്ഞു അപ്പൊ ഞാൻ എന്റെ ഉമ്മാന്റെയും ഉപ്പ എല്ലാരും ഇണയാണോന്ന് ചോദിച്ചു. ആകെ കുടുങ്ങി. ഞാൻ എന്നോട് തോറ്റു. ആദ്യം പറഞ്ഞപ്പോ ഇണയെ ഭാര്യയെന്നൊക്കെ വിളിക്കുന്നതായിരിക്കും. അത് ചെറിയ മക്കളെ വരെ എണേ അതിങ്ങെടുത്താ, എണേ അതിങ്ങൊണ്ടാ ഇങ്ങനെ പറയാ. ദേഷ്യം പിടിക്കും കേൾക്കുമ്പോ. അല്ലെ മോളേന്ന് വിളിച്ചാ പറയും, അല്ലെ ഓളെ പേര് വിളിച്ചാ പറയും, ലുത്തു അതിങ്ങെടുത്താ, അല്ലെങ്കിൽ മോളെ അതൊരിക്കും ഇങ്ങെടുത്തേരോ. ഇത് എണേ 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 സത്യം, നമ്മളത്തെ അത് ഭയങ്കര ഒരു ബാഡ് പോലെയാണ് കേട്ടോ. അപ്പൊ ഇന്നെന്തൊക്കെ കൊറേ സംസാരിച്ച് ടൈം അങ്ങ് പോയല്ലേ മക്കളെ. ഐ റിയലി സോറി. എനിവേ നമുക്ക് ഞങ്ങള് കൊറേ പാഠം നമ്മൾ പഠിച്ചു. എൻജോയ് ചെയ്ത് മിസ്സേ. ഈ ലൈഫ് ക്ലാസ് ആണ് നല്ലത്. ലൈഫിനെ കുറിച്ച് നല്ലായിരുന്നു, നല്ല ടോക്കായിരുന്നു. വെരി ഗുഡ്. പിന്നെ മിസ്സുമാർ നമ്മുടെ സമൂഹത്തിൽ വേണം. പ്രധാനമായിട്ട് പറയാം, വേറൊരു കാര്യം പ്രധാനമായിട്ട് പറയാം. നിങ്ങള് ആരടുത്തും ഡയലോഗ് അടിച്ചോ, മീൻസ് നിങ്ങളെ ആരടുത്താണെങ്കിൽ നിങ്ങൾക്ക് സ്ട്രൈറ്റ് വേർഡ് ആയിട്ട് സംസാരിക്കാം. പക്ഷെ അമ്മേന്റെ അടുത്ത് നിങ്ങൾ അധികം അങ്ങനെ എന്റെ ഒരു മെന്റാലിറ്റിയാ, ഭയങ്കര ബോൾഡ് ആയിട്ടോ അല്ലെങ്കിൽ കുത്തുന്ന രീതിയിലോ സംസാരിക്കരുത്. എന്റെ ഒരു സംഭവമാണ്. കാരണം നമുക്ക് ഇന്ന് കാണുന്ന ഹസ്ബൻഡിന് തന്നത് ഓരന്നെ എന്ത് പറഞ്ഞാലും അതുള്ളതാട്ടോ. പക്ഷെ എന്ന് വെച്ചാല് അവരുടെ അടുത്ത് പറയാനുള്ളത് ഞാൻ പറയും, പക്ഷെ വേറെ വഴിയാന്നേ ഉള്ളൂ. ഒരു തവണ ഞാൻ റൂമിൽ കിടക്കുക, മുകളിൽ താഴെ പാർട്ടിയാ, എനിക്ക് പ്രഗ്നന്റ് ആവുന്നില്ല, എന്തൊക്കെ മെഡിസിൻ എടുക്കുന്നുണ്ടായിരുന്നു ആ സമയത്തെ.
അപ്പൊ നല്ല ടയേർഡ് ആയിരിക്കും അല്ലെ, നല്ല ഡോസ് ഒക്കെ ഉള്ള അല്ലെ. ഞാൻ അറിയാണ്ടൊന്ന് തല ചായച്ചിട്ടേ ഉള്ളൂ. അപ്പൊ മൂത്ത അമ്മായി പോയിട്ട് ഉമ്മാടുത്ത് പറഞ്ഞു കൊടുത്ത് എല്ലാവരും ഇരുന്ന് പണിയെടുക്കുമ്പോൾ മോള് കിടന്ന് ഉറങ്ങിയെന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, താഴെ വന്ന് ഉമ്മ ഒരു അലറല്ല, എന്താ ഷാനൂടെ എല്ലാവരും പണിയെടുക്കുമ്പോ നീ അവിടെ മുകളിൽ കിടന്ന് ഉറങ്ങല. ആദ്യമായിട്ടും അവസാനമായിട്ടും എന്റെ ഉമ്മച്ചിയെടുത്ത് നന്നായിരുന്നു. ഞാൻ എന്ത് ചെയ്തു, ഞാൻ മെല്ലെ താഴേക്ക് വന്നു. താഴെ എനിക്കിത് എങ്ങനെയെങ്കിലും തിരിച്ചു വരണം, പക്ഷെ എനിക്ക് ഉമ്മമാരോട് ഞാൻ കൊന്നാലും സൗണ്ട് എടുക്കുക. എന്റെ ഉമ്മാനടുത്ത് എനിക്ക് ഇപ്പൊ നമ്പർ തരാം. എന്റെ ഉമ്മാനടുത്ത് ഒരു ചേ അല്ലെങ്കിൽ എവിടെ എന്റെ ഉമ്മാക്ക് 100 ഐസ് ഇട്ട് കൊടുക്കട്ടെ. ഉമ്മ അപ്പളെ വിളിച്ചു. ക്ലാസ്സിലാന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, അതായത് എന്താ പറയാ, ഒരിക്കലും ഒരു ചേ അല്ലെങ്കിൽ ഒരു സൗണ്ട് എടുത്തിട്ട് ഇതുവരെ ഇല്ല. എന്റെ ഉമ്മാടെ നിങ്ങൾക്ക് വേണേ നമ്പർ തരാം കേട്ടോ. എന്റെ അനിയന് ആൺകുട്ടിയൊക്കെ ഉണ്ടാവല്ലോ ഒരു ടൈം ആകുമ്പോൾ ഒരു സൗണ്ട് എടുക്കലൊക്കെ. ഒരിക്കൽ സൗണ്ട് എടുത്തതിന് ഓനെ ഞാൻ നിന്ന നിപ്പിൽ കാല് പിടിച്ച് മാപ്പ് പറയിപ്പിച്ചിട്ടുണ്ട്. കാരണം ഉമ്മ എന്ന് പറയുന്നത് അതൊരു സംഭവമാണ്. അവരോട് കളിച്ച കിട്ടും, തിരിച്ച് കിട്ടൽ ഉറപ്പാ. അതുകൊണ്ട് അത് ഞാൻ കളിക്കലില്ല. പക്ഷെ എനിക്ക് ഉമ്മാനോട് എങ്ങനെയെങ്കിലും ഇത് എന്റെ ഒരു ആ സാധനം ഉണ്ടാവില്ല ഉള്ളിൽ, ഒരു ദേഷ്യം. ഇത്രയും ആൾക്കാരെ കൊണ്ട് തന്നെ ഇതാക്കിയതല്ലേ. ഞാൻ താഴെ വന്നപ്പോ ആര് പെട്ടു എന്ന് പറയട്ടെ. നേരത്തെ ഇളയമുണ്ടല്ലോ, നേരത്തെ ഇളയമയാണ് പെട്ടത്. അതേ കുടുങ്ങും. അതാണ് ഇങ്ങനെ ഇങ്ങനെ ചൊറിയുന്ന ടൈപ്പിൽ കുനിഷ്ടം എന്നൊക്കെ പറയത്തില്ലേ, ആ സാധനം. ഞാൻ വന്നപ്പോ തന്നെ എന്താ ആശാനോ ഇത്രയും പണിയുള്ളപ്പോ പോയി കിടന്ന് ഉറങ്ങലാന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഉറക്കം വന്ന ഞാൻ ഉറങ്ങും. ഓക്കെ, ഒറ്റ ഡയലോഗ്. അത് ഞാൻ കുറച്ച് ആദ്യമായിട്ട് കുറച്ച് സ്ട്രോങ് ആയിട്ട് പറഞ്ഞത് അത് മാത്രം. കാരണം താഴെ അത്രയും കല്യാണത്തിന് വന്ന ആൾക്കാർ എല്ലാരും ഉണ്ട് താഴെ. നിറച്ച് ഇത്ര ആൾക്കാരെ കൊണ്ട് എന്നെ ഷൗട്ട് ചെയ്യുമ്പോ എനിക്ക് ഉണ്ടാകുന്ന ഫീലിംഗ് ഒന്ന് ആലോചിച്ച് നോക്കാം. ഓക്കെ, ഞാൻ ഉറക്കെ തന്നെ പറഞ്ഞ് എനിക്ക് ഉറക്കം വന്ന് ഞാൻ ഉറങ്ങുന്ന ഒറ്റ പറച്ചിലങ്ങ് പറഞ്ഞു കേട്ടാ. അതോടെ ഇളയമ്മ ഫ്ലാറ്റ്. ഉമ്മാക്ക് മനസ്സിലായി ഇവക്ക് ഇളകിയിട്ടാണത്. ഉമ്മ എങ്ങനെയാണെ ഷാനു ചായ പക്ഷെ വേണ്ടേ. മിസ്സേ, ഞാൻ ഞാൻ മിസ്സിനോട് ഒരു കാര്യം പറയട്ടെ. ആ പിന്നെ ഒന്ന് എന്തെന്നാ നിങ്ങൾ കളിക്കുന്നേ, ഒരു മിനിറ്റ്. മോട്ടിവേഷനായി ഇപ്പൊ തന്നെ ഹസ്ബൻഡ് മിസ്സേ അത് വെറുതെ അല്ലേ സംഭവം എളാമ്മ വെച്ചാല് മിസ്സിനെ ഭയങ്കര കാര്യം. നമ്മളൊരിക്കലും, എന്റെ ഉമ്മ ഒരു പച്ചപ്പാവാന്നേ. നമ്മളൊരിക്കലും പിന്നെ അങ്ങനെ ഒന്നും അങ്ങോട്ട് പറയില്ല. ഒരു പാവന്ന് വെച്ചാൽ അത്രയും പാവാന്നേ. പക്ഷെ എന്റെ ഹസ്ബൻഡിന്റെ ഉമ്മ അങ്ങനെയല്ല, നല്ലോണം പറയുന്ന കൂട്ടത്തിലാ. ഒരു ചെറിയൊരു ഒരു കാര്യം പറയട്ടെ. എന്റെ ഏട്ടത്തി സുഖയിലായിട്ട് 2 മാസമായിട്ട് നടുവേദനയായിട്ട് കിടന്നെടുത്താ. അപ്പൊ ഈ ഒരാളും കാണാൻ വരാത്തില്ല. പിന്നെ എല്ലാരും വന്നേ. അപ്പൊ ഇവരെ വീട്ടുകാരെന്ന് വെച്ചാൽ പൊതുവെ എല്ലാരും അസുഖം അന്നാലെല്ലാം വേഗം കാണാൻ വരുന്നതാ. അപ്പൊ ഇവരെ വീട്ടിൽ നിന്ന് മാത്രം വരുന്നില്ല. അപ്പൊ എന്റെ കുഞ്ഞിലെ നാട്ടിലില്ല. അപ്പൊ ഓർക്കൊരു ചിന്താഗതി വരില്ല, എന്താ ഇവര് എന്തോ മാത്രമേ വരാ, അങ്ങനെ ഒരു ഉണ്ടാവുമല്ലോ. അപ്പൊ അതെ. പിന്നെ ഞാൻ ഓരോന്നും പറഞ്ഞു കഴിഞ്ഞേ. അപ്പൊ പിന്നെ ഞാൻ ഇവരോട് പറഞ്ഞു നിങ്ങളവിടുന്ന് മാത്രം വരാത്ത. അപ്പം പറഞ്ഞു ഈ കെട്ട് കൊണ്ടുവരാന് പൈസ ഇല്ല, അതുകൊണ്ടാ വരാത്ത. കാണാൻ പോകുമ്പോ കെട്ട് കൊണ്ടോണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ ആർക്കും കെട്ട് വേണ്ട. ഒരു രോഗിനെ കാണാൻ പോകുമ്പോ അങ്ങനെ അള്ളി റസൂൽ എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ കെട്ട് കൊണ്ടോണം എന്നുള്ളത്. അപ്പം പിന്നെ ഇവർ വേറെ വിഷയം എടുത്തേ. എന്റെ ഉപ്പമ്മ മരണപ്പെട്ട സമയത്ത് ഒരാളൊരു ആവശ്യം വീട്ടിൽ വന്നാൽ നമ്മൾ സാധാരണയായിട്ട് ചോദിക്കില്ല, നിങ്ങൾ വെള്ളം കുടിച്ചിനോ, അല്ലെ വെള്ളം കിട്ടീനോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വെള്ളം തന്നിനോ. സ്വാഭാവികമല്ലേ, എല്ലാരും ചോദിക്കുന്ന കാര്യമല്ലത്. അങ്ങനെ ഞാൻ ഉമ്മാനോട് ചോദിച്ചിന് പോലും. അത് ആടാ ദ്വാരക്കൽ നമ്മൾക്ക് മരിച്ചാല് ദ്വാരക്കലിന് പിന്നെ 3-ാമത്തെ ദിവസം പിന്നെ 40-ന് ആണ്ടിനെല്ലാം കൊണ്ടുവരും. അപ്പൊ അത് നമ്മൾ വിലക്കും, എല്ലാവരോടും വിലക്കും. പക്ഷെ ഈ ദ്വാരക്കലിനാട്ട കൊണ്ടുവരാൻ വിലക്കീനും തോന്നുന്നു, കൊണ്ടാന്നിട്ടില്ല ഇവരവിടുന്ന്. ആരടുന്നും വാങ്ങിച്ചില്ല, നമ്മളെല്ലാരടുന്നും വേണ്ടാന്ന് പറഞ്ഞിന്. അപ്പൊ അതുകൊണ്ടാ ഞാൻ അങ്ങനെ ചോദിച്ചെന്നുള്ള ഒരു ഇത്. ഇപ്പൊ ഇതിനെല്ലാം ഞാൻ എന്നാ പറയേണ്ട മറുപടി? ഇതെല്ലാം കേൾക്കുമ്പോ എത്ര വിഷമമുള്ള കാര്യല്ലേ. ഇതെല്ലാം കോമൺ ആയിട്ട് എനിക്ക് സങ്കടം തീരുന്നില്ല. എന്നിട്ട് ഞാൻ കുറെ ആളോട് എന്റെ അനിയനോടെല്ലാം ഞാൻ ചോദിച്ചു ഇതിലെന്നാ തെറ്റി, വെള്ളം കുടിച്ചോ, അല്ലെ വെള്ളം തന്നിനോ, അല്ലെ വെള്ളം കിട്ടിക്കോ, എന്ത് ചോദിച്ചാലും അതിലൊരു തെറ്റില്ലാലോ. ആ കാരണം കൊണ്ടാ വരാത്തെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു നിങ്ങൾ നല്ല രീതിയിൽ പറഞ്ഞൊന്ന് മനസ്സിലാക്കി കൊടുക്കണം ഉമ്മാനോട്. എന്നെ കണ്ടുകൂടാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെയൊന്നും എന്തായാലും പറഞ്ഞുണ്ടാക്കണ്ട. കണ്ടുകൂടെങ്കിൽ കണ്ടുകൂടാ, അയ്യൊരു തന്നെ. ഇതെല്ലാം കേൾക്കുമ്പോ ഭയങ്കര വിഷമം. ഇപ്പൊ എനിക്ക് അവിടെ വിളിക്കാൻ തന്നെ തോന്നില്ല, ഉമ്മാനെ വിളിക്കാൻ തന്നെ മനസ്സ് വരുന്നില്ല. കാരണം ഞാൻ പറഞ്ഞു ഞാൻ വേറെ എന്തെങ്കിലും രീതിയിലായിരിക്കും ചോദിച്ചിട്ടുണ്ട്, അത് ഏത് രീതിയിലാണ് നിങ്ങൾ ഉമ്മ എടുക്കുക പറയാൻ പറ്റില്ലല്ലോ. അതെ അതെ, അതൊക്കെ ഓരോ ക്യാരക്ടറാണ്. പക്ഷെ അപ്പോഴും ഞാൻ പറയുന്ന ഒറ്റക്കാര്യം അതേ ഉള്ളൂ, നിങ്ങളൊക്കെ പാവങ്ങളായോണ്ടാണ്. ഓക്കെ, കാരണം ഇതേ ആള് ഇപ്പൊ അഫ്നാദാണ് സ്ഥാനത്ത് ഞാനാണെങ്കിൽ അവരങ്ങനെ പറയാൻ മുതിരൂല. ഉരുളക്കുപ്പൊരി തിരിച്ചു കിട്ടുമെന്ന് അവർക്കറിയാം. അപ്പൊ നമ്മളെങ്ങനെ നിന്നോ അതിനെ തിരിച്ചു കിട്ടും പറയുന്ന പോലെ എനിക്ക് അതിന് എല്ലായിടത്തും പറയാനുള്ളത് കേട്ടോ. പിന്നെന്ന് വെച്ചാല് ഞാൻ ഇന്ന് കൊറേ സംസാരിച്ചിട്ട് എല്ലാരും ഉറങ്ങിയോ എന്തോ. ഇല്ലേ
എന്റെ ഉമ്മ ഒരുപാട് പ്രശ്നങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതെല്ലാം ഉമ്മ പറയും ഇന്നെല്ലാരും പടച്ചോൻ ഭയങ്കര കൊടുക്കുമ്പോ ആക്റ്റീവാ. പടച്ചോൻ കൊടുക്കുമ്പോ കൊടുത്തോട്ടെ, ഇനി ഒന്നും അതല്ല ചോദിക്കാനും പറയാനും നിക്കണ്ട, ഉമ്മയല്ലേ എന്നെല്ലാം മറ്റും ഉമ്മ ഒഴിവായല്ല. പക്ഷെ ഇത് ഉമ്മ കേട്ടാൽ ഉമ്മ പറയും ഇത് എന്തായാലും ചോദിക്കണം, ഇതെന്താ ഒരു വായിലെ നാവ് എടുത്തുകൂടാന്ന് വെച്ചാൽ ഭയങ്കര കഷ്ടമല്ലോ, ഇതെന്തായാലും ചോദിക്കണം, നല്ല രീതിയിൽ ചോദിക്കുക ഉമ്മ, അതിലെന്നാ തെറ്റുമ്മ എന്ന് ചോദിക്കണം. പക്ഷെ അതും എനിക്ക് ചോദിക്കാൻ തോന്നുന്നില്ല, കാരണം അതിന്റെ പേരിലേക്ക് പിന്നെ അടുത്ത പ്രശ്നം ഉണ്ടാവുക. ഓളെന്നോട് അങ്ങനെ ചോദിച്ചു പറഞ്ഞിട്ട്, അതുകൊണ്ട് അതും പേടിയാവും. അതെന്തായാലും ചോദിക്കേണ്ടതെന്ന് അറിയോ, ഇങ്ങനെയുള്ളവരുടെ അടുത്ത് ഭയങ്കര ഇതിപ്പോ എന്തായാലും ഈ ലെവലിൽ എത്തിയോണ്ട് ഇപ്പൊ അഫ്നിത പാവം ക്യാരക്ടർ ആയതുകൊണ്ട് വളരെ സൗമ്യമായിട്ടേ ചോദിക്കാൻ പറ്റും. അപ്പൊ എന്ന് വെച്ചാല് അഫ്നിത എങ്ങനെ ചോദിക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഉമ്മ ഇങ്ങനെ ഞാൻ അറിഞ്ഞു, അതല്ല മിസ്സേ, ആ എന്തായാലും എന്നെക്കാളും പാവമായിരിക്കും എന്നെനിക്ക് ഉറപ്പാ. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഉമ്മ ഇങ്ങനെ പറയുന്ന കേട്ടുമ്മ, അത് സത്യമായിട്ട് ഞാൻ ഇങ്ങനെ ഇതാക്കുന്നതല്ല, ക്വസ്റ്റ്യൻ ചെയ്യുന്നൊന്നല്ല, എനിക്ക് അറിയാൻ വേണ്ടിയിട്ട് ഉമ്മ എന്താണ് ശരിക്കും അതിലൊരു തെറ്റ് എനിക്കൊന്ന് പറഞ്ഞു തരുമോ, ഇനി എനിക്ക് ശ്രദ്ധിക്കാലോ, അത് കിട്ടുന്നിടത്ത് കിട്ടുകയും ചെയ്യും, അത് മനസ്സിലാക്കി തരുന്നിടത്ത് മനസ്സിലാക്കി തരണമെങ്കിൽ മനസ്സിലാക്കി തരും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നെക്സ്റ്റ് എന്താണ് അവരുടെ നീക്കം നോക്കിയിട്ട് അതിനനുസരിച്ച് നല്ലോണം കൊടുത്തു. ഓക്കെ. അപ്പൊ ഞാൻ പറയുമ്പോ നിങ്ങളാൽ ഇനി ഒരു മാറ്റം വരുത്താനൊന്നും നിങ്ങളെ കൊണ്ട് പറ്റൂല. നിങ്ങളുടെ മക്കളെ ഞാൻ ബോൾഡാക്കാനേ പറയുന്നുള്ളൂ കേട്ടോ. എനിവേ നിങ്ങളുടെ ലൈഫിനെ നിങ്ങളുടെ ഹസ്ബൻഡിന്റെ സപ്പോർട്ടോടെ മാത്രം ഒരു ഇനി ഷാന മിസ് പറഞ്ഞോടെന്ന് പറഞ്ഞാൽ ആരും പോയിട്ട് എന്തും ചെയ്തക്കല്ലേ മക്കളെ. ഇപ്പൊ ഹസ്ബൻഡ് നല്ല കട്ട സപ്പോർട്ടാ, ഓറ് അറിഞ്ഞ ആവശ്യം വിട്ടേക്ക് മതി, അതിനെ പറ്റി ചിന്തിക്കണ്ടെന്നായിരിക്കും. അപ്പൊ ഭയങ്കര സപ്പോർട്ടാ, അതുകൊണ്ട് പ്രശ്നമില്ല. അൽഹംദുലില്ലാ, അത് മതിയല്ലേ നമുക്ക്, മരിക്കോളം അതെല്ലാം എന്റെ വേണ്ടു. ഹസ്ബൻഡിന് യാതൊരു സപ്പോർട്ടും ഇല്ലായിരുന്നു. എങ്ങനെ ഇപ്പൊ പാടെ പഠിച്ച് സപ്പോർട്ടായി. എന്റെ അവര് ഹസ്ബൻഡാണ് യാതൊരു സപ്പോർട്ടും ഇല്ല. ഓ എന്റെ റബ്ബേ, എന്നിട്ട് ഞാൻ എന്തോരം പ്രയാസപ്പെട്ടിട്ടുണ്ടോന്ന് ചോദിച്ചാ, ഇപ്പൊ പാഠം പടച്ചോൻ പഠിപ്പിച്ചിട്ട് ഇപ്പൊ സപ്പോർട്ടാ, ഭയങ്കര സപ്പോർട്ട്. ഇപ്പൊ ഞാൻ പഴയതൊക്കെ ഇടയ്ക്കിടയ്ക്ക് പഴയ ആളെ സൗമ്യ എന്നുള്ള എനിക്ക് നേരത്തെ മനസ്സിലായി. എന്തായാലും കൊള്ളാം. എല്ലാവർക്കും ഉണ്ടാവും, എല്ലാവർക്കും സ്റ്റോറി ഉണ്ടാവും, പക്ഷെ എല്ലാരും അങ്ങനെ ഓപ്പൺ ആയി പറയുന്നില്ല എന്നുള്ളൂ. എന്തായാലും ഞാൻ പറയുമ്പോ നിങ്ങൾ ബോൾഡ് ആയിട്ട് അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് പറയുന്നുണ്ടാകും, ഇനി അവര് കാണാൻ വരുന്നില്ലേ അഫ്നിത, പോട്ടെ, വേണ്ട, വരുന്നവര് വന്നാ മതി, കാണുന്നവര് കണ്ടാ മതി. ഇനിയിപ്പോ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇളയ പറയുന്നു, അവരോട് പറയാം അത് അങ്ങനത്തെ ടീംസാ, ആർക്കും നമ്മൾ സപ്പോർട്ട് നിൽക്കണ്ട, എന്റെ അമ്മായിയമ്മ നല്ല അമ്മായിയമ്മയാന്ന് കാണിച്ചു കൊടുക്കണ്ട, മോശമാണെങ്കിൽ മോശം തന്നെ, പിന്നെ വലിയ സർട്ടിഫിക്കറ്റ് ഒന്നും വാങ്ങി കൊടുക്കണ്ട. ഓക്കെ. അത്രേ ഉള്ളൂ. ഇപ്പൊ തന്നെ ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ ഉമ്മാനെ വിളിച്ചപ്പോ 2 ആഴ്ച ആയിട്ടുണ്ടാവും. ഞാൻ വേണ്ടി വിളിച്ചിട്ട് നല്ലോണം ഞാൻ എടുത്ത് ഉമ്മ സുഖല്ലമ്മ ചെറിയ ചിരിച്ചിരിക്കും, പറയാം ആ ഓള് തുടങ്ങി ചിരിക്കാന്, ചിരിച്ചിട്ട് ആളെ സോപ്പിടുന്ന സാധനം എന്നെല്ലാം പറയും. എന്നെ വെറും സോപ്പിടല് എന്ന് പറയൂട്ടെ. ഞാൻ ഇടക്കിടക്ക് പോയിട്ട് ഉമ്മ ഇങ്ങനെ ഞാൻ പറയും, ഉമ്മ വെറുതെ കയ്യിലിട്ട് അളക്കാ തന്നെ ടേസ്റ്റാ പറയും. അതുകൊണ്ട് ഉമ്മ എനിക്ക് നല്ലോണം, ഞാൻ പോകുമ്പോ നല്ല നല്ല ഫുഡ് ഉണ്ടാക്കും. അപ്പൊ ഉമ്മ പറയും സോപ്പിങ്ങാന്ന് പറയും. പക്ഷേ ഞാൻ പറയട്ടെ, നിങ്ങൾ അങ്ങനെ നിങ്ങളെ കൊണ്ട് ആരെങ്കിലും അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണുണ്ടല്ലോ, അത് അവർ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അവരത് ആക്സെപ്റ്റ് ചെയ്യും. ഇപ്പൊ നിങ്ങൾ വെറുതെ പറയണം മിസ്സിനെ കാണാൻ എന്ത് രസാ, എനിക്കറിയാം എന്തെങ്കിലും ഒരു കിട്ടാനുള്ള ചോദ്യം ആയിരിക്കും, പറച്ചിലായിരിക്കും അറിയാം, എന്നാലും എനിക്കത് സന്തോഷമല്ലേ, എന്നാലും അതിൽ ഞാൻ സന്തോഷം കണ്ടെത്തൂലേ, അങ്ങനെ ഒരു സാധനം ഉണ്ട് കേട്ടാ. ഓക്കെ. അതുകൊണ്ട് നിങ്ങൾ അത് ഒരാൾ സുഖിപ്പിക്കുന്നെന്ന് വിചാരിക്കോ, അല്ലെങ്കിൽ സോപ്പിടലാന്ന് വിചാരിക്കോ, ചിലയിടത്ത് നമ്മൾ സോപ്പിടുക തന്നെ ചെയ്യണം. ഓക്കെ. അപ്പൊ എനിവേ ഇന്നത്തെ സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇനി കുറച്ച് പഠിക്കണല്ലേ, കുറെ പഠിക്കാറുണ്ട്, കുറച്ചൊന്നുമല്ല മോളെ. ഈ കല്യാണം കഴിഞ്ഞുള്ള ലൈഫ് ഉണ്ടല്ലോ, നമുക്ക് തീരെ ട്രെയിനിങ് കിട്ടാണ്ട് ചെയ്യുന്ന ഒറ്റ ഒരു ജോലി ഈ അങ്ങോട്ടുള്ള ഒരു ലൈഫാ. അതുകൊണ്ട് എന്താണ്, നമ്മൾ കണ്ടും കേട്ടും മനസ്സിലാക്കിയിട്ട് മാത്രം മുന്നോട്ട് പോവുക, ആർക്കും അറിവ് പറയാതിരിക്കുക. എനിവേ താങ്ക് യു സോ മച്ച് ഗൈസ്, ഗുഡ് നൈറ്റ് ഓൾ. താങ്ക് യു മാം. താങ്ക് യു വെൽക്കം. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. സർപ്രൈസ് പറഞ്ഞില്ല. ഷാനയുടെ സർപ്രൈസ് ഉണ്ട്, നമുക്ക് ഗ്രൂപ്പിൽ പറയിക്കാം. ഓക്കെ. പോയോ? വെരി ഓക്കെ ബൈ. ശരി.